കഴിഞ്ഞ ദിവസം ഞാൻ റീൽസിൽ കണ്ടാണ് നമ്മുടെ ലൂമിനാറിൻ്റെ ഒരു പരസ്യത്തിൻ്റെ നമ്മുടെ പാലാരിവട്ടം ടൗണിൽ തന്നെ ഉള്ളത് വേറൊരു കോമ്പറ്റേറ്റർ ഒരു പരസ്യം വെക്കുന്നു, വേറൊരാൾ വെക്കുന്നു. അതെങ്ങനെയായിട്ട് ഒരു രസകരമായിരുന്നു അത്. ഞാൻ വേറെ ബോർഡ് വെച്ചിട്ടുണ്ട്, എന്നത് പറയുന്നില്ല, നിങ്ങൾ പറഞ്ഞിട്ട് പോയി കാണും. സാനിയവരെ വിളിച്ചു വെച്ചിട്ടോ എന്താണ് ഇതൊന്നും നമ്മൾ അപ്ലൈ ചെയ്യുന്നു പൊട്ടുന്നു, കാരണം ഇംഗ്ലീഷ് അറിയില്ലല്ലോ. എൻ്റെ ഒരു പോളിസി എന്നറിയും, ഞാനൊരു സാധനം നേടാൻ പോയാൽ ഞാൻ നേടിയിരിക്കും. എനിക്കത് ഭയങ്കര വലിയ എമൗണ്ട് ആയിരുന്നു. ചില ഇൻസ്റ്റിറ്റ്യൂട്ടിനെ റിജക്ട് ചെയ്തിട്ടുണ്ട്. അതായത് നിന്നെ കൊണ്ടൊന്നും കഴിവില്ലെന്ന് പറഞ്ഞവരോട് കിട്ടുന്നുണ്ട്. അതിൽ 1000 രൂപ എടുക്കാനകത്തും കൂടി 2 ലക്ഷം രൂപ കൊടുക്കാൻ പറ്റും. അല്ല, ഇപ്പോൾ 4 പേരിൽ നിന്ന് ഇപ്പോൾ എത്ര പേരുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇപ്പോൾ? ഞങ്ങൾക്ക് ഇപ്പോൾ 8,000+ പ്ലേസ്മെന്റ്സ് ആയിട്ടുണ്ട്. 800 നിന്ന് ഡിഫറെന്റ്. പിന്നെ വരുമ്പോൾ തന്നെ എനിക്ക് വലിയ പണക്കാരനാവണം. നമ്മളൊരു സ്ഥാപനം തുടങ്ങി, അത് ലൈഫ് ചേഞ്ച് ആയി, അത് വേറൊരു ലഹരി തന്നെയാണത്. സോ നിങ്ങൾ ഒരു ബിസിനസ് ഇറങ്ങുകയാണെങ്കിൽ ആദ്യം ആ ബിസിനസ് പറ്റി കൃത്യമായി മനസ്സിലാക്കുക, പഠിക്കുക. നിങ്ങൾ സ്വന്തമായി ബിസിനസ് തുടങ്ങിയിട്ട് നിങ്ങൾ അതിൻ്റെ കൂടെ പഠിക്കാനും നിന്ന് കഴിഞ്ഞാൽ മിക്കവാറും ബിസിനസ് പൊളിഞ്ഞു വന്നേ പറയും. ഒരിക്കലും ഞാൻ CEO ആണ്, ഞാൻ MD ആണ്, ആ തലയിൽ കയറ്റിക്കഴിഞ്ഞാൽ നടക്കില്ല, നടപടിയാവും. അവിടെ ആവില്ല. ഞാൻ ജോലിക്ക് കയറുമ്പോൾ ഞങ്ങളുടെ ശമ്പളം 3,500 രൂപയാണ്. 3,500 ഇപ്പോൾ എവിടേക്ക് എത്തിച്ചേർന്നു? പേഴ്സണലി നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 3-3.5 കോടിക്ക് മുകളിൽ ഉണ്ടായിരിക്കാം. 3,500 നിന്ന് ഒരു 3.5 കോടി അല്ലേ? തോറ്റിട്ടുണ്ടോ? ഇഷ്ടംപോലെ തോറ്റിട്ടുണ്ട്. തോക്കാണ്ടൊന്നും ജയിക്കാൻ പറ്റില്ല. ആഗ്രഹങ്ങൾ വേണമല്ലോ. ഞാൻ ഈ പുതിയ ബിസിനസ്സുകാരോടായാലും ഈ പറഞ്ഞ പുതിയ പിള്ളേരോടായാലും ഓറിയന്റേഷൻ ബന്ധം, നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ വേണം. എല്ലാവർക്കും നമസ്കാരം. പുതിയ ഒരു ബിസിനസ് സെഗ്മെൻറ്റിൻ്റെ പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ലൂമിനാർ ടെക്നോലാബിൻ്റെ MD ആയിട്ടുള്ള രാഹുൽ M. കുമാറാണ്. രാഹുലേട്ടനാണ് ഞങ്ങളുടെ എല്ലാവരുടെയും. രാഹുലേട്ടനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. എങ്ങനെയാണ് ഈ ഒരു പുതിയൊരു സംരംഭം എന്ന ആശയത്തിലേക്ക് എല്ലാവരും ബിസിനസ് ചെയ്യാൻ മടിക്കുന്നൊരു കാലഘട്ടമാണ്. പക്ഷേ ഒരു ജോലി എന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒരു ബിസിനസ്സിലേക്ക് വരാനുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത് എങ്ങനെയാണ് തുടക്കം മുതൽ? സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ചില കാലം മനുഷ്യൻ്റെ ഒരു അവസ്ഥയാണ് എത്തിക്കുന്നത്. അതുപോലെയാണ് ഞാൻ പറഞ്ഞത്. ഞാനൊരു 2018 ഈ ലൂമിനാറിൻ്റെ ഒരു ആശയം എൻ്റെ മനസ്സിൽ വരുന്നത്. ലൂമിനാറിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ ലൈറ്റ് എന്നാണ്. ലൈറ്റ് മീൻസ് ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. വെറുതെ ട്രെയിൻ ചെയ്യാൻ അത് കഴിഞ്ഞാൽ അവർക്ക് ജോലിക്കുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ്, അതായത് ഇൻ്റർവ്യൂസ് കാര്യങ്ങൾ. സോ ലൂമിനാർ ഒരു വഴികാട്ടിയാണ്. അപ്പോൾ ആ രീതിയിൽ ഒരു സ്റ്റുഡൻറ്റിനെ, ഈ നാട്ടിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന സ്റ്റുഡൻറ്റിന് നല്ല രീതിയിൽ ഇൻഡസ്ട്രിയൽ ടൂൾസിലൊക്കെ അവരെ ട്രെയിൻ ചെയ്ത് അവർക്ക് ആ പ്ലേസ്മെൻറ്റിനുള്ള ഒരു വഴി ഒരുക്കി കൊടുക്കുക. അതാണ് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ എല്ലാം ചെയ്യുന്നതൊരു ആഗ്രഹം വെച്ചുകൊണ്ട് നമ്മുടെ മനസ്സിലൊരു ആശയമാണ് അന്ന് ചെയ്തത്. അപ്പോൾ എന്തുകൊണ്ട് സ്വന്തമായി തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറെ കടയിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന പോലെ ചിലപ്പോൾ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ നമ്മൾ സ്വന്തമായി ചെയ്യുമ്പോൾ നമുക്ക് അതിൽ എന്തുവേണമെങ്കിലും എക്സ്പെരിമെൻറ്റ് നടത്താം. അങ്ങനെ ഞങ്ങൾ നടത്തിയ എക്സ്പെരിമെൻറ്റ് വിജയിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് അവരുടെ എൻ്റെ ഒരു സ്റ്റാർട്ടിങ് എങ്ങനെയാണ്? ആദ്യം ഇങ്ങനെ ഒരു ബിസിനസ്സായിട്ട് വന്നതാണോ അതോ ഒരു ജോബ് ഓറിയൻറ്റഡ് ആയിട്ട് വന്നതാണോ? എങ്ങനെയാണ്? ഞങ്ങൾ ഇതിനൊരിക്കലും ഒരു ബിസിനസ്സായിട്ട് ഇന്നും കണക്കൂട്ടിയിട്ടില്ല. അങ്ങനെ ഒരു ബിസിനസ് നടത്തണമെന്നോ അതിൽ നിന്നൊരു വലിയ ഹ്യൂജ് ലാഭം ഉണ്ടാകണമെന്ന് കരുതിയിട്ടൊന്നുമില്ല. ആദ്യത്തെ നമ്മുടെ ചിന്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഇതൊന്ന് ഓടിക്കണം എന്നായിരുന്നു. അതായത് കുറച്ച് കുട്ടികളോട് കയറണം. സോ ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, 2018 നമ്മൾ തുടങ്ങിയ സമയത്ത് ഞങ്ങൾ കാക്കനാട് ഭയങ്കര ഉള്ള ഏരിയയിലാണ്, സെസ്സിൻ്റെ അവിടെയാണ്. ഇത്രമാത്രം ഈസിലി ആക്സസിബിൾ ഏരിയ ഒന്നുമല്ല. നമ്മൾ എറണാകുളം ടൗണിലേക്കാണെങ്കിൽ പാലാരിവട്ടം, മെടപ്പള്ളിയൊക്കെ വരുന്നുണ്ട്, കളമശ്ശേരി. ഇതുപോലെ കമ്പയർ ചെയ്യുമ്പോൾ സെസ്സിൻ്റെ അവിടെ വന്നെങ്കിൽ തന്നെ നമ്മൾ കാക്കനാട് ഒരു ബസ് ഇറങ്ങിയിട്ട് വീണ്ടും തൃപ്പൂണിത്തുറ ബസ് പിടിക്കണം വീണ്ടും. അപ്പോൾ ആ സമയത്ത് ഞാൻ ആ ഫ്രണ്ട് ഹൗസിലെ കുട്ടിയോടൊന്നും പറയായിരുന്നു, ഇപ്പോൾ നമ്മുടെ അടുത്ത് കുറേ ഇരിക്കുന്ന ആൾക്കാർ ജോയിൻ ചെയ്യൂല, പക്ഷേ നാളൊരു ദിവസം വരും ഇവിടെ അഡ്മിഷൻ ഇല്ല എന്ന് പറയാൻ പറ്റുന്നു. അതിന് വേണ്ട നമുക്കിവിടെ ജോലി ചെയ്യുന്ന അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ജോലി കിട്ടണമെന്ന് ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഓരോരുത്തർക്കും ചിന്ത വേണം. അല്ലെങ്കിൽ നമ്മുടെ ഒരു വിഷൻ അതായിരുന്നു. ആ വിഷനിലാണ് ഞങ്ങളിന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമുക്ക് 4 ബ്രാഞ്ചസായി ഏകദേശം 8,000 കുട്ടികളെ ഞങ്ങൾ ജോലിക്ക് ആക്കിയിട്ടുണ്ട്. ഇപ്പം നിലവിൽ ഉണ്ട് 8,000 കുട്ടികൾ ജോലിക്ക് കയറിയിട്ടുണ്ട്. അതിൽ തന്നെ പലരും ഇന്ന് നമുക്കിപ്പോൾ ഒരു കഴിഞ്ഞൊരു ലൈക്ക് നമ്മളിപ്പോഴും പല കുട്ടികളെ കാണാറുണ്ട്, പഴയ കുട്ടികളെ. പലരും സാലറി കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര ഒരു അഭിമാനമാണ്. പലരും വർക്ക് ചെയ്യുന്ന കമ്പനികൾ കേൾക്കുമ്പോൾ, അതായത് വളരെ ചെറിയ ലെവലിൽ വരുന്ന ചെറിയൊരു ഇൻറ്റേൺഷിപ്പായിട്ട് കയറിയ കുട്ടികളൊക്കെ ഇന്ന് വാങ്ങുന്നത് 20 ലക്ഷം CTC, 30 ലക്ഷം CTC ആകുമ്പോൾ നമുക്ക് തന്നെ ഒരു അഭിമാനമാണ്. കാരണം അത് ലൈക്ക് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു സോഫ്റ്റ്വെയർ കമ്പനി വർക്ക് ചെയ്യണമെന്ന്. പക്ഷെ എന്നെ കൊണ്ട് സാധിച്ചിട്ടില്ല. കാരണം ഒന്ന്, ഞാൻ ഡിപ്ലോമക്കാരനാണ്, പിന്നെ എന്തോ പല കാരണം കൊണ്ട് എന്നെ കൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇങ്ങനെ കുറേ പേരൊരു വിജയത്തിന് നമ്മൾ കാരണമാകുന്നത് നമുക്കൊരു സന്തോഷമുള്ള കാര്യമല്ലേ. ഈ ഒരു ഡയലോഗ് ഞാൻ മറ്റേ പ്രാഞ്ചിയുടെ സിനിമ കേട്ടാണ് കേട്ടോ. അതാ പറഞ്ഞത്. അപ്പോൾ ഡിപ്ലോമയാണ് പഠിച്ചത്? അപ്പോൾ ഞാൻ +2 തൊട്ട്, ഞാൻ 10ാം ക്ലാസ്സിൽ ആദ്യമായിട്ട് കമ്പ്യൂട്ടർ പഠിക്കുന്നത്. അതും തൊട്ട് എനിക്ക് കമ്പ്യൂട്ടർ ഭയങ്കര ക്രേസ് ആയിരുന്നു. പക്ഷെ ഞങ്ങൾ കേരളത്തിൽ ആദ്യത്തെ +2 ബാച്ച് ആയിരുന്നു. അതായത് നമ്മുടെ പ്രീ ഡിഗ്രിയൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹം. പക്ഷെ അന്നറിയാലോ ബാച്ചസും ഈ ഇതൊക്കെ ഭയങ്കര ക്രൂഷ്യലായിരുന്നു കിട്ടാൻ. അപ്പോൾ കിട്ടി വായിച്ച് കൊണ്ട് ചേർത്തു. കിട്ടിയതാണ് ബയോളജി കിട്ടിയത്. ദൈവം സഹായിച്ച് പൊട്ടിയില്ല. 18 മാർക്ക് കണ്ട് കിട്ടി, ജയിച്ചിട്ടുണ്ട്. എല്ലാത്തിനും ജയിച്ചു, എങ്ങനെയൊക്കെ ജയിച്ചു വന്ന്. പക്ഷെ അന്നോട്ട് കമ്പ്യൂട്ടർ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അപ്പോൾ അങ്ങനെ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, +2 കഴിഞ്ഞാൽ ഗ്യാപ്പിൽ അപ്പോൾ തന്നെ പോയിട്ട് കമ്പ്യൂട്ടറിൻ്റെ കോഴ്സ് പഠിച്ചു, സി ലാംഗ്വേജ്. അത് കഴിഞ്ഞ് എനിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ UC കോളേജിൽ അഡ്മിഷൻ കിട്ടുമായിരുന്നു. അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞ കോളേജ് നോക്കണം. ഞാൻ പറഞ്ഞു ഡിഗ്രിക്ക് പോകണ്ട, എനിക്ക് പ്രാക്ടിക്കൽ പഠിക്കണം.
അങ്ങനെ ഞാനൊരു ഹാർഡ്വെയർ ലെവൽ രീതിയിൽ ഒരു ഡിപ്ലോമ കോഴ്സ് തപ്പിപ്പോയതും കമ്പ്യൂട്ടർ ഹാർഡ്വെയർ മെയിൻ്റനൻസ് അന്വേഷിച്ച് ഞാൻ തന്നെയാണ് പോളി കണ്ടുപിടിച്ചത്. ഞാൻ IHRD പോളിയിൽ പഠിച്ച കലൈറ്റിങ്കര. അവിടുത്തെ 2002-2005 ബാച്ചായിരുന്നു. ഞാൻ ഫുൾ പാസ്സായിട്ട് അവിടുന്ന് പാസ്സായ ഒരാളും കൂടിയാണ്. എനിക്ക് അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാനത് കഴിഞ്ഞൊരു CCN എന്നൊരു നെറ്റ്വർക്കിൻ്റെ കോഴ്സ് പഠിച്ചു. അന്നൊരു ട്രെൻഡ് അതായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് നെറ്റ്വർക്കിങ്ങിൻ്റെ സമയമായിരുന്നു. സ്റ്റാർട്ടിംഗ് അല്ലേ ആ ഒരു സമയം ഏറെക്കുറെ ആ സമയത്താണ് നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ ഈ ഗവേൺസ് പോലത്തെ പരിപാടികൾ വരുന്നതും നമുക്ക് അങ്ങനെ ഇൻ്റർവ്യൂ കോൾ വരുന്നതും ഇന്നത്തെ പോലെ നിങ്ങൾക്ക് ഇമെയിൽ എന്നല്ല വരുന്നത്, വീട്ടിലേക്ക് ഒരു ലെറ്റർ വരുന്നത്. ആ ലെറ്ററും കൊണ്ടിരുന്ന സ്ഥലത്ത് നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുന്നു, അറ്റൻഡ് ചെയ്യുന്നു. അങ്ങനെ ജോലി കിട്ടി. അവിടെ നിന്ന് ഞാൻ തുടങ്ങിയതാണ്. 2005 ഓഗസ്റ്റിലാണ് ഞാൻ ആദ്യമായിട്ട് ജോലി കയറി. ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് 5 ഏകദേശം 20 കൊല്ലം കംപ്ലീറ്റ് ആയി. അത് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ജോലിക്ക് കയറി പിന്നെ എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു ജേർണി എങ്ങനെയായിരുന്നു? 2005 കയറി ഞങ്ങളുടെ ജോബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പല പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ പോയിട്ട് അവിടെ കമ്പ്യൂട്ടറൈസേഷൻ അസിസ്റ്റ് ചെയ്യാനായിരുന്നു. വരുന്ന സമയമാണ് മുനിസിപ്പാലിറ്റിയിലൊക്കെ അല്ലേ? എക്സാക്ട്ലി. അപ്പോൾ ഇപ്പം നിങ്ങൾ കാണുന്ന ജനനമരണ രജിസ്ട്രേഷനിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തിരുന്നത്. സിവിൽ രജിസ്ട്രേഷൻസിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഹോസ്പിറ്റൽ ക്യൂസിൻ്റെ പ്രോജക്റ്റിൽ ഞാൻ വർക്ക് ചെയ്തിരുന്നത്. അതായത് ഹോസ്പിറ്റലിനെയും മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ പഞ്ചായത്ത് തമ്മിൽ കണക്ട് ചെയ്യാം. ഒരു VPN വഴി പിന്നെ സോഫ്റ്റ്വെയർ വഴി ജനിക്കുന്ന ഡാറ്റാസ് അന്ന് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് എൻ്റർ ചെയ്ത് ഡയറക്റ്റ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നു. ആ ഫോം വരുന്നു, മുനിസിപ്പാലിറ്റി രജിസ്റ്റർ ചെയ്യുന്നു. ബേസിക്കലി കൺസെപ്റ്റിൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അമ്മയും കുട്ടിയും ഹോസ്പിറ്റലിൽ വിട്ട് പോകുന്നതിന് മുന്നേ അവർക്ക് ഫസ്റ്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കുക വിത്തൗട്ട് നെയിം. പേരുവണി ആഡ് ചെയ്യാം. പക്ഷെ ആ ഒരു രീതിയിൽ തുടങ്ങിയതാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാം ഇപ്പോൾ കുട്ടികളുടെ നിങ്ങൾക്ക് ഓൺലൈനിൽ കിട്ടും. കേസ് സ്മാർട്ടൊക്കെ വഴി എൻ്റെ കുട്ടികളുടെ ഞാൻ ഓൺലൈൻ ഡൗൺലോഡ് എടുക്കുന്നത്. പണ്ട് നമ്മൾ ഒരു പോയി ക്യൂ നിന്ന് സർട്ടിഫിക്കറ്റ് ഒരു മുദ്രപത്രം കൊടുത്ത് ഇപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കക്കാരനാവാൻ നമുക്ക് സാധിച്ചു. ഞാൻ സ്വന്തമായിട്ട് ചെയ്തത് പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി, പിന്നെ നിലമ്പൂർ പഞ്ചായത്ത്, അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ സ്വന്തമായിട്ട് അതായത് എന്നെ ഡയറക്റ്റായിട്ട് ഏൽപ്പിച്ചത് മലപ്പുറത്ത്. അത് കഴിഞ്ഞിട്ടപ്പോ പിന്നെ എന്തുകൊണ്ടെന്ന് വെച്ചാൽ അന്നത്തെ അലച്ചിലായിരുന്നു. നമ്മൾ ഒരു ഫീൽഡ് കണ്ണൂർ പോകുന്നു, കാസർഗോഡ് പോകുന്നു, അങ്ങനെ ഇങ്ങനെ വഴിയിട്ട് നടക്കുകയാണ്. വെച്ചാൽ കുറേ സ്ഥലങ്ങളിൽ പോകണം, ഒന്നും കയ്യിലിരിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഒരു സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ കുറച്ചും ഒരു സാച്ചുറേഷൻ എത്തുമല്ലോ. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ആ സമയത്താണ് ഇപ്പോൾ ഡിപ്ലോമയാണല്ലോ. അപ്പോൾ പല ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഡിപ്ലോമ തടസ്സമാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ കൊച്ചിയിൽ സദർലാൻഡ് തുടങ്ങുന്നത് ആ സമയമാണ്. നിങ്ങളുടെ ഈ പ്രേമ സിനിമയിലൊക്കെ എൻ്റെ റെഫറൻസ് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ സദർലാൻഡ് അപ്ലൈ ചെയ്യുന്നു, പൊട്ടുന്നു. കാരണം ഇംഗ്ലീഷ് അറിയില്ലല്ലോ. ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചു എന്ത് ഇംഗ്ലീഷ് അറിയാമെന്ന്. ലാംഗ്വേജ് മല്ലോ ആക്സെൻ്റ് ആണ്. ഞാൻ പൊട്ടും. പക്ഷെ നമ്മുടെ എൻ്റെ ഒരു പോളിസി എന്താ അറിയോ, ഞാനൊരു സാധനം നേടാൻ പോയാൽ ഞാൻ നേടിയിരിക്കും. അത് പണ്ടോട്ടുണ്ട്. വീണ്ടും പോവും. അങ്ങനെ 5ാമത്തെ കുത്തിൽ കിട്ടി. 5ാമത്തെ തവണ ഇന്റർവ്യൂ ചെയ്തപ്പോഴാണ് സദർലാൻഡിൽ നോൺ വോയിസ് കിട്ടി. അങ്ങനെ അവിടെ നിന്ന് കയറുന്നു. അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് അമേരിക്കൻ കസ്റ്റമേഴ്സിനോട് ചാറ്റ് ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോഴേക്കും അവരുടെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ചാറ്റ് സപ്പോർട്ടാണ്, സംസാരിക്കൽ കുറവായിരുന്നു. പക്ഷെ അവിടെ നിന്ന് പയ്യെ അവിടെ നിന്ന് പ്രൊമോഷനായി. അങ്ങനെ അവിടെ ഒരു 3 കൊല്ലത്തോളം വർക്ക് ചെയ്തപ്പോഴാണ് ബാംഗ്ലൂർ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ബാംഗ്ലൂർ എൻ്റെ ജീവിതത്തിൽ ഭയങ്കര ടേൺ ഓവറായിരുന്നു. അതൊരു ടേണിംഗ് പോയിന്റ് ആണ്. ഐ മീൻ ലൈക്ക് എൻ്റെ കല്യാണം കഴിഞ്ഞ സമയമായിരുന്നു. ആ സമയത്താണ് ബാംഗ്ലൂർക്ക് നമുക്കൊരു ഓപ്പണിംഗ് കിട്ടുന്നു. അവിടെ കുറച്ചും കൂടി ഒരുപാട് ആളുകളായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റുന്നു. ആ സമയത്ത് എനിക്ക് ഒരു പ്രൊമോഷനായിട്ട് ടീം ലീഡർ പൊസിഷൻ കിട്ടുന്നു. നമ്മൾ ഇവിടെ ഹാൻഡിൽ ചെയ്യുന്ന പോലെയല്ല. അവിടെ നമുക്ക് പല സ്റ്റേറ്റും കുറച്ചുകൂടി പ്രൊഫഷണലിസം പഠിച്ചു. കുറച്ചുകൂടി ഒരു കോർപ്പറേറ്റ് കൾച്ചർ പഠിച്ചു. അതായത് സംസാരിക്കാൻ പഠിച്ചു, ഒരു പബ്ലിക്കിനെ അഡ്രസ് ചെയ്ത്. ഒരു എന്നെ ഒരു ട്രൂ പ്രൊഫഷണലാക്കിയത് സദർലാൻഡും പിന്നെ എൻ്റെ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്തും കൂടി ചേർത്താണ്. പിന്നെ അവിടെ കുറച്ചാൾ വർക്ക് ചെയ്തു. ഞാൻ ഒരു 2015 വരെ കമ്പനി വർക്ക് ചെയ്തു. പിന്നെ കുറച്ച് അവർക്ക് US എന്തൊക്കെ ഇഷ്യൂസ് വന്നപ്പോൾ ഞങ്ങളുടെ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. അവിടെ നിന്നാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ 2005 ജോലിക്ക് കയറിയിട്ട് 2015 ഡിസംബർ 21 ആദ്യമായിട്ട് ഞാൻ ജോബ്ലെസ് ആവുന്നത്. ഒരു ജോലി ഇല്ലാത്തവൻ. അതായത് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു. നമുക്ക് പെട്ടെന്നുള്ളൊരു ഫുൾ ഷട്ട് ഡൗൺ ആയിരുന്നു. എൻ്റെ പ്രോസസ്സ് ഷട്ട് ഡൗൺ ചെയ്തു. നമ്മൾ പറഞ്ഞിട്ടൊന്നുമല്ല, ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വന്നു. പിന്നെ ഞാൻ അപ്പം തന്നെ അടുത്ത ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് എഡ്യൂക്കേഷൻ സെഗ്മെന്റിലേക്ക് കയറുന്നത്. അവിടെയാണ് ഒരു വഴിത്തിരിവ് അല്ലേ? 2016 ജനുവരി 1 ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ ന്യൂ ഇയർ കഴിഞ്ഞ ദിവസമാണ് ഞാൻ നേരെ ജോയിൻ ചെയ്യുന്നത്. അത് ഫ്ലിപ്പ് ക്ലാസ് എന്നൊരു ബാംഗ്ലൂർ കമ്പനിയാണ്. അതൊരു ഹോം ട്യൂഷൻ പ്രൊവൈഡേഴ്സാണ്. ഞാൻ എൻ്റെ ഒരു ഓപ്പറേഷൻ മാനേജറായിട്ട് ജോയിൻ ചെയ്തത്. അവർക്ക് 3 സൈറ്റ് ഉണ്ടായിരുന്നു. ബാംഗ്ലൂർ ഓപ്പറേഷൻ ഉണ്ടായിരുന്നു, ഡൽഹി ഉണ്ടായിരുന്നു, ഹൈദരാബാദ് ഉണ്ടായിരുന്നു. വീടുകളിലേക്ക് നമ്മൾ ട്യൂഷൻ ആളുകളെ കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. അതായത് ആ നിയർ ബൈ ഉള്ള ആളുകളെ നമ്മൾ ഒരു സൈഡിൽ നമ്മൾ ട്യൂട്ടർ അക്വയർ ചെയ്യും, ഒരു സൈഡിൽ നമ്മൾ പാരൻസിനെ അക്വയർ ചെയ്യുന്നു. പക്ഷേ അവരെ കണക്ട് ചെയ്യുന്നു. അവർ തന്നെ കണക്ട് ചെയ്യുന്നത് മീഡിയ ആയിട്ട് നിൽക്കുന്നു. അത് ഞാൻ പഠിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ആദ്യത്തെ ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാരൻറ്റും ട്യൂട്ടറായിട്ടൊരു ഫ്രീ ക്ലാസ്സാണ്. സ്റ്റുഡൻറ്റും പാരൻറ്റായിട്ട് കണക്ഷൻ ഉണ്ടാണ്. ഞങ്ങൾ അതിൻ്റെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ലൂമിനാറിൽ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ജസ്റ്റ് ഒരു 1000 രൂപ അഡ്മിഷൻ ഫീസ് അടച്ചായി നിങ്ങൾക്ക് 1-2 ആഴ്ച ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. അത് കഴിഞ്ഞ് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്, നിങ്ങൾക്ക് തോന്നുന്ന സ്ഥലം നല്ലതാണെങ്കിൽ മാത്രം നിങ്ങൾ മുന്നോട്ട് പോയാൽ മതി. അല്ലെങ്കിൽ ഞങ്ങൾ 1000 റീഫണ്ട് ചെയ്യും. ഒരു ട്രയൽ പീരീഡ് കാരണം എന്താ പറയുക, നിങ്ങളാണിപ്പോൾ ഇപ്പോൾ പല സ്ഥലത്തും പോയിട്ട് 10,000 കൊടുക്കണം, 20,000 കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവില്ലേ, ഇത് കൊടുത്തിട്ട് നടന്നില്ലെങ്കിലോ?
ആൾക്ക് പേടിയാണ്. ഇപ്പോൾ ഒരുപാട് ഓൺലൈൻ തട്ടിപ്പുള്ള കാര്യം നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഈ സമയത്ത്. എക്സാക്ട്ലി. അപ്പം നമ്മൾ പറഞ്ഞു നിങ്ങൾ ട്രൈ ചെയ്തോളൂ, നിങ്ങൾ ധൃതി പിടിക്കുന്നില്ല. അപ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഞാനൊരു 6 മാസത്തോളം കഷ്ടി എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ലൈഫിൽ വലിയ ട്രാജഡി സംഭവിച്ചു, അച്ഛൻ മരിച്ചു. പിന്നെ അതുമായി ബന്ധപ്പെട്ട് വീട്ടിൽ കുറേ അച്ഛനായിട്ട് നല്ലൊരു ബോണ്ടിങ് ആയിരുന്നു. കാരണം തലേദിവസം രാത്രി ഫോൺ വിളിച്ച് ഇത്ര കല്യാണത്തിന് ഒരാഴ്ച അച്ഛൻ മരിക്കണം. എക്സാക്ട്ലി. അത് മെയ് 19, 2014. എനിക്ക് നമ്മുടെ ഇലക്ഷൻ റിസൾട്ട് വന്ന സമയം എന്താണ്. അപ്പോൾ തലേദിവസം രാത്രി വിളിച്ച ആള് അച്ഛൻ. അപ്പോൾ അന്ന് ക്യാമറക്കാർ ചോദിച്ചു ഒരു സ്റ്റഡി ക്യാം വെക്കട്ടേടാന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അച്ഛനത് മനസ്സിലാവണല്ലോ. അപ്പോൾ അന്നാണ് ഭയങ്കര മഴയായിരുന്നു രാത്രി. ഞാൻ നാളെ കാലത്ത് വിളിക്കാന്ന് പറഞ്ഞ ആളെ ഞാൻ കേൾക്കുന്നത് ആൾ മരിച്ചു എന്നാണ്. ഞാൻ വന്നു. പക്ഷേ ശരിയാണ്, മരിച്ചു. പക്ഷെ നമ്മൾ ഇവിടെ വന്നു. പിന്നെ വീട്ടിലെ കാര്യങ്ങൾ കുറച്ച് കുളമായി കിടക്കായിരുന്നു. എനിക്കാണ് അന്ന് എൻ്റെ മോക്ക് അന്ന് 1 വയസ്സ്. മറ്റേ മോനാണെങ്കിൽ പറഞ്ഞ 3 വയസ്സ് 4 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ ഈ പിള്ളേരെയും പിന്നെ എല്ലാം കൂടി ഓടിയെത്തണമല്ല. അങ്ങനെ ഞാൻ 2 വെച്ച് റിസൈൻ ചെയ്തു. അതിന് മുന്നേ നമ്മൾ സേഫ് സോൺ കളിച്ചുള്ളൂ. പക്ഷെ അന്ന് റിസൈൻ ചെയ്തു. അപ്പോൾ ഈ നാട്ടിൽ ജോലി കിട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്നു. പക്ഷെ ഓടി വന്നപ്പോൾ തന്നെ ജോലിയൊന്നും കിട്ടിയില്ല. ഇങ്ങനെ ജോലി അന്വേഷിച്ച് കുറേ സ്ഥലങ്ങളിൽ പോയി, കുറേ IT കമ്പനികൾ അപ്ലൈ ചെയ്തു. പക്ഷെ അവിടെ തടസ്സം ഈ ഡിപ്ലോമ ആയിരുന്നു. നമ്മുടെ എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. കാരണം ഒരു പേപ്പറിൽ ആർക്കും എന്തോ എഴുതി വെക്കാമല്ലോ, റെസ്യൂമിൽ എന്തോ എഴുതി വെക്കാം. പക്ഷേ എന്താ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ച കുറേ അബദ്ധങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നും ബാച്ചസിന് ഓറിയൻറ്റേഷൻ പറയാറുണ്ട്. നിങ്ങൾ സർട്ടിഫിക്കേഷൻസ് മാക്സിമം എടുക്കണം. നിങ്ങൾ ടെക്നോളജിയിൽ എക്സ്പെർട്ട് ആയാൽ നിങ്ങൾ അടുത്ത് തന്നെ എൻ്റെ സർട്ടിഫിക്കേഷൻ എടുക്കണം. കാരണം നമുക്ക് വേണ്ടി ഒരു കമ്പനി ആദ്യം സംസാരിക്കുന്ന നമ്മുടെ റെസ്യൂമാണ്. തീർച്ചയായിട്ടും ഇത് കണ്ട് ഇമ്പ്രസ് ആയിട്ട് നമ്മളെ വിളിക്കത്തുള്ളൂ. ഞാൻ പല കമ്പനികളും അവർ പറഞ്ഞത് ഒരു ഡിപ്ലോമയല്ലേ ഉള്ളൂ, എന്താ ഉള്ളത് വേറെ പറയുമ്പോൾ വേറൊന്നും എക്സ്പീരിയൻസ് ഇല്ല. പിന്നെ വീണ്ടും ആ കോൾ സെൻറ്ററിലേക്ക് പോകാൻ താല്പര്യം ഉണ്ടായില്ല. നൈറ്റ് ഷിഫ്റ്റ് കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടല്ലേ ലൈക്ക് നമ്മളൊരു ഫാമിലി ലൈഫായി, ഇനി വീണ്ടും ഈ നൈറ്റ് ഷിഫ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് പഴയ ബുദ്ധിമുട്ടായി തുടങ്ങിയിരുന്നു. അങ്ങനെ കുറച്ച് ഇങ്ങനെ അലഞ്ഞു നടന്നു. പക്ഷെ ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്തംഭിച്ച അവസ്ഥയിലായിരുന്നു. കുറെ എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ ആകെ ഒരു സർട്ടിഫിക്കറ്റ്. 2015 വരെ നിങ്ങൾക്ക് മാസം അക്കൗണ്ടിൽ 60,000 65,000 മാസം ശമ്പളം വീഴും. നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡുകൾ കയ്യിലുണ്ട്, നിങ്ങൾ അടയ്ക്കുന്നു. നിങ്ങൾ ബാംഗ്ലൂർ അടിച്ചുപൊളിച്ച് ജീവിക്കുന്നു. പെട്ടെന്ന് തകിടം പറഞ്ഞ് നിങ്ങളൊരു 40,000 ശമ്പളത്തിലേക്ക് പോകുന്നു. പക്ഷേ ഞാൻ ആ 2ാമത്തെ കമ്പനിയിൽ ശമ്പളം കുറവായിരുന്നു. രണ്ടാമത് ആ ഷട്ട് ഡൗൺ ചെയ്തിട്ട് പുതിയ കമ്പനി കയറിയപ്പോൾ പിന്നെ വേറൊരു ലൈഫായിരുന്നു. കാരണം നിങ്ങൾ അതുവരെ 5 ദിവസം വർക്ക് ചെയ്യുന്നു, നിങ്ങൾ 6 ദിവസം വർക്ക് ചെയ്യുന്നു. നമ്മൾ രാവിലെ 9 തൊട്ട് 6 വരെ വർക്ക് ചെയ്യുന്നു. അതുവരെ നമ്മൾ നൈറ്റ് ഷിഫ്റ്റേക്ക് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പകലൊക്കെ ഫ്രീ ടൈമാണ്. അതൊരു എൻറ്റയർലി ഡിഫറെൻറ്റ് കൾച്ചറാണ്. അത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അത് വർക്ക് ചെയ്തവർക്ക് മനസ്സിലാൻ പറ്റും. നൈറ്റ് ഷിഫ്റ്റും ഡേ ഷിഫ്റ്റും ഭയങ്കര ദിവസം വെച്ച് നമുക്ക് ഡേ ഷിഫ്റ്റ് വർക്ക് ചെയ്യുന്ന നമുക്ക് തോന്നും നമ്മൾ എന്തിനാ ജീവിക്കുക. അങ്ങനെയല്ല, നമ്മൾ രാവിലെ എഴുന്നേക്കുന്നു, റെഡിയാവുന്നു, ജോലിക്കുന്നു, വീണ്ടും വീട്ടിൽ രാത്രി എത്തുമ്പോൾ 8 മണിയാവുന്നു, വീണ്ടും കഴിച്ചേർന്ന് തുറക്കുന്നു, രാവിലെ ഒരു കൈൻഡ് ഓഫ് വീണ്ടും എണീക്കുന്നു. അതേ ഒരു പാറ്റേൺ റൂട്ട്. അത് തന്നെ. അപ്പോൾ അത് കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ ലൈക്ക് നമ്മൾ കുറേ അന്വേഷിച്ച് നടന്നു. പറഞ്ഞില്ല, ഒരു ദിവസം പോയി നമ്മൾ വെറുതെ ഇരുന്നിട്ടില്ല. എല്ലാ ദിവസവും എനിക്കന്നൊരു സ്കൂട്ടറുണ്ട്. എൻ്റെ ഒരു യമഹയുടെ ഒരു കുഞ്ഞ് സ്കൂട്ടറുണ്ട്. അച്ഛനും കൊടുത്ത വണ്ടിയായിരുന്നു ഞാൻ. അതുകൊണ്ട് ദിവസവും രാവിലെ ഞാൻ ഇതുപോലെ ടിപ്പ് ടോപ്പിൽ ഇറങ്ങും. എന്താ അറിയോ, അതുകൊണ്ട് മാത്രമല്ല, ഞാനായിട്ട് എൻ്റെ ഒരു ഇൻ്റർവ്യൂ കോളാക്കരുത്. അതായത് ഇപ്പോൾ എനിക്കിപ്പോൾ താങ്കളുടെ ഒരു ഇൻ്റർവ്യൂ എന്ന് വിളിച്ചേക്കാണ്. ഇപ്പോൾ വരാൻ പറ്റുന്നത് വെച്ചാൽ ഞാൻ ഇപ്പോൾ വരാമെന്നാണ് പറയുന്നത്. ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോടും പറയാറുണ്ട്, നിങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആസ് എ ഫ്രഷറായിട്ട് നിങ്ങളൊരു കമ്പനിയിൽ നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ യു ഷുഡ് ബി ലൈക്ക് എ പ്ലെയർ ഇൻ ദ ബെഞ്ച് എന്ന് പറയും. പ്ലെയർ ഇൻ ദ ബെഞ്ച് എന്താ പ്രത്യേകത, ചേഞ്ച് പറഞ്ഞാൽ അപ്പോൾ അയാൾ ഇറങ്ങാൻ റെഡിയാവണം. ആ സമയത്ത് ബൂട്ട് അന്വേഷിക്കാനും ഡ്രസ്സ് അന്വേഷിക്കാനും പോരുത്. അപ്പോൾ എൻ്റെ ഒരു 5-6 സെറ്റ് റെസ്യൂമിൻ്റെ കോപ്പി, പിന്നെ അത്യാവശ്യം വേണ്ട ഒരു ചീപ്പ് കണ്ണാടി കാര്യങ്ങളൊക്കെ നമ്മുടെ സ്കൂട്ടറിലുണ്ട്. അപ്പോൾ അങ്ങനെ സത്യം പറഞ്ഞാൽ എനിക്ക് ജോലി കിട്ടിയത് റോഡ് സൈഡിൽ നിന്നാണ്. അതായത് ഞാൻ പറഞ്ഞ വൈഫ് ആലുവയിലെ വർക്ക് ചെയ്യുന്നത്. ഇവളെ രാവിലെ ഡ്രോപ്പ് ചെയ്യുന്നു. എന്നിട്ട് അന്ന് വൈഫ് ഓൾറെഡി വർക്ക് ചെയ്യുന്നുണ്ട്. പറഞ്ഞാൽ ഞാൻ ശമ്പളത്തിൽ ചെറിയൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി പോകുന്നുണ്ട്. ഇന്ന് അവൾ വർക്ക് ചെയ്ത കമ്പനി ഇന്ന് ഞങ്ങളുടെ ഒരു SEO വർക്ക് ഞങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുന്നുണ്ട്. ആണല്ലേ? അന്ന് ശമ്പളം ഞങ്ങൾ തിരിച്ച് അതുപോലെ കൊടുക്കുന്നുണ്ട്. അന്ന് എനിക്ക് രാവിലെ വേറൊരു ഇൻ്റർവ്യൂ ഉണ്ട് ആലുവയിൽ. ഇത് കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് അവിടെ ഒരു സൈഡിൽ ഞാൻ നമ്മുടെ ബാങ്ക് ജംഗ്ഷനിൽ നജാത്തിൻ്റെ അടുത്തൊരു ഇൻ്റർവ്യൂ ഉണ്ട് എനിക്ക്. അതൊരു ദുബായിലൊരു കോൾ സെൻട്രൽ സംഭവത്തിൻ്റെ ആയിരുന്നു. ചേട്ടൻ വഴി പരിചയത്തിൽ വന്ന അത് സെറ്റായില്ല. അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ ഒരു ചായ കുടിക്കാന്ന് വെച്ചാൽ ബാങ്ക് ജംഗ്ഷൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാൻ ഈ ഒരു കൺസൾട്ടൻസി ആണ് മൈ ജോബ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട്. അന്ന് നമ്മുടെ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഓപ്പണിംഗ് ഉണ്ട് ഇല്ല എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വിഷയമല്ല. പക്ഷേ നമ്മൾ ഫുൾ ടൈം പ്രിപ്പയർഡ് ആണ്. നമുക്ക് പറഞ്ഞാൽ മുട്ടയും തുറക്കപ്പെടുന്ന പറഞ്ഞാൽ പോയി അന്വേഷിക്കുക, ഇല്ലെങ്കിൽ ഇല്ല. അത് നമുക്ക് പറയാൻ പറ്റില്ല എവിടെ നിന്ന് കിട്ടാന്നുള്ളത്. അങ്ങനെ പോയി ചോദിച്ചു. അപ്പോൾ അവരെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒന്നും പ്രൊഫൈൽ ഉണ്ട് അവർക്ക് ഇവിടെ നിന്ന് മനസ്സിലാവണല്ലോ. അപ്പോൾ അദ്ദേഹം എനിക്ക് തോന്നുന്നതിന് മുന്നേ എന്തോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്തൊക്കെ വർക്ക് ചെയ്ത് പരിചയമുള്ള ഫ്ലോറും ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലൊരു സെൻറ്റർ മാനേജർ ഓപ്പണിംഗ് ഉണ്ട്, തനിക്ക് താല്പര്യമുണ്ടോ? അപ്പോൾ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എനിക്ക് ഒന്നും അറിയില്ല, എന്താണ് സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഇത് എന്താണെന്നോ ഇത് എന്തോ പഠിപ്പിക്കുക. അപ്പോൾ എൻ്റെ വിചാരം ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോഷോപ്പും അങ്ങനെ പഠിപ്പിക്കുന്ന അങ്ങനെയൊക്കെയാണ്. ഇതിലേക്ക് കയറിയ വല്ല കാര്യമുണ്ടോ? പക്ഷെ എന്നാലും പോകണം. ആലുവയിലും മെട്രോൻ്റെ ഒക്കെ വർക്ക് എടുക്കുക നമ്മുടെ എറണാകുളത്തൊക്കെ. നേരെ ചെല്ലുന്നു, അദ്ദേഹത്തെ കാണുന്നു, സംസാരിച്ചു. അങ്ങനെ എനിക്ക് ആദ്യമായിട്ടൊരു ഇതിലേക്ക് ഞാൻ കാല് വയ്ക്കുന്നത് ഈ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അത് കേരളത്തിലെ
സോഫ്റ്റ്വെയർ ട്രെയിനിങ് എന്ന സംഭവത്തിലേക്ക് ഞാൻ അന്ന് 2016 ആദ്യമായി കാല് വെക്കുന്നത്. ഇന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും, ലൂമിനാർ എന്ന് ഞാൻ അത്ര നമ്പർ 1 എന്നോ ബെസ്റ്റ് എന്നോ ഒന്നും പറയുന്നില്ല, പക്ഷെ അറിയപ്പെടുന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. തീർച്ചയായിട്ടും. അതിൻ്റെ ഒരു തുടക്കം എനിക്ക് 2016 അവിടുന്നാണ്. അന്ന് അവിടെ ഞാൻ തുടങ്ങി. അവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. നമ്മൾ ഒരു സംഭവം ഇങ്ങനെ നടത്തണമെന്നും, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ കോഴ്സസ് കൊണ്ടുവരണം, എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരണം, എന്തെല്ലാം സൗകര്യങ്ങൾ ഇന്ന് കുട്ടികൾ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിനെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ബാംഗ്ലൂരിലുള്ള കോഴ്സസുമായിട്ട് അലൈൻ ചെയ്തു. അല്ലെങ്കിൽ ബാംഗ്ലൂർ നമ്മുടെ കേരളത്തിലേക്കൊന്നും ആ കോഴ്സുകളൊന്നും അന്ന് വന്നിട്ടുണ്ടായില്ല. ഇപ്പം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഞങ്ങൾ 2019 AI തുടങ്ങുമ്പോൾ ഇവിടെ ബിഗ് ഡാറ്റ കോഴ്സസ് ഉണ്ടായിരുന്നു ഒന്ന്, പക്ഷെ AI ഒന്നും ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അങ്ങനെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അന്ന് അത്രമാത്രം. അല്ലേ, എനിക്ക് വളരെ റീസെന്റ് ആണ് പക്ഷെ ഞങ്ങൾ 2019 തൊട്ട് AI സ്റ്റാർട്ട് ചെയ്തതാണ്. കാരണം ഞങ്ങൾ അന്ന് ചെയ്തിരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് പഠിപ്പിച്ചിരുന്നു. അതായത് ഓൾറെഡി ഈ ഫീൽഡിൽ കോഴ്സ് എന്ന് പറയുമ്പോൾ അത് പല സെഗ്മെന്റ് ആണ്. ഇപ്പോൾ നിങ്ങൾ AI കോഴ്സ് എടുക്കുകയാണെങ്കിൽ ആദ്യം നമുക്ക് പഠിക്കുന്ന ലാംഗ്വേജ് ആണ്, പിന്നെ ഡാറ്റാബേസ് വരുന്നുണ്ട്, പിന്നെ അതിൽ ലൈബ്രറീസ് വരുന്നുണ്ട്. ഇതിനൊന്നും നമുക്കൊരു എക്സ്പെർട്ടിനെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 5ാം ക്ലാസ്സിലെ മാത്സ് പഠിപ്പിക്കാനായിട്ട് നമുക്ക് UC കോളേജിലെ പ്രൊഫസറെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. പക്ഷെ ആ സെഗ്മെന്റ് എത്തുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് ആൾക്കാരെ കൊണ്ടുവരും. ഇപ്പോഴും നമ്മുടെ കോഴ്സസ് മിക്കതും ഞങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുന്നത്. ഒരു എല്ലാം എക്സ്പെർട്ട് ട്രെയിനേഴ്സാണ്. ഇപ്പം ഞങ്ങളുടെ AI ഹെഡ് ചെയ്യുന്നത് PhD ഉള്ള ഒരു ലേഡിയാണ്, ഡോക്ടർ പ്രജീഷ. അവരാണ് ഞങ്ങളുടെ AI ടീം ഹെഡ് ചെയ്യുന്നത്. അത്രമാത്രം അപ്ഡേറ്റ് ആണ് ലൂമിനാർ. ഈ വഴിയേരിന്ന ജോലി കിട്ടിയെന്ന് പറഞ്ഞു. അതെ. അപ്പൊ ഈ വഴിയേരിന്ന് അതൊരു വിധിയുടെ വിളയാട്ടായിട്ട് ഇപ്പൊ തോന്നുന്നുണ്ട്. അതായത് ഇപ്പൊ ഇത്രത്തോളം ഒരു അന്ന് അതിലും വലിയ രസമായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അന്ന് ആ കൺസൾട്ടൻസിൽ അതൊരു ഫീസ് അടയ്ക്കണം. ഇവിടെ ജോലി കയറാൻ തുടക്കം ഒരു നമ്മളൊന്ന് കയ്യിൽ ക്യാഷ് അല്ല, മറ്റേ CDBS ക്യാപ്റ്റൻ രാജു പറഞ്ഞല്ലേ ക്രെഡിറ്റ് കാർഡ് എടുക്കും. എല്ലാം ക്രെഡിറ്റ് കാർഡിലാണല്ലേ കളികൾ. ബാംഗ്ലൂർ ജോലിയാണ് ഏതൊരുത്തോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. അവന്മാർ മൊത്തം എല്ലാവരും കളിക്കുന്ന ക്രെഡിറ്റ് കാർഡ്, ഒരു കാർഡ്, ആ കാർഡ്, മറ്റേ കാർഡ്, അങ്ങനെയാണ് നമ്മുടെ കളികൾ. അപ്പോൾ അങ്ങനെ ഞാൻ വൈഫിനെ വിളിച്ച് പറഞ്ഞു. അവളുടെ അക്കൗണ്ടിൽ നിന്ന് എല്ലാവരും അക്കൗണ്ട് അന്ന് ഗൂഗിൾ പേ ഓപ്ഷൻ ഇല്ലല്ലോ. ഇല്ല ഡിജിറ്റൽ കുറച്ച് ഒരു 5-8 കൊല്ലമായിട്ടേ ഉള്ളൂ ഈ GPay. അങ്ങനെ അവളെ 2000 രൂപ തന്ന് ഞാൻ അവിടെ കൊണ്ടുപോയി കൊടുത്ത് അങ്ങനെ ഓപ്പണിംഗിലേക്ക് നമ്മൾ രജിസ്റ്റർ ചെയ്ത് ഓപ്പണിംഗ് പറഞ്ഞു പോയി. നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല അല്ലേ. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പല സന്തോഷങ്ങളുണ്ടാവും, പക്ഷേ നമുക്കൊരു കുട്ടി ഉണ്ടാവുമെന്ന് അറിയണം, അങ്ങനെ പല സന്തോഷം ഉണ്ടാവും. പക്ഷേ ഞാൻ ഭയങ്കര സന്തോഷ ദിവസമാണ്. ഞാൻ ഇൻ്റർവ്യൂവിന് പുറത്തുകൊണ്ട് പറഞ്ഞ ഒരു ഡയലോഗ് ഇന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഇതിന് മുന്നൊരു ടേണിംഗ് പോയിന്റ് ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ടീനെ വിളിച്ച് പറഞ്ഞത് 35,000 ശമ്പളം തരാമെന്ന് പറഞ്ഞു. എനിക്കത് ഭയങ്കര വലിയ എമൗണ്ട് ആയിരുന്നു തന്നത്, 35,000 രൂപ. അതായത് ഇവന്തോ ഞാൻ 60,000 രൂപ ശമ്പളത്തിന് വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് 80,000 ഒക്കെ ഞാൻ സാലറി വാങ്ങിയ മാസങ്ങളുടെ ഇൻസെൻറ്റീവ് കിടക്കും ബാംഗ്ലൂരിൽ. പക്ഷെ അന്ന് ആ 30,000 കേൾക്കുമ്പോൾ അറിയോ, ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്കാണ് ഞാൻ. ഫ്രഷ് സ്റ്റാർട്ട് എന്നാണ് പറയാം അല്ലേ. എക്സാക്ട്ലി ഫ്രഷ് സ്റ്റാർട്ടായിരുന്നു. അതായത് നമുക്ക് പറയാം ചില സമയത്ത് നമുക്കൊന്ന് പൊങ്ങണമെങ്കിൽ ഒന്ന് താഴണം. തീർച്ചയായിട്ടും. അന്നാ ഞാൻ തോന്നുന്നു എനിക്ക് 30,000 കിട്ടും, നിനക്ക് 10,000, 50,000 നമുക്ക് ലോൺ അടയ്ക്കാം. എന്നാലും നമുക്ക് എങ്ങനെ ഒപ്പിച്ചെടുക്കാവുന്ന. പിന്നെ പറഞ്ഞു കൂടെ നന്നായി വർക്ക് ചെയ്ത ഒരു ഇൻസെൻറ്റീവും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് എങ്ങനെയും, അതായത് ഒന്നാലോചിച്ച് നമ്മൾ ഇത്ര നാൾ വർക്ക് ചെയ്തിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഒരു ജോലിയിലെ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. അതിൽ ആളൊന്നും ചോദിച്ചുകൊണ്ടിരിക്കില്ല, ഒന്നും അതിലൊന്നും ചോദിച്ചുകൊണ്ടിരിക്കും. അതൊരു ഭയങ്കര ഇപ്പോഴും ഈ ഫ്രഷ് ആയിട്ട് പഠിച്ച കുട്ടികളുണ്ടല്ലോ, ഇവർ പറഞ്ഞ പോലെ തന്നെ മിക്കവരും ജോലി ആയില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു പൈസ ചെയ്യുന്നൊരു പ്രശ്നമാണ് ജോലിയായില്ലേ. ഇവൻ ഞാനും ഇതൊക്കെ പണ്ട് നമ്മൾ പഠിച്ചത് അത്ര നാൾ വർക്ക് ചെയ്തിട്ട് പെട്ടെന്ന് ഒരു ദിവസം സുപ്രഭാതത്തില് അങ്ങനെ വന്നു കഴിയുമ്പോൾ ഭയങ്കര പ്രഷർ അല്ലേ. അതെ. പിന്നെ അവിടെ ഞാൻ കുറച്ചാൾ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴേക്കും ഒരു 2017 കുറച്ചൊക്കെ ഞാൻ വർക്ക് ചെയ്തു അവിടെ. അത് കഴിഞ്ഞ് ഞങ്ങൾ പയ്യെ ഇടയ്ക്ക് വെച്ച് സ്വന്തമായി തുടങ്ങിയാൽ ചിന്തയൊക്കെ വന്നിരുന്നു. പക്ഷെ അപ്പോൾ നമ്മൾ ആയിട്ടില്ല, മനസ്സിലായി. അത്രയും വളർന്നിട്ടില്ല, സാമ്പത്തികമായിട്ടും നമ്മളൊരു സ്റ്റേബിൾ ആയിട്ടില്ല. അത് ഞാൻ പിന്നെ വേറെ ബാക്കപ്പ് എന്ന് പറഞ്ഞ ഒരു സാധനം ഇല്ല അല്ലേ. ബാക്കപ്പ് ഇപ്പം കുറച്ചാളായിട്ട് ഉണ്ടായുള്ളൂ. പണ്ട് ബാക്കപ്പ് ആയിട്ടുള്ളത് കൂടി കടം ലോണും ക്രെഡിറ്റ് കാർഡും മാത്രമേ ഉള്ളൂ. ലയബിലിറ്റി എന്ന് പറയേണ്ടി വരും. അതായത് ഒരു കടത്തിൽ നിന്നും വേറെ കടത്തിലേക്ക് നമ്മൾ പറഞ്ഞ പോലെ 2 ലക്ഷത്തിന് 2 ലോൺ ഉണ്ടാവും. അപ്പോൾ 5 ലക്ഷം ക്ലബ് ചെയ്ത് അടുത്ത ലോൺ എടുക്കുന്നു. റോളിംഗ് ആണ്. കാരണം ഞാൻ പറഞ്ഞു, ഞാൻ 25 വയസ്സിൽ കല്യാണം കഴിച്ചാണ്. അപ്പം അങ്ങോട്ടുള്ള നമ്മൾ പല കാലം ഇങ്ങനെ റോൾ ചെയ്ത് പോയിക്കൊണ്ടിരുന്നേ. സോ ഇവിടെ അന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ടൊരു കാറൊക്കെ വന്നൊക്കെ ഭയങ്കര ഒരു മനസ്സിൽ ഒരു ഫാമിലി ആണ് ഓൾറെഡി ആ സമയത്ത്. പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് എന്തെങ്കിലും എവിടെയെങ്കിലും പോകണമെങ്കിൽ ലഹരപ്പെടുത്തം, അങ്ങനെ ഓരോ കാര്യങ്ങൾ. ഇതൊക്കെ കഴിഞ്ഞ് പറഞ്ഞാൽ ലൈക്ക് അങ്ങനെ പിന്നെ വേറെ സ്ഥലത്ത് വർക്ക് ചെയ്ത് കുറച്ചാൾ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് കുറേ നന്നായി കാര്യങ്ങൾ പഠിച്ചെടുത്തു. അങ്ങനെ 2018 ഇപ്പം എൻ്റെ കറണ്ട് പാർട്ട്നേഴ്സായിട്ടുള്ള രതീഷ് സൂരജ്, ഇപ്പം നമ്മൾ ഒഫീഷ്യലി പാർട്ട്നേഴ്സൊക്കെ പറയും. പക്ഷെ ഞങ്ങളൊക്കെ ഞാൻ രതീഷൊക്കെ നഴ്സറി തൊട്ട് ഒരുമിച്ച് പഠിക്കുന്നവരാണ്. ഇത് ഈ നമ്മൾ അംഗനവാടിയിലുണ്ട്. എൻ്റെ ഫോട്ടോ ഇപ്പോഴും ഉണ്ട്. ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്ന പണ്ട് തൊട്ട് ഞങ്ങൾ രാശിക്ക് കളിക്കാനും ക്രിക്കറ്റ് കളിക്കാനൊക്കെ ഉള്ളവരാണ്. ഈ ചെറുപ്പത്തിലുള്ള ഈ നമ്മൾ ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ കൂടി തന്നെ നമ്മൾ ചെറുപ്പത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ നമുക്കൊരു ചായക്കട തുടങ്ങിയ ആ ഒരു അങ്ങനെയൊക്കെ ഒരു ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ സ്വന്തമായിട്ടൊരു സംരംഭം ആരംഭിക്കണം ഒന്നും അത്ര ചിന്തിച്ചിട്ടൊന്നുമില്ല. വലിയ ഇടയ്ക്ക് ഞാൻ സത്യം പറഞ്ഞ ഇതിനു മുന്നൊക്കെ വേറെ ചെയ്തിട്ട് ഫെയിൽ ചെയ്യണ്ട കേട്ടോ. ഞാൻ മറ്റേ സദർലാൻഡിൽ മറ്റേ
ക്യാബൊക്കെ സപ്ലൈ നോക്കിയിട്ടുണ്ട്. ഒരിക്കലും ടാക്സിക്കാർക്ക് എടുത്ത് കൊടുത്ത് അതൊക്കെ 8 നില പൊട്ടി. ഒരു സൈഡ് ഇൻകം കണ്ടെത്താനായിട്ട് അന്ന് നോക്കിയിരുന്നു. 8 നില പൊട്ടിയിട്ടുണ്ട്. എന്നെ പറ്റിയൊക്കെ ഏറ്റവും കൂടുതൽ പറഞ്ഞിരുന്നത് എന്താ അറിയോ, ഇവനെ കൊണ്ടൊന്നും ബിസിനസ് നടക്കില്ല. അത് നേരിട്ടും അല്ലാണ്ട് ഇവരോട് ഇവർ പറഞ്ഞിട്ട് എന്താ അറിയോ, ഒന്നാമത്തെ കാര്യം നമ്മൾ ഭയങ്കര ഒരു സോഫ്റ്റ് ആയിട്ടുള്ള മനുഷ്യനാണ്, പെട്ടെന്ന് ഇമോഷണലി അറ്റാച്ച്. അപ്പോൾ നിങ്ങളാണെങ്കിലും എൻ്റെ അടുത്തൊന്നും കാര്യം പറഞ്ഞാൽ എനിക്ക് വിഷമം തോന്നി ഞാൻ ചിലപ്പോൾ പൈസ എടുത്തിരും, എൻ്റെ ഇല്ലെങ്കിൽ പോലും ഞാൻ അവിടെ ഒപ്പിച്ചു തരും. അപ്പോൾ അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. അപ്പോൾ പലരും പറയും നിനക്ക് ഒന്നാമത്തെ കാര്യം എനിക്ക് ഒരാൾക്ക് പൈസ കടം കൊടുത്താൽ തിരിച്ചു ചോദിക്കാൻ അറിയില്ല. പിന്നെ നോ പറയൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ, പണ്ട് കുറച്ചാൾ തന്നെ. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര, ഒരാളെ വിഷമിപ്പിക്കൽ നമ്മളെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് അങ്ങനത്തെ ഒരു മനുഷ്യനായത് നമ്മൾ ഒരു 1000 കടം ചോദിച്ചാൽ പോലും കൊടുത്തിട്ട് തിരിച്ച് വാങ്ങാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഒരാൾ ബിസിനസ് ചെയ്യുന്നത് പൊതുവേ ആൾക്കാർ കാണുന്ന അവനെ കൊണ്ട് നടക്കില്ല. അതെ അതെ അതെ. പക്ഷെ ഞാൻ അതിനൊരു തിരുത്തിയ മനുഷ്യന്ന് പറയേണ്ടി വരും എനിക്ക്. അല്ല, അന്നും ബിസിനസ് ചെയ്യണോടെ പൊതുവെ ഒരു സമൂഹത്തിൽ തുടക്കത്തിലൊന്നും എനിക്ക് വലിയ സപ്പോർട്ടൊന്നും ആരെങ്കിലും ഉണ്ടായിട്ടൊന്നുമില്ല. ഈ പാർട്ട്നേഴ്സ് ആയിരുന്നു നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ കട്ടയ്ക്ക് കൂടെ എന്നത് വൈഫാണ്. നിങ്ങൾ ചെയ്തു ഞാൻ ഒരുപാട് പേരുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ. ഇപ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ടും അല്ലാണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്തത്. ഇപ്പം കിച്ചു എന്നൊരു പയ്യുണ്ട്, എൻ്റെ വീടിനടുത്തുള്ളതാണ്. ഇപ്പം അവന് ഉയർത്ത് ഇപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇവയിലൊക്കെ വർക്ക് ചെയ്യാണ്. ഫസ്റ്റ് ഞാനും അവനും കൂടെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തിരുന്നത്. എന്നാൽ അവനുള്ള പൈസയും കൊടുത്തിട്ടാണോ. പക്ഷേ ഇന്ന് ലൂമിനാറിൻ്റെ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും ഞാൻ അവനെ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ രണ്ടുകൊണ്ട് ഒരു ലാപ്ടോപ്പും വെച്ച് ഈ പറഞ്ഞ പോലെ അതിൽ നിന്നാണ് ഈ ഗൂഗിൾ ആഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അത് സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് ഇതിന് ഒരു സഹായം. ആദ്യമേ തൊട്ട് സോഷ്യൽ മീഡിയ നമ്മൾ ശരിക്കും ഫോക്കസ് ചെയ്തിരുന്നത്. ഇപ്പോൾ തുടങ്ങിയ സമയത്ത് നമ്മൾക്ക് അത്രമാത്രം പൈസയൊന്നും സ്പെൻഡ് ചെയ്യേണ്ടായിരുന്നില്ല. ആദ്യ കാലത്തെ പൈസ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പച്ച കളർ മഞ്ഞ കളർ പേപ്പറിൽ ഡാറ്റ സയൻസ് കോഴ്സസ് എന്നൊക്കെ അടിച്ചുകൊണ്ട് പാലാരിവട്ടം അങ്ങനെ ഇടപ്പള്ളി അവിടെയൊക്കെ ഒട്ടിക്കലായിരുന്നു രാത്രി ചെയ്തിരുന്നത്. പോസ്റ്റർ ഒട്ടിക്കൽ അത് നമ്മുടെ പാലാരിവട്ടത്തെ ശ്രീനാരായണ പ്രതിമയുടെ അവിടെ നിന്ന് നടന്നതിന് വഴിയില്ലേ, അവിടെയൊക്കെ ഞങ്ങൾ ഫുള്ള് ഇങ്ങനെ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്. എങ്ങനെ ഇപ്പം ഞങ്ങളുടെ പരസ്യം ഉണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾ ആ വഴി മൊത്തം ഞങ്ങളുടെ KCBയുടെ പോസ്റ്ററൊക്കെയാണോ? KCBയുടെ പോസ്റ്റർ നമുക്ക് അവിടെ കുറേ വഴിയിലും മതിൽ പോലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഞങ്ങൾ അങ്ങനെയല്ല. ഇപ്പം ഞങ്ങളത് കൊട്ടേഷൻ എടുത്ത് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ കളമശ്ശേരിയിൽ ഞങ്ങളുടെ പരസ്യമുണ്ട്. നിങ്ങൾ ആലുവ പോകണമെങ്കിൽ ആലുവ ഭാഗത്ത് തൊട്ട് നോക്കോ ഞങ്ങളുടെ പരസ്യമുണ്ട്. പാലഘട്ടത്തിൽ ഞങ്ങളുടെ 2 ബോർഡുണ്ട്. ഹോൾഡിംഗ്സിലേക്ക് ലുലു മാളിൽ ഞങ്ങളുടെ പരസ്യമുണ്ട്. കുറേ ഉണ്ട്. പിന്നെ കോഴിക്കോടുണ്ട്. അതായത് ഈ റോഡ് സൈഡിൽ എവിടെ കൊട്ടിച്ചിട്ടുണ്ട് അവിടെയൊക്കെ നമ്മൾ പാലഘട്ടത്തിൽ ബോർഡ് വെക്കണമെന്ന് മനസ്സുകൊണ്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ പണ്ട് കുറേയാണ് അവിടെ പോസ്റ്റർ വെച്ച്. പാലഘട്ടം ഒരു ഹബ്ബാണല്ലോ. അതെ അതെ അതെ, തീർച്ചയായിട്ടും. ഈ പാർട്ട്നേഴ്സിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ ആ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞു. അവിടെ നിന്ന് പിന്നെ എങ്ങനെ ഈ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് വരാനായിട്ടുള്ളൊരു, അതായത് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ എപ്പോഴും കാണുന്ന ആൾക്കാരാണ്. ആ സമയത്ത് നമുക്ക് വെള്ളപ്പൊക്കമൊക്കെ വന്നിരുന്നല്ലോ. അപ്പോൾ ആ സമയത്ത് അത് കഴിഞ്ഞ് ഇങ്ങനെ നമ്മൾ ചർച്ചകളും വർത്തമാനങ്ങളൊക്കെ വരുമ്പോൾ ഇപ്പം രതീഷ് ഓൾറെഡി ചെറിയ രീതിയിൽ ബിസിനസ്സിൽ ചെയ്യുന്ന ആളായിരുന്നു. ഇപ്പം അദ്ദേഹത്തിന് 2 ഐഷർ വണ്ടി ഉണ്ടായിരുന്നു. അതിൽ ഈ ഫീൽഡിൽ തന്നെ ഉള്ളവരാണോ അവർ? അതായത് അല്ല രതീഷ് റിയൽ എസ്റ്റേറ്റ് ആൻഡ് ഒരു ട്രാൻസ്പോർട്ടേഷൻ അങ്ങനെ അവന് 2 ലോറി ഈ ഐഷർ ലോറി ഉണ്ടായിരുന്നു. സൂരജ് കുറച്ചാൾ ഗൾഫിലായിരുന്നു. പിന്നെ അവിടെ നിന്നിട്ട് വേറൊരു കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു. അത് എന്തിനാ എനിക്ക് അറിയാൻ ഓർമ്മയില്ല. പക്ഷെ ആ സമയത്ത് ഞങ്ങളുടെ ഒരു സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഞാൻ ഇതിന് മുന്നേ ഇടയ്ക്കിടയ്ക്ക് ഇവരോടൊക്കെ പറയുമായിരുന്നു എനിക്കിങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്, ബിസിനസ് പ്ലാൻ ഉണ്ട്. പക്ഷെ അപ്പോൾ അതിനെ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നത് കൃത്യമായിട്ട് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ഇരിക്കുന്നു, എനിക്ക് ഒരു അഡ്മിഷൻ്റെ കോൾ വരുന്നു. ഞാൻ അഡ്മിഷൻ എടുക്കുന്നു. അപ്പോൾ ഇവർ ഈ കോളൊക്കെ കേൾക്കണം എൻ്റെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ വേറെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പലയിടത്തൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഓരോരോ കാര്യങ്ങൾക്ക് ഈ AC കംപ്ലയിൻറ്റ് അല്ലെങ്കിൽ ഡോർ കംപ്ലയിൻ്റ് ഒക്കെ വരുമ്പോൾ എനിക്കിവിടെ ആരെ കോൺടാക്ട് ചെയ്യുന്ന അറിയത്തില്ല. ഞാനാണല്ലോ അന്ന് ആ സെൻറ്റർ നടത്തുന്നത്. ഞാനൊക്കെ ഈ രതീഷിനെ വിളിക്കണേ, അന്നും നമുക്ക് ചില കാര്യങ്ങളൊക്കെ വേണ്ടി ഞാനും സൂര്യനും കൂടിയൊക്കെ ചേർന്ന് ചില വേറൊരു കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. ഈ കമ്പ്യൂട്ടറിൻ്റെ ബേസായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. സിസ്റ്റത്തിൻ്റെ ഒക്കെ പരിപാടികളൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ രീതിയിൽ കണക്ഷൻ ഉണ്ട്. അതിന് ആളുകൾ നമ്മൾ കൂടി ഇപ്പോൾ ഒരു 500 രൂപ 1000 രൂപ ലാഭം കിട്ടുന്ന പരിപാടികൾ ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ രതീഷിൻ്റെ വായന ചോദ്യം വേണേ, നിനക്കിത് എന്തുകൊണ്ട് സ്വന്തമായി ചെയ്തുകൂടാ? അവിടെയാണ് അല്ലേ അത് ഭയങ്കര പോയിന്റ് ആയിരുന്നു. 2018 ചോദ്യം വരുന്നത്. ഞാൻ പറഞ്ഞാൽ എനിക്ക് സ്വന്തമായി ചെയ്യാന്ന് വെച്ചാൽ നീ ചിന്തിക്കുന്നുണ്ടല്ലോ, ഇത് ഒരുപാട് പൈസ വേണം. ഈ ഒരു റൂം ഉണ്ടാക്കണം, ജിപ്സം വാൾ വേണം, പ്രൊജക്ടർ വേണം, കമ്പ്യൂട്ടർ വേണം, നെറ്റ്വർക്ക് വേണം, അത് വേണം, സ്പേസ് ഉണ്ടാക്കാൻ. അപ്പോൾ അവൻ പറഞ്ഞു ഇതൊക്കെ നമ്മുടെ ആൾക്കാരുണ്ടെന്ന് പറയാം. അതായത് നമുക്ക് പറയല്ലേ നമുക്കൊരു ധൈര്യം കിട്ടിയത് പല കാര്യങ്ങളും ഒരാൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ നിനക്ക് ഇതൊക്കെ അറിയോ, നമുക്ക് ചെയ്യാനൊക്കെ നമ്മുടെ ആൾക്കാരുണ്ടൊക്കെ തപ്പേ കിട്ടുന്ന ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ ഒരു ഇൻഫ്ര നിങ്ങൾ ഉണ്ടാക്കി തന്നാൽ കച്ചവടം ഞാൻ ചെയ്തോളാം. ഓക്കെ, ആ ഒരു കോൺഫിഡൻസ് അവർക്കും കൊടുത്തു. അത് എനിക്ക് എൻ്റെ ഒരു എന്താ പറയുക സംസാരത്തിലും കാര്യങ്ങളിലും എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. നമുക്ക് കച്ചവടം നടത്താം, ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം, വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട. അപ്പോൾ ഇതിൻ്റെ ഈ പ്രോസസ്സ് നടക്കുമ്പോൾ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വേറെ സ്ഥലത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോഴൊന്നും നമുക്ക് അവിടെ നിന്ന് ഇറങ്ങണം എന്നൊന്നും ചിന്തയൊന്നുമില്ല.
സെയിം ഫീൽഡ് തന്നെ, എഡ്യൂക്കേഷൻ ഫീൽഡ്. സെയിം ഫീൽഡ് തന്നെ. അപ്പോഴേക്കും കുറച്ചും കൂടി അപ്പോഴും നമ്മൾ പറഞ്ഞില്ലേ നമുക്ക് നമ്മുടെ മനസ്സിൽ ഒരുപാട് ഐഡിയാസും ആശയങ്ങളുണ്ടാവും. പക്ഷെ നമുക്കത് ഒരാളുടെ അടിയിൽ നിൽക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ലിമിറ്റേഷൻസ് ഉണ്ട് അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട്. നമുക്ക് അപ്രൂവൽസ് വേണം, ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഞങ്ങളുടെ ഓഫീസിൽ എന്ന് വെച്ചാൽ പല കാര്യങ്ങൾക്കും നമ്മൾ സ്ട്രെയിറ്റ് ഈ അടുത്ത് ഞങ്ങളൊരു ട്രെയിനർ ലിങ്ക്ഡിൽ എഴുതിയിരുന്നു. അവന് 1 year ആയി, അപ്പോൾ ഹൈക്ക് വേണമെന്നേ. അപ്പോൾ അവൻ അവൻ ലിങ്ക്ഡിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നതാണ്, ശ്രീത്ത് എന്ന പേര്. സാറിന് മെസ്സേജ് അയച്ചു, സാർ റിപ്ലൈ ചെയ്ത് സെറ്റാക്കാന്ന്. നെക്സ്റ്റ് മന്ത് സാലറി അറിയപ്പോൾ അതിൻ്റെ അതായത് ചുവപ്പ് നാടുകളും ഫയലുകളൊന്നും ഇവിടെ ഉണ്ടായില്ല സ്ട്രേറ്റ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ അന്ന് നമ്മളങ്ങനെ ചെയ്താലോ എന്നൊരു ചിന്ത വന്നു. സ്വന്തമായിട്ട് നമുക്ക് കുറച്ചുകൂടി നമ്മുടെ രീതിയിൽ ചെയ്യാം. അങ്ങനെ ഒരുപാട് ഞങ്ങളുടെ ഇവിടെ തന്നെ ഒരുപാട് 100ഓളം സ്റ്റാഫ് ഉണ്ട്. അവർക്ക് ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ റെഡിയാണ്, നിങ്ങൾ മുന്നോട്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാന്ന് പറയാറുള്ളൂ. അപ്പോൾ അന്ന് ഈ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളങ്ങനെ തുടങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ ചെറിയൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി. പക്ഷെ അതന്ന് ഗ്രൂപ്പ് ഉണ്ടാക്കി ഞാൻ കരുതി പിന്നെ ഒന്നും ഉണ്ടാവില്ല, ഫോളോ അപ്പ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെ രതീഷ് പിന്നെ എന്നെ കാണാൻ വന്നു, സംസാരിച്ചു. അപ്പോൾ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഉള്ള ഒരു ഇൻകം വിട്ടിട്ട് ഇറങ്ങൽ ഭയങ്കര ഡേഞ്ചർ പരിപാടിയാണ്. കാരണം അറിയാലോ, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ജോലി കൊണ്ട് നടന്നാൽ ഒരു ജോലി കയറി പറ്റിയായി. ഇനി അതിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പക്ഷേ എനിക്ക് അതിൻ്റെ ഇടയിൽ എനിക്ക് എൻ്റെ സ്കില്ലിൽ കുറച്ച് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കാരണം എന്നെ അതിൻ്റെ ഇടയ്ക്ക് 1-2 വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കോൺടാക്ട് ചെയ്തിരുന്നു. അവരവിടേക്ക് വരാമോ എന്ന് ചോദിച്ചുകൊണ്ട്. എക്സാക്ട്ലി പറഞ്ഞാൽ വെള്ളപ്പൊക്കം വന്നേരം തലേദിവസമൊക്കെ ഞാൻ ഇൻ്റർവ്യൂ ഉണ്ട് വൈറ്റിലൊക്കെ. അപ്പോൾ ഇവർക്ക് എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു. നിങ്ങൾ അതേസമയം എന്നെ റിജക്ട് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് കേട്ടോ. ചില ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നെ റിജക്ട് ചെയ്തിട്ടുണ്ട്. അവിടേക്ക് ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ആൾക്കാർ എടുക്കാൻ നോക്കുന്നുണ്ട്. അതെ അതെ. പിന്നെ അതെ നിന്നെ കൊണ്ടൊന്നും കഴിവില്ലെന്ന് പറഞ്ഞ കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞ് ഈ പറഞ്ഞ രതീഷ് വന്നു. പിന്നെ ഞങ്ങൾ അവനൊരു ബ്രോക്കറെ കൊണ്ടുവന്നു. അപ്പോഴും രതീഷ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രോക്കറോട് രതീഷ് പാർട്ട്ണറാന്ന് പറഞ്ഞില്ല. ഈസ് മൈ ബ്രോക്കർ. അവൻ എൻ്റെ ബ്രോക്കറും അദ്ദേഹം ഈ ബിൽഡറുടെ ബ്രോക്കർ. അപ്പോൾ നമുക്ക് 1 സൈഡൊക്കെ ഞങ്ങൾ എങ്ങനെയൊക്കെ പൈസ സേവ് ചെയ്യാനായി നോക്കിക്കൊണ്ടിരുന്നു. ബ്രോക്കർ ഫീസ് ഒഴിവാക്കാനൊക്കെ ആയിട്ടുള്ള രീതിയിൽ. അതായത് അങ്ങനെ ഞങ്ങൾ കുറേ സ്ഥലങ്ങൾ നോക്കി. ഒന്നൊന്നും അങ്ങോട്ട് ഒത്തില്ല ആദ്യം. പിന്നെ അയാൾ ആ ബ്രോക്കർ ഒരുപാട് നിർബന്ധം പിടിച്ച് ഞങ്ങളൊരു സ്ഥലം കൊണ്ടേ കാണിച്ചു. അപ്പോഴും അത് ലുമിനാൻ്റെ ഫസ്റ്റ് ഓഫീസ് 2,40,000 അഡ്വാൻസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ നമ്മൾ സ്ട്രേറ്റ് എക്സ് മാർക്ക് ചെയ്തു. നടപടി ആവില്ല. പൈസ കയ്യിൽ 1000 രൂപ എടുക്കാനത്തും കൂടി 2 ലക്ഷം രൂപ കൊടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. അത് കഴിഞ്ഞ് അങ്ങനെ ആ ബ്രോക്കർ പിന്നെയും വിട്ടില്ല. പിന്നെ അയാൾ ഞങ്ങൾ പിന്നെയും എൻ്റെ ഇടയിൽ കുറേ ചർച്ചകളുണ്ട്. ഞാൻ മുഴുവൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ബ്രോക്കറാണ് അപ്പോൾ പിടിച്ചു വലിച്ചോണ്ടിരുന്നത്. ബ്രോക്കർ പിന്നെയും പുഷ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ എനിക്കെന്ന് വെച്ചാൽ മാനസികമായിട്ട് സ്ഥലം ഭയങ്കര ഇഷ്ടമായി. കാരണം നല്ലൊരു ക്ലാസ് റൂമൊക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എല്ലാം നല്ല സ്പേഷ്യസ് ഉണ്ട്, വാഷ്റൂംസ് ഉണ്ട്, മാനേജർ ക്യാബിനൊക്കെ ഉണ്ടായിരുന്നു. ബ്രോക്കർ ഈ ബിൽഡിംഗ് ഓണറെ ഞങ്ങളെ മീറ്റ് ചെയ്യിക്കുന്നു. അദ്ദേഹത്തിന് ഒരു അഡ്വക്കേറ്റ് കുര്യൻ വെല്ലമറ്റം രേപുരത്താണ്. സോ ഞാൻ എപ്പോഴും ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ടൊരു മനുഷ്യനാണ്. അദ്ദേഹം നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു. ഈ ഒരു സംഭാഷണമൊക്കെ എങ്ങനെ ഇതിലേക്ക് കടന്നു പോണത്? അതായത് ഞങ്ങൾക്ക് ഒരു ഒന്നുമില്ല സത്യമായിട്ട്. അപ്പം അത് ഈ ദൈവത്തിൻ്റെ ഒരു ഞങ്ങൾ ഇദ്ദേഹത്തിനെ കാണാൻ പോകുന്നു. അപ്പോൾ ചെല്ലുന്നു. അങ്ങനെ പുള്ളി പറഞ്ഞു, ആദ്യം അറിയാലോ നേരെ പോയിട്ട് സാർ പൈസ എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും നീ ഇതിന് ഇറങ്ങേണ്ടതല്ലേ പറയത്തുള്ളൂ പലരും. കാരണം അദ്ദേഹത്തിന് ഒരു സ്ഥലം വാടകയ്ക്ക് കൊടുത്തിട്ട് വാടക കിട്ടില്ലെങ്കിൽ കാര്യമില്ലല്ലോ. അപ്പം അങ്ങനെ ഞങ്ങൾ കുറച്ചേരം സംസാരിച്ചു. ഞാൻ എൻ്റെ ഐഡിയാസ് പറഞ്ഞു, എൻ്റെ വിഷൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പറഞ്ഞു നീ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു. അതെനിക്ക് ഭയങ്കര കിട്ടിയൊരു പവറായിരുന്നു. അങ്ങനെ അഡ്വാൻസ് അദ്ദേഹം 3 മാസമാക്കി ചുരുക്കി തന്നു. 6 മാസത്തെ 3 മാസമാക്കി. അവിടെ തന്നെ ഏകദേശം ഒരു പാതി കാശിന്റെ 1,20,000 മാറി. കാരണം ഇത് നമ്മൾ ഇവന്തോ നമ്മൾ ബുക്സ് ഒക്കെ പറയുമ്പോൾ നമ്മുടെ ഒരു ഇതായിട്ടിരിക്കുമെങ്കിലും പൈസക്ക് പൈസ തന്നെ ആണല്ലോ. പിന്നെ തീർച്ചയായിട്ടും ആ സമയത്ത് അപ്പോഴും 1,20,000 കൊടുക്കാൻ വേണ്ടേ? കറക്റ്റായിട്ട് സൂരജിന് ഹോം ലോൺ പാസ്സായി. ഒരു അടുത്തൊരു പാർട്ണർ അല്ലേ? 3ാമത്തെ പാർട്ണർ ഹോം ലോൺ. അപ്പോൾ ഞങ്ങൾ ഗ്രൂപ്പിൽ ഹോം ലോണിൽ നിന്ന് ഇതെന്താ അറിയോ, ഞാൻ അന്ന് ലീവ് എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ സൂരജിന് അവൻ വർക്കിൻ്റെ കമ്പനിയിൽ നിന്ന് അങ്ങനെ ഓടി ഇറങ്ങാൻ പറ്റൂല. രതീഷ് പിന്നെ ഫ്രീലാൻസ് ആയിട്ട് കുഴപ്പം അവൻ്റെ സ്വന്തം പോലെ ഉണ്ട്, അവനെ ഇപ്പോൾ ഇറങ്ങാം. അങ്ങനെ കറക്റ്റായിട്ട് ഹോം ലോൺ പാസ്സായി. ഇപ്പോൾ പലരും പറയില്ലേ ഒക്ടോബർ 13 നമ്പർ ആർക്കും ഇഷ്ടമല്ല. ഞങ്ങൾ അഡ്വാൻസ് കൊടുത്ത് 13-ാം തീയതിയാണ്. അങ്ങനെ അദ്ദേഹത്തിന് അത് ഈ ഹോം ലോണിന്റെ എമൗണ്ട് ഒക്കെ എടുക്കാന്ന് പറഞ്ഞാല് വീട് പണിയാൻ വീട്ടിൽ എന്തോരം പ്രശ്നം ഉണ്ടാകും നമുക്ക്. ഞാൻ ചെറുതായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. മിക്കവാറും പോലെ വീട്ടിൽ നിന്ന് നല്ല കിട്ടിയിട്ടുണ്ടാവും ചിലപ്പോൾ. കാരണം ആകൂടെ കണ്ട് 10 ലക്ഷം 1 ലക്ഷം പാസ്സായത്. അതിൽ നിന്ന് 1,20,000 തരാന്ന് വെച്ച് കഴിഞ്ഞാൽ ചില്ലറ കാര്യമില്ല. പിന്നെ ഞാൻ എൻ്റെ കുറച്ച് ചിട്ടി പിടിച്ച പൈസയൊക്കെ ഉണ്ടായിരുന്നു. അതാണ് ബേസിക് ഇൻവെസ്റ്റ്മെന്റ്. അങ്ങനെ ഒരു ക്യാപിറ്റൽ എന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. അന്ന് 1,20,000 കൊടുത്തു. പിന്നെ ഇനി പണി തുടങ്ങണമല്ലോ. അടുത്ത ചടങ്ങ് പണി തുടങ്ങണം. അദ്ദേഹം പെയിന്റൊക്കെ അടിച്ച് ഇനിയും പൈസ വേണ്ടേ? വേണം. അദ്ദേഹം എന്താ വെച്ച് കഴിഞ്ഞാൽ ആരും ചെയ്തൊരു കാര്യമാണ്. ബിൽഡിംഗ് ഒക്കെ ഫുൾ പെയിന്റൊക്കെ അടിച്ചെന്ന് അവർ പെയിന്റ് അടിച്ച് പിന്നെ കമോഡ്സ് ഒക്കെ മാറ്റി ലൈക്ക് അതെല്ലാം WC മാറ്റി പുതിയത് വെച്ചു, വാഷ് ബേസിനെ പോയി. ഞാൻ ഇതുവരെ പിന്നെ ആരെയും കണ്ടിട്ടില്ല അങ്ങനെ. ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഭയങ്കര സപ്പോർട്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ലൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു മുകളിൽ. അപ്പോൾ അത് രക്ഷപ്പെട്ട് കിട്ടി.
അന്ന് എങ്ങനെയൊക്കെ പൈസ ചുരുക്കാമോ അല്ല ഒരുപാട് നിമിത്തങ്ങളുണ്ട്. നമ്മൾ ഫ്ലോർ നമുക്ക് കാർപ്പറ്റ് ചെയ്യണം. അത് ഞങ്ങളുടെ അമ്പലത്തിൽ പാടാൻ വന്നൊരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ്റെ കാർപ്പറ്റിൻ്റെ പരിപാടിയായിരുന്നു. അങ്ങനെ പുള്ളി അദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്യുന്നു. 1 രൂപ പോലും അഡ്വാൻസ് വാങ്ങാണ്ട് ഫുൾ കടത്തിൽ ക്രെഡിറ്റിലാണ് ചെയ്തത്. ഫുൾ കാർപ്പറ്റ് ഇട്ട് തന്നു. ഞങ്ങൾ പയ്യെ പൈസ കൊടുത്തെടുത്ത് കസേരകൾ എടുത്തത് എൻ്റെ അളിയൻ്റെ വല്ലത്തുള്ള സിജോ. അവൻ്റെ ഒന്ന് കസേര എടുത്തു. അന്ന് കറങ്ങുന്ന കസേരയൊന്നുമില്ല, ഇരിക്കുന്ന കസേര. അതും അവൻ്റെ അടുത്ത് ഏറ്റവും പൈസ കുറച്ച് അവൻ തന്ന് അതും കടത്തിലാണ് വാങ്ങിയത്. അതും പയ്യെ കൊടുത്തെടുത്ത് ഞങ്ങൾ തന്നെ ചുമന്ന കയറ്റിയിരുന്നത് എല്ലാം. എങ്ങനെയൊക്കെ പോയത് ഫസ്റ്റ് ക്ലാസ് റൂം ഇപ്പം എല്ലാം പ്ലൈവുഡാണ്. ഫസ്റ്റ് അന്നത്തെ ക്ലാസ് റൂം ഒരു ഇരുമ്പിൻ്റെ ഒരു ഫ്രെയിം അടിച്ച് അതിന് മുകളിൽ പ്ലൈവുഡ് ഫിക്സ് ചെയ്തതാണ്. അല്ല ശരിക്കും ഫർണിച്ചറിനൊക്കെ ഭയങ്കര നല്ല പൈസ വേണ്ടി വരില്ലേ? എത്ര പൈസ ഇപ്പോൾ തൃശ്ശൂർ ബ്രാഞ്ച് ഇപ്പോൾ ഉണ്ടാക്കിയത് ഇപ്പം എങ്ങോട്ട് 19 ലക്ഷം ഉള്ളേ. മൊത്തം ഇന്റീരിയറും എല്ലാം ഫർണിച്ചറൊക്കെ ഇതേ സാധനം ഞങ്ങൾ എമൗണ്ടും പറയത്തില്ല എത്ര ചിലവായിരുന്നു. അത് AC വാങ്ങിയത് എൻ്റെ ക്രെഡിറ്റ് കാർഡ് വെച്ച്. ക്രെഡിറ്റ് കാർഡ് അന്ന് ഫ്ലിപ്കാർട്ടിന് ക്രെഡിറ്റ് കാർഡ് ലൈഫ് അല്ലേ അന്ന് ഏറ്റവും കുറഞ്ഞ AC ആരും കേട്ടിട്ടും ഉണ്ടാവില്ല. ഫ്ലിപ്കാർട്ടിൻ്റെ തന്നെ ഓൺ ബ്രാൻഡ് ഉണ്ടായിരുന്നു മാർക്ക്. ഇപ്പോഴും അത് ഓർമ്മ ഒരു കുഴപ്പമില്ലാണ്ട്. പിന്നെ മാനേജർ ക്യാബിനിൽ ഒരു ടേബിൾ വാങ്ങിയത് പെപ്പർ ഫ്രൈന്ന്. പിന്നെ പിന്നെ കമ്പ്യൂട്ടേഴ്സ് വാങ്ങിയത് സൂരജിന്റെ ക്രെഡിറ്റ് കാർഡ് വെച്ചുകൊണ്ട് ഒരു 3-4 കമ്പ്യൂട്ടർ കടയിൽ നിന്ന് വാങ്ങി. ഇതെല്ലാം EMI കേട്ടോ. ഇത് വാങ്ങുന്നു കൺവേർട്ട് ചെയ്യുന്നു. പിന്നെ അത്യാവശ്യം ആഡ്സ് ഒക്കെ റൺ ചെയ്തത്. എനിക്കന്ന് സിറ്റി ബാങ്കിന്റെ കാർഡുണ്ട്, SBI കാർഡുണ്ട്, HDFC കാർഡുണ്ട്. 3 കാർഡിലാണ് 3 കാർഡ്. SBI എന്നാണ് എൻ്റെ അറിവ്. ഞാൻ AC വാങ്ങിയിരിക്കുന്നത്. ഓരോന്നിന്നും ഇങ്ങനെ തീർത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ആഡ്സ് ഒക്കെ റൺ ചെയ്യുന്നത് പിന്നെ SBIന്ന് 2000, 3000 അത്രയൊക്കെ. ഫേസ്ബുക്ക് ആഡ്സ് അന്ന് നിസ്സാരം. മാക്സിമം ബഡ്ജറ്റ് 20,000 രൂപയ്ക്കാണ്. ഇന്നിപ്പോൾ എങ്ങാണ്ട് ഒരു മാസം 25-30 ലക്ഷം ആഡ്സ് റൺ ചെയ്യുന്നുണ്ട്. സോ അന്ന് അങ്ങനെ തുടക്കം ഉണ്ടായിരുന്നേ. പക്ഷെ ആദ്യം ഞങ്ങളൊന്നും ശമ്പളം എടുത്തിരുന്നില്ല, സാലറി ഒന്നും അങ്ങനെ എടുത്തിരുന്നില്ല. നമ്മളെങ്ങനെ ഇതൊന്നും ഓടിച്ചു കൊണ്ടുവരണം. ദെൻ അത് കഴിഞ്ഞ് നമുക്ക് ഫസ്റ്റ് വന്ന സ്റ്റാഫ് തന്നെയാണെങ്കിലും എൻ്റെ നാട്ടിൽ നിന്നുള്ള അനൂപ് പയ്യനായിരുന്നു. അത് ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, അവർ അറ്റാക്ക് വന്ന് മരിച്ചിരുന്നു. പിന്നെ ഹെൽറ്റാന്നൊരു ലേഡി, അവരാണ് ലൈക്ക് പിന്നെ ഒരു ഫസ്റ്റ് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫായിട്ട് വന്നത്. ഇവരൊക്കെ ആയിട്ടുള്ള ബന്ധം വരുന്നത് എങ്ങനെയാണ്? അതായത് ഇപ്പോൾ അനൂപ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഈ നമ്മുടെ അങ്കമാലിയിൽ വോഡാഫോണിൻ്റെ സ്റ്റോറിൽ വർക്ക് ചെയ്യുന്നു. അവിടെ ഇറങ്ങി നിൽക്കുമ്പോൾ അപ്പോൾ നമുക്കൊരു കമ്പനി തുടങ്ങിയപ്പോൾ ഒരു ഫോൺ നമ്പർ വേണ്ടേ. ഞാൻ ഈ ഫോൺ നമ്പർ അവനെ കോൺടാക്ട് ചെയ്യണേ. അപ്പൊ അങ്ങനെ ചോദിച്ചപ്പോൾ എന്റെ നാട്ടിലെ പയ്യനല്ലേ, നാട്ടുകാരാ. പക്ഷെ ഞാൻ ഈ ഒരു 6 കൊല്ലം ബാംഗ്ലൂർ പോയതുകൊണ്ട് ഇവരൊക്കെ ഒരു വളർന്ന സമയം കണ്ടിട്ടില്ല. ഞാൻ പോകുമ്പോൾ 10ലും പ്ലസ് 2 പഠിച്ച പിള്ളേരാണ്. അപ്പൊ ഇവനെ ഞാൻ കാണുന്നു, സംസാരിക്കുന്നു. അപ്പൊ ഞാൻ നോക്കിയപ്പോ നീ ഇപ്പൊ ജോലി കഴിക്കാനല്ലേ, ഇവന്റെ ഈ സിനിമ പറഞ്ഞല്ലേ പോരുന്നതിൻ്റെ കൂടെ. പിന്നെ അവൻ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഹെൽറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര കോൺഫിഡൻസാണ്. ഞാൻ ഈ 2016 ജോലിക്ക് കയറി എന്ന് പറഞ്ഞില്ലേ, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കയറി എന്ന് പറഞ്ഞല്ലോ. അത് അന്ന് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം തരുന്നത് ഈ പഴയ ഡാറ്റാബേസ് വിളിക്കാനായിരുന്നു. പുതിയ ലീഡൊന്നും പുതിയ ആൾക്കൂടെ നശിപ്പിക്കാൻ പറ്റൂലല്ലോ ഈ പഴയ. അപ്പൊ ഞാൻ അന്നോട്ട് കാണുന്ന ഈ പേര് ഹെൽറ്റ. അപ്പൊ ഈ ഹെൽറ്റ ഒരു അത്യാവശ്യം ഒരു വ്യത്യസ്തമായ പേരാണ്. സിനിമ കേൾക്കുന്നൊരു പേരല്ല, ഇപ്പൊ ടീന അങ്ങനെയൊന്നും കേൾക്കുന്നവരല്ലോ. ഹെൽറ്റ വ്യത്യസ്ത പേരാ. അന്ന് വിളിച്ച ആളെ ഞാൻ 2018 പിന്നെ കാണുന്നത്. അതായത് ലോകനാഥ് തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ഒരാളാണ്. ഈ ജോലി സമയത്ത് കണ്ടിട്ടില്ല ഇവരെ? ഈ ഹെൽത്ത് പോയ സമയത്താണ് ഞാൻ അവിടെ ജോലിക്ക് കയറുന്നത്. ഞാൻ അവരെ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ ഞാൻ ഈ 2018 ഞാൻ പലയിടത്ത് വർക്ക് ചെയ്യുന്നല്ലോ. അവിടുത്തെ ഒരു സ്റ്റാഫിന്റെ ഫ്രണ്ടായിരുന്നു ഹെൽത്ത്. അപ്പൊ അവരാണ് ഈ ഹെൽത്തിനെ റെഫർ ചെയ്തത്. അപ്പൊ ഈ പേര് കേട്ടത് ഞാൻ പറയും ഇയാളൊന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. അവരാണ് ഈ പറഞ്ഞത് അന്ന് 3 ബസ്സൊക്കെ കയറുന്നത്. ഒരു വീട് വൈപ്പിലാണ്. വൈപ്പിൻ ടു ഹൈക്കോട്ട് ടു ആലുവല്ല കാക്കനാട്. 3 ബസ്സൊക്കെ കയറി വന്നിരുന്നത്. അന്ന് ഫ്രണ്ട് ഓഫീസിൽ ഹെൽറ്റ് ആയിരുന്നു. പക്ഷെ ഇന്നും ഞങ്ങളുടെ ഫ്രണ്ട് ഓഫീസ് ഹെൽറ്റ് തന്നെയാണ്. നമ്മുടെ ഒരു മെയിൻ അഡ്മിഷൻസിന്റെ ഒക്കെ ഒരു പില്ലർ ആള് തന്നെയാണ് ഇപ്പോഴും. അപ്പൊ പിന്നെ അനൂപ് ഉണ്ടായിരുന്നു, ഹെൽറ്റ് ഉണ്ടായിരുന്നു. അപ്പോഴേക്കും പിന്നെ ഇവരൊക്കെ കിട്ടുന്നപ്പോ ഈ ജീവിതത്തിലെ വഴികളിൽ നിന്ന് തന്നെയാണ് കിട്ടുന്നത്. നമ്മൾ ആരെയും ഈ പറഞ്ഞ ഒരു ജോബ് പോസ്റ്റ് ഇട്ടോ അല്ലെങ്കിൽ ആളാവശ്യമുണ്ടെന്ന് പരസ്യം കിട്ടിയെന്നല്ല, ഒരു റെഫറൽ വഴി വന്നാണ്. ഇപ്പോഴും ആ റിലേഷൻ കണ്ടിന്യൂ ചെയ്യുന്നു. ഇപ്പം എനിക്കാണ് ഞാൻ പറയാറുണ്ട്, ലൈക്ക് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, സോറി ഇതിലല്ല എല്ലാവർക്കും അറിയാം, കമ്പനി നവംബർ 21 ഇപ്പോൾ 7 കൊല്ലാവത്തുള്ളൂ. കമ്പനിയേക്കാളും മുന്നേ 7 കൊല്ലാവുന്ന ആളാണ്. അതായത് ഒരു വർക്ക് ആനിവേഴ്സറി ഉണ്ടല്ലോ ഹെൽറ്റൊക്കെ ആവും. കാരണം ഹെൽത്ത് ഒക്ടോബർ 1 ജോയിൻ ചെയ്ത ആളാണ്. ഒക്ടോബർ അവസാനം ജോയിൻ ചെയ്ത ആളാണ്. ഒക്ടോബർ ഒരു 15 ജോയിൻ ചെയ്ത ആളാണ്. അത് പക്ഷെ കമ്പനി രജിസ്റ്റർ ചെയ്തത് കമ്പനി ഇതൊക്കെ ആവുന്നത് പിന്നെയാണ്. അപ്പോൾ ഹെൽത്ത് മിക്കവാറും കമ്പനിയേക്കാൾ 1 മാസം മുന്നേ ഹെൽത്തയുടെ ആനിവേഴ്സറിയും. അങ്ങനെ അവരന്ന് വീട്ടിലിരുന്ന്, കാരണം നമ്മൾ എഗ്രിമെന്റ് ഒപ്പിട്ടല്ലോ, അദ്ദേഹമായിട്ട് എഗ്രിമെന്റ് ഒപ്പം നമ്മൾ പരിപാടിക്ക് ഇറങ്ങി. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ക്ലാസ് പറയുമ്പോൾ ആൾക്കാർ വേണ്ടേ. അപ്പോൾ അന്നോട്ട് ഹെൽത്തൊക്കെ ഡാറ്റാബേസ് കൊടുത്ത് അവർ വീട്ടിൽ നിന്ന് അതിന് വേണ്ടിയാണ് ഈ നമ്പർ എടുത്തതും ഈ അനൂപിനെ കണ്ടതും. യെസ്. അപ്പോൾ അങ്ങനെ പിന്നെ അനൂപിൻ ജോയിൻ ചെയ്തു. അനൂപിൻ്റെ കമ്പനി തുടങ്ങിയ പിന്നെ കയറിയ നമ്പറിൽ കയറിയുള്ളൂ.
അന്ന് ആദ്യത്തെ ഇനാഗുറേഷനൊക്കെ ആരുമില്ല. ഇപ്പോൾ ഞങ്ങളും 3 പേരും, എൻ്റെ വൈഫ് ടീനയും, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് സൂരജിൻ്റെ, എനിക്ക് സൂരജ് എന്നല്ല, ഞങ്ങൾ അവിടെ കുട്ടുമെന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ അളിയനും ചേച്ചി ഉണ്ടായിരുന്നു, പിന്നെ ഹെൽത്ത് ഹസ്ബൻഡ്, പിന്നെ അനീഷ് എന്നൊരു ട്രെയിനർ ഉണ്ടായിരുന്നു. നിങ്ങൾ ആ ഒരു 10-15 പേരുണ്ടോ മാക്സിമം? ഞങ്ങൾ അതിൻ്റെ ഒരു നല്ല ഫോട്ടോ പോലും ഞങ്ങളുടെ ഇല്ല ആദ്യത്തെ ഇനാഗുറേഷൻ. ഇപ്പം ഇനാഗുറേഷൻ്റെ ഒക്കെ ആൽബം ഉണ്ട് ഓഫീസിൽ, ആൽബം റീല്. ഇപ്പോൾ റീലുണ്ട്. ഇപ്പോൾ തൃശ്ശൂരൊക്കെ ഇനാഗുറേഷൻ ചെയ്യേണ്ട 2 മറ്റേ ഇൻഫ്ലുവൻസേഴ്സ് വന്നിരുന്നു, തൃശ്ശൂർ ഗഡീസും അവരൊക്കെ വന്നിരുന്നു. പക്ഷെ അന്നൊന്നും ഇനാഗുറേഷൻ ആകില്ല. ഒന്നാമത്തെ കാര്യം എൻ്റെ ഉള്ളത് റെഡ്മിയുടെ ഒരു Note 5 ആ ജില്ലൊക്കെ പോയിട്ടൊരു ഫോണാണ്. ഇന്നിപ്പോൾ ഒരു ഐഫോൺ ഇറങ്ങിയ പുതിയത് അപ്പം ഞാൻ വാങ്ങും. ഇപ്പോൾ പുതിയ ഇറങ്ങിയപ്പോൾ വാങ്ങിയിട്ടുണ്ട്. അന്ന് ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന ഒരു സോണി വയോടെ സെക്കൻഡ് ഹാൻഡ് ലാപ്ടോപ്പ് ആയിരുന്നു. പക്ഷെ ഇന്നും ഉപയോഗിക്കുന്ന ഒരു മാക്ബുക്ക് ആണ്. എങ്ങനെയൊക്കെ പൈസ കുറയ്ക്കാൻ പറ്റുമോ? ഏതൊക്കെ ഞങ്ങളുടെ പേര് എന്തായിരുന്നു അറിയോ, ഈ നാട്ടിലെ കുറേ പിള്ളേരുണ്ട്. ഇപ്പൊ അന്തുബാസി, അവൻ്റെയൊക്കെ വീട്ടിൽ ഡെല്ലിന്റെ ലാപ്ടോപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ നീ മൊബൈൽ വന്നപ്പോൾ ലാപ്ടോപ്പ് സൈഡിൽ വെച്ചായിരുന്നു. ഞങ്ങൾ തൽക്കാലത്തേക്ക് ഇവരുന്നു അങ്ങനെ രതീഷിന്റെ ഒരു കസിന്റെ ലാപ്ടോപ്പ്, എൻ്റെ വീട്ടിൽ ഒരു പഴയ ലാപ്ടോപ്പ് ഉണ്ടായി. ഇതൊക്കെ എടുത്ത് റെഡിയാക്കി. അത് കുറേ ബന്ധങ്ങളുണ്ടോ. അന്നൊരു കൊച്ചിൻ കമ്പ്യൂട്ടേഴ്സിന് അജീഷ്, അവനാന്ന് ലാപ്ടോപ്പൊക്കെ ശരിയാക്കി തന്നെ നിസാര പൈസക്ക്. ഇന്നും അജീഷ് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഇന്നും എല്ലാ ബ്രാഞ്ചിന്റെയും കാർപ്പറേറ്റ് വർക്ക് ദീപുചേട്ടൻ തന്നെയാണ്. ഇവന്തോ വലിയ കോൺട്രാക്ടേഴ്സ് ഉണ്ട്, ആർക്കിടെക്ട്സ് ഉണ്ട്, ഡിസൈൻ ഉണ്ട്. ഫസ്റ്റ് ക്ലാസ് റൂം വരച്ച ഞങ്ങളാണ് ഈ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ. ഞങ്ങൾ അളന്ന് ഞങ്ങൾ പേപ്പറിൽ വരും. അന്ന് ഡ്രോയിങ് അന്ന് പുറത്തോട്ട് വരയ്ക്കാൻ പൈസ, വേറെ കാശ് കൊടുക്കണം, എക്സ്ട്രാ കാശ് കൊടുക്കില്ലല്ലോ അന്ന്. ലോൺ ഇപ്പാണ് ഈ 40-40 വട്ടം ബാങ്കുകാർ ഓഫീസിൽ വരുന്നു, ഓടി വേണോ, മറ്റേത് വേണോ, മറിച്ച് വേണോ. പക്ഷെ അന്നാരും തരാനില്ലല്ലോ. ഒരു തുടക്കം ഓർന്നായിരുന്നു. പിന്നെ എല്ലാവരും ആരും അന്നൊരു നമ്മുടെ ലക്ഷ്യം എന്താണെന്നറിയോ, നമുക്ക് ഇതിനൊരു കമ്പനി വളരുന്നായിരുന്നു. അങ്ങനെ ഒരു മൈൻഡ് വെച്ച് നമ്മൾ ചെയ്യുന്നത് പഠിക്കുന്ന കുട്ടികൾക്ക് പ്ലേസ്മെന്റ് ആവണം. അതായത് ഞാൻ അന്നോട്ട് എൻ്റെ സ്റ്റാഫിനോട് പറയും, നമ്മളോട് പഠിക്കുന്ന ആൾക്കാർക്ക് വേണ്ടത് അവർ പഠിക്കുന്നവർക്ക് ജോലി കിട്ടണം. ജോലി കിട്ടി കഴിഞ്ഞാൽ അവർ തന്നെ പറഞ്ഞ് ബാക്കി ആൾക്കാർ വരും. ഇപ്പോൾ 2025 ഞങ്ങൾക്ക് സീസൺ സമയത്തൊന്നും ലൂമിനാറിൽ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അത്ര ടൈറ്റ് ഞങ്ങൾക്ക് സീറ്റ് പോലും കൊടുക്കാൻ, പിള്ളേർക്ക് സീറ്റ് കൊടുക്കാനില്ല. ഇല്ല, തുറന്നു പറയാണ്. അത് 23-ലൊക്കെ ഞങ്ങൾ ഒരു രക്ഷത അവസ്ഥയായി പോയിട്ടുണ്ട്. അത്രമാത്രം അഡ്മിഷൻ വന്നിട്ട്. അങ്ങനെയാണ് ഞങ്ങൾ പെടപെടയെന്നും പറഞ്ഞ് മറ്റേ പഴയ ഓഫീസിൽ നിന്ന് മാറി പുതിയ വലിയ സ്പേസിലേക്ക് മാറിയതും. അതിപ്പോ നമ്മൾ ആദ്യം പറഞ്ഞ സെസിന്റെ അവിടെയായിരുന്നു. 22 ഡിസംബറിലാണ് ഞങ്ങൾ ഇവിടേക്ക് മാറുന്നത്. 22 ഡിസംബർ. കാരണം ഞാൻ ബെൻസ് വാങ്ങുന്നത്, ഞാൻ എൻ്റെ ബെൻസ് വാങ്ങിയതിന്റെ പിറ്റേ ദിവസമായിരുന്നു എൻ്റെ ഇനാഗുറേഷൻ. അങ്ങനെ ഒരു ഇതുണ്ടല്ലേ. അപ്പൊ ഇവിടെ ഇപ്പോ ഓഫീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് എങ്ങനെ? 22-ൽ നമ്മള് അത് നമ്മളിപ്പോ 2018 നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. 2018 19 ആയപ്പോഴാണ് കുറച്ച് പിള്ളേരൊക്കെ വന്നു തുടങ്ങി. അങ്ങനെ കുറച്ച് പിള്ളേർക്ക് നമുക്ക് ജോലി വാങ്ങി കൊടുക്കാൻ പറ്റിയിരുന്നു. ഞാൻ തന്നെ ഗവൺമെന്റ് ഷോ പോലെ നമ്മൾ കമ്പനിയിൽ പോയി സംസാരിച്ചും. അപ്പൊ ഈ കളമശ്ശേരിയിൽ സ്ഥാപനം ഉണ്ടായിരുന്നല്ലോ, പിള്ളേരെ എങ്ങനെയാ നമ്മൾ അക്യൂർ ചെയ്ത് എങ്ങനെ കണ്ടെത്തിയത്? പിള്ളേര് ഒന്ന് ഗൂഗിളിലൊക്കെ നമ്മൾ കോള് വരുമായിരുന്നു. പിന്നെ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നു. അന്ന് നമ്മുടെ ഏറ്റവും സ്ട്രോങ് എന്ന് വെച്ചാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. നമ്മൾ ആ കാലത്തിനോടനുസരിച്ച് തന്നെ അന്ന് ഞങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എനിക്ക് അത്രമാത്രം വലിയ കോമ്പറ്റീറ്റീവ്സ് ഒന്നും ഇതിലില്ല. നമ്മൾ തന്നെയാണ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇൻസ്റ്റാഗ്രാം വന്ന അത്ര ഇല്ല. അത് കൂടുതൽ ഫേസ്ബുക്കും ലീഡ്സും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഈ കോളേജ് പിള്ളേരൊക്കെ ഡാറ്റയൊക്കെ തന്നെ ആൾക്കാരൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്തും അങ്ങനെയൊക്കെ. അതും ഞങ്ങൾ അത്രമാത്രം ചെയ്തിട്ടില്ല. ഞങ്ങൾ കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫേസ്ബുക്ക്. ഫസ്റ്റ് ബാച്ചിൽ എത്ര പേരുണ്ടായിട്ടുണ്ടാവും? 4 പേര് തുടങ്ങണേ അല്ലേ? 4 പേര് കുറച്ച് പേര് വന്നു, 4 പേര് നിന്നുള്ളൂ. പിന്നെ ഒരു ജനുവരിയിൽ വേറെ ബാച്ച് വന്നു. അത് പിന്നെ ഒരു ക്ലബ് ചെയ്തൊരു കൂടി കഴിഞ്ഞെങ്കിൽ ഒരു 10-12 പേരന്ന്. അല്ല, ഇപ്പൊ 4 പേരിൽ നിന്ന് ഇപ്പൊ എത്ര പേരുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഇപ്പോ? ഇന്നിപ്പോ എനിക്ക് തോന്നുന്നത് ഞങ്ങൾക്ക് ഇപ്പൊ 8,000+ പ്ലേസ്മെന്റ്സ് ആയിട്ടുണ്ട്. പ്ലേസ്മെന്റ്സ് തന്നെ 8,000 ആയിട്ടുണ്ട്. അതിന്റെ അടുത്ത് ഇവിടെ ഒന്ന് പഠിച്ച എല്ലാവരും ജോലി ചെയ്യുന്നു ഞാൻ പറയുന്നില്ല കേട്ടോ. കുറെ പേര് വരുന്നുണ്ട്, നന്നായി പഠിക്കുന്നവർക്കും അല്ല എഫർട്ട് ഇടുന്നവർക്കും ജോലി കിട്ടുന്നുണ്ട്. എനിക്കൊരു ഓവറോൾ ഇൻടേക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് ഒരു മേ ബി ഇയർലി ഞങ്ങൾക്കൊരു അത് ഓരോ കൊല്ലമാണ്. ഇപ്പൊ നിങ്ങൾ 19 നോക്കുകയാണെങ്കിൽ ഭയങ്കര ഇപ്പൊ എനിക്ക് തോന്നി അറ്റ് എ ടൈം ഇപ്പൊ എനിക്ക് തോന്നുന്നൊരു 3000 പിള്ളേർക്ക് പഠിക്കുന്നുണ്ടാവും. ആണല്ലേ? ഒരു സീസൺ ടൈമിലേക്ക് ഒരു സൗകര്യങ്ങളുണ്ട്. നമ്മൾ ക്ലാസ് റൂംസ് എല്ലാം എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. 19 പറഞ്ഞില്ലേ, 19 പറഞ്ഞാൽ തന്നെ നമ്മൾ ബാച്ചസ് തുടങ്ങി വന്നുള്ളൂ. അന്നൊരു ജൂണിലൊക്കെയാണ് ആദ്യമായിട്ട് കുറച്ച് പിള്ളേരുള്ള ഒരു ബാച്ച് കയറിയത്. അത് കഴിഞ്ഞ് 19 അവസാനം സെപ്റ്റംബർ ആകുമ്പോഴേക്കും പിള്ളേരും പിന്നെ കുറഞ്ഞു. അത് ഈ ബിസിനസ്സിന് ഒരു സീസൺ ഉണ്ട്. അത് പിള്ളേർ കോളേജിൽ നിന്ന് പാസ് ഔട്ട് ആവുന്ന സമയമാണ് സീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്താണ് പിള്ളേർ കൂടുതൽ വരുന്നത്. ഈ പറഞ്ഞ തന്നെ ജോലി അന്വേഷിക്കാനും അവർക്കൊരു കോഴ്സ് പഠിക്കുന്ന കൊച്ചുണ്ട്. ഒരിക്കലും ആ ജൂണിൽ തിരക്ക് നിങ്ങൾക്ക് ഒരിക്കലും ഡിസംബറിൽ കിട്ടൂല. പുള്ളിക്ക് എല്ലാവരും ഓരോ സ്ഥലങ്ങളിൽ സെറ്റിലായി കാണും. അത് കഴിഞ്ഞ് 2020 നമ്മുടെ ഒരു നല്ല പ്രതീക്ഷയുള്ള വർഷം. കാരണം 19 അത്യാവശ്യം കുട്ടികൾക്ക് ജോലിയൊക്കെ ആയി, പഠിച്ച കുട്ടികൾ കുറേ പേർക്ക് ജോലി കയറി, കുറേ റെഫറലൊക്കെ പിള്ളേർ വരാൻ തുടങ്ങി. അങ്ങനെ 20 ഞങ്ങൾക്ക് കണ്ണൂരിൽ നിന്നൊക്കെ കുറേ കോളേജിൽ നിന്നൊക്കെ പിള്ളേർ അഡ്മിഷൻ എടുത്ത് ഞങ്ങൾ ഏപ്രിലിൽ വലിയൊരു ബാച്ച് പ്രതീക്ഷിച്ച് നിൽക്കുമ്പോഴാണ് മാർച്ചിൽ കൊറോണ.
അത് കൊറോണയുടെ ഒരു കാലഘട്ടം. കൊറോണയിൽ പിന്നെ പെട്ടെന്ന് നമ്മളൊന്ന് പറഞ്ഞ ലോക്ക്ഡൌൺ ഏപ്രിലിൽ എന്തോ ലോക്ക്ഡൌൺ ആയിട്ടുണ്ട്. മാർച്ച് എനിക്ക് 20 എങ്ങാണ്ട് ലോക്ക്ഡൌൺ വന്നു. നമ്മളൊരു 17 തൊട്ടൊക്കെ പിന്നെ പിള്ളേരൊക്കെ വരവൊക്കെ പറയുന്നത് വളരെ നിസ്സാര കുട്ടികളുണ്ടായിരുന്നുള്ളൂ, നിസ്സാര ബാച്ചസ് ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളുടെ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഞങ്ങളുടെ ട്രെയിനേഴ്സ് എല്ലാം യൂസ് ചെയ്യുന്ന ലാപ്ടോപ്സ് അവർക്ക് വീട്ടിൽ കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ ആ സമയത്ത് തന്നെ എല്ലാവരുടെയും വീട്ടിൽ നെറ്റ് കണക്ഷനൊക്കെ എടുപ്പിച്ചിരുന്നു. അത് മുൻകൂട്ടി കണ്ടു അല്ലേ? പ്രതീക്ഷിച്ചു ഇനിയിപ്പോൾ ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ എന്തായാലും ഒരു ഇങ്ങനെ സംഭവം വന്നാൽ എന്തായാലും പയ്യെ അടയ്ക്കണം എന്നൊരു വരുന്ന പ്രതീക്ഷിച്ചു. അല്ല, ഒരുപാട് പേര് ആ സമയത്ത് പൂട്ടി പോയിട്ടുണ്ടല്ലോ, ഒരുപാട് പേര് പോയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ലൂമിനാറിലെ എംപ്ലോയീസ് ചോദിച്ചു നോക്കാം, ഇന്നേ വരെ കൊറോണയ്ക്ക് പോലും അവർക്ക് ശമ്പളം മുടക്കിയിട്ടില്ല. ഇല്ല. ഇന്നേ വരെ 1-ാം തീയതി ദിവസം ഞാൻ ശമ്പളം കൊടുത്തിരിക്കും. അങ്ങനെ ഏപ്രിൽ മാത്രം 1-ാം തീയതി കൊടുക്കാൻ പറ്റില്ല. അന്ന് എന്തോ ഒരു ബാങ്കിങ്ങിന് നമുക്ക് എന്തോ റെസ്ട്രിക്ഷൻ ബാങ്കിന്റെ പ്രശ്നം മാത്രം. അല്ലാണ്ട് ഞാനിനി വിയറ്റ്നാമിലായിക്കോട്ടെ ദുബായിലായിക്കോട്ടെ ഞാൻ അത്യാവശ്യം ട്രാവൽ ചെയ്യുന്ന മനുഷ്യനാണോ. 1-ാം തീയതി ദിവസം കൊണ്ട് ഞാൻ ലാപ്ടോപ്പും കൊണ്ട് അവിടെ പോകത്തുള്ളൂ. ശമ്പളം ഞാൻ പ്രോസസ് ചെയ്തിരിക്കും, അത് ഞാൻ കൊടുത്തിരിക്കും. അതിൻ്റെ ഒരു എന്താ പറയുക, നമുക്ക് എന്തൊക്കെയാണോ ലൈക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് അതൊന്നും ഫേസ് ചെയ്ത കാര്യങ്ങൾ ആർക്കും കിട്ടരുതെന്നല്ലേ. അതുകൊണ്ടല്ലോ ഒരാൾ ജോലിക്ക് ശമ്പളം അത് മനസ്സിലാക്കാൻ തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. അതാ പറഞ്ഞത്. സോ അങ്ങനെ 20-ൽ ഞങ്ങൾ എന്താ വെച്ചാൽ ഏപ്രിൽ മെയ് നമ്മളൊന്ന് പുതിയ ബാച്ചസ് ഒന്നും കയറിയില്ല. കാരണം അതുവരെ അന്ന് നമ്മുടെ നാട്ടിൽ ഓൺലൈൻ ക്ലാസ്സിനൊന്നും വലിയ സ്വീകാര്യത ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും വന്ന് പഠിക്കണം തന്നെയായിരുന്നു. പക്ഷേ ഞങ്ങൾ എക്സിസ്റ്റിംഗ് ബാച്ചുകൾ ഞങ്ങൾ ഓൺലൈനിലേക്ക് മാറ്റി. ഞങ്ങൾ പല പല പ്ലാറ്റ്ഫോംസ് ട്രൈ ചെയ്തു. ഗൂഗിൾ മീറ്റ്, സൂം, ടീംസ്. ഞങ്ങൾക്ക് കംഫർട്ട് ചെയ്യുന്നത് സൂമാണ്. അത് നമുക്ക് ക്ലാസ്സിൻ്റെ റെക്കോർഡിംഗ് ഒക്കെ കിട്ടും. അത് നമുക്ക് കുട്ടികൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് വീണ്ടും കാണാൻ കൊടുക്കുന്നു. അതെല്ലാം ഇപ്പോൾ ഒരു പ്രോസസ്സായി മാറി. ഇപ്പോൾ കുട്ടികൾക്ക് ക്ലാസ് ഓൺലൈനിൽ കയറാം, ഓഫ്ലൈനിൽ കയറാം. ഓഫ്ലൈൻ വന്ന് പഠിക്കാം, ഓൺലൈൻ വേണ്ടി വീട്ടിൽ നിന്ന് കേരളം ഏത് മോഡലും. ഇനി രണ്ടും പറ്റിയില്ലേ, ആ ക്ലാസ്സിൻ്റെ റെക്കോർഡിംഗ് കൊടുക്കുന്നുണ്ട്, അത് കണ്ടു പഠിക്കാം. അപ്പോൾ എല്ലാ രീതിയിലും കൊടുക്കുന്നത് റെക്കോർഡിംഗ് എന്ന് വെച്ചാൽ പ്രീ റെക്കോർഡ് അല്ല, ലൈവ് റെക്കോർഡിംഗ് ആണല്ലോ. നമ്മൾ ഈ സംസാരിക്കുന്ന പോലെ തന്നെ ലൈവ് റെക്കോർഡിംഗ് ആണ്. അപ്പോൾ ആ ക്ലാസ്സിൽ പറയുന്ന ഡൗട്ടുകളും കാര്യങ്ങളും എല്ലാം കുട്ടിക്കും കേൾക്കാൻ പറ്റും. ദെൻ ഡൗട്ട് ഉണ്ടെങ്കിൽ അവർക്ക് ഗ്രൂപ്പിൽ ചോദിക്കാം, അത് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ദെൻ ഒരു ജൂൺ തൊട്ട് 2020 ഞങ്ങൾ ഓൺലൈനിൽ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഓൾറെഡി ലാപ്ടോപ്പാണ് മെയിൻ. സ്റ്റാഫുകളുടെ എല്ലാവരുടെയും ലാപ്ടോപ്പ് ഉണ്ട്. ലാപ്ടോപ്പ് ഉള്ളതുകൊണ്ട് മാത്രമാണ് തുടങ്ങാൻ പറ്റുക. വീട്ടിലിരുന്ന് വർക്ക് നടന്നു. ദെൻ ഇപ്പറല്ലേ കൊറോണ എല്ലാവർക്കും വളരെ മോശമെന്ന് പറയുന്നു. ഏറെക്കുറെ എനിക്ക് കൊറോണ ഒക്കെ പിടിച്ചിരുന്നിട്ടല്ലോ പറയുന്നില്ല. പക്ഷേ 2020 ഞാൻ ആദ്യമായിട്ടൊരു കാർ വാങ്ങിയത്, പുതിയ കാർ. അതായത് എല്ലാവരും കൊറോണയുടെ സമയത്താണ്. സമയത്ത് ഞാൻ കാർ വാങ്ങി. വണ്ടി പ്രാന്തനാണോ? വണ്ടി പറഞ്ഞാലേ ചെറുപ്പം തൊട്ട് കാറുകളോട് ഭയങ്കര താല്പര്യമാണ്. ഞാൻ പണ്ട് എൻ്റെ നാട്ടിൽ രാജേഷ് എന്നൊരു ചേട്ടനുണ്ട്, പുള്ളി പോപ്പുലറിലൊക്കെ വർക്ക് ചെയ്യുന്ന. പോപ്പുലർ അതിൻ്റെ പേര് പണ്ട് എന്തായിരുന്നു, അന്ന് ഈ പഴയ മാരേജ് ടീമിൻ്റെയൊക്കെ ഫോട്ടോസ് ഉള്ളിൽ കൊണ്ടുതരും. ഞാൻ ഇതൊക്കെ റൂമിൽ ഇങ്ങനെ ഒട്ടിക്കായിരുന്നു. അപ്പോൾ അതിന് ആദ്യമായിട്ടൊരു കാർ വാങ്ങിയത് ഒരു ഇൻഡിക്കായിരുന്നു. അതൊന്ന് ടാക്സി ഓടിക്കാൻ വേണ്ടിയാണ്. പക്ഷെ അല്ലാണ്ടൊരു വണ്ടി വാങ്ങിയത് കല്യാണത്തിന് 800 വാങ്ങിയതാണ്. 800 നമ്മൾ സാധാരണ നേരത്തെ പറഞ്ഞ വളരെ ഒരു ബേസിക് വണ്ടി ഒരു വണ്ടി. അന്ന് വണ്ടിയെ പറ്റി അറിയില്ല, അതൊക്കെ പോയി കൊടുത്തു കളഞ്ഞു. പിന്നെ 800 ഉണ്ടായിരുന്നു. 800 സ്റ്റാർട്ടിങ് ആകുമ്പോൾ സ്വന്തം ഒരു ഞാനും ടീനൊക്കെ കല്യാണ സമയത്ത് വാങ്ങിയൊരു വണ്ടി 800 സെക്കൻഡ് ഹാൻഡ് ആണ് കേട്ടോ. പുതിയൊരു വണ്ടി ഡിഫൻഡർ വാങ്ങിയിട്ടുണ്ട്. 800 പിന്നെ ഒരു സെക്കൻഡ് ഹാൻഡ് ഹോണ്ട സിറ്റിയിലേക്ക് പോയി. പക്ഷെ അത് ഇത്തിരി ഇടിച്ച വണ്ടിയൊക്കെ ആയിരുന്നു. പിന്നെ ഒരു 40,000 രൂപയുടെ ഒരു പഴയ 800 പിന്നെയും വാങ്ങിയിരുന്നു. അത് കളഞ്ഞ് പിന്നെ ഒരു ഫിഗോ സെക്കൻഡ് ഹാൻഡ് വാങ്ങി. അതാണ് അത്യാവശ്യം ഒരു ഓടിക്കാൻ കൊള്ളാവുന്നൊരു വണ്ടി വാങ്ങിയത്. ഫിഗോന്ന് തന്നെ സെൽറ്റോസിലേക്ക് പോയി. സെൽറ്റോസിൽ നിന്ന് പിന്നെ പ്രീമിയം വണ്ടി വാങ്ങുമ്പോൾ ആദ്യത്തെ വണ്ടി മനസ്സിലാഗ്രഹം ബെൻസ് ആയിരുന്നു. ഒരുപാട് ചോദിച്ചു BMW എടുത്തോടായിരുന്നു, ഓടി എടുത്തോടായിരുന്നു. പക്ഷെ നമ്മുടെ ആഗ്രഹം ബെൻസ്. ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത് വൈറ്റ് വേണം ബ്ലാക്ക് വേണം മാത്രമായിരുന്നു. അങ്ങനെ ഞാൻ അവരുടെ അവിടെ പോയി കണ്ടപ്പോൾ അന്ന് ഷോറൂം ആയിട്ടുള്ളവർക്ക് അങ്ങനെ പോയി കണ്ടപ്പോൾ കുറെ ബ്ലാക്ക് വണ്ടിയൊക്കെ ഉണ്ട്. ബ്ലാക്കിലേക്ക് എടുത്തു. അത് കഴിഞ്ഞപ്പോ ഡിഫൻഡർ പ്ലാൻ ഉണ്ടോ? ഡിഫൻഡർ 6 മാസമായിട്ടുള്ളൂ. നെക്സ്റ്റ് മോൻ പറയുന്നുണ്ട് BMW ഏതാണ്ട് എന്തോ ഭയങ്കര സ്പീഡിൽ പോണ വണ്ടി ഉണ്ടെന്ന്. എനിക്കറിഞ്ഞൂടാ, എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ പിടുത്തൊന്നും പറ്റി. പക്ഷെ എൻ്റെ പേഴ്സണൽ ആഗ്രഹം ഒരു പോർഷെ എടുക്കണം എന്നാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ ക്ലാസ് സെക്ഷനിൽ കൊറോണ കഴിഞ്ഞല്ലോ. കൊറോണ ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഓൺലൈനിൽ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയായിരുന്നു? അത് കഴിയുമ്പോൾ നമുക്ക് കൊറോണയിൽ തന്നെ നമുക്ക് നല്ലപോലെ പ്ലേസ്മെന്റ് ചെയ്യാൻ പറ്റിയിരുന്നു. ടീനുള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം കമ്പനിയെ കണക്ട്. ഞാൻ ആൾറെഡി ചോദിക്കാൻ വന്നത് ഈ ജോലി ഇപ്പോൾ നമ്മൾ പഠിച്ചിറങ്ങുന്നവർക്കൊക്കെ ജോലിയുടെ ഒരു ആവശ്യകത ഉണ്ടല്ലോ. ഓൾറെഡി ആൾക്കാർ മൊത്തത്തിൽ പ്രശ്നം ജോലി ഇടുക എന്നുള്ളതാണ്. ഈ ജോലി എങ്ങനെ കൊടുക്കാൻ പറ്റില്ല? ഞാൻ പിള്ളേരൊക്കെ കുറെ കഷ്ടപ്പെട്ടിട്ട് പോലും ജോലി കിട്ടുന്നില്ല. നമുക്ക് അതിനൊരു ടീം വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഓരോന്നിനും ഓരോരോ വിങ് പോലെ. അപ്പോൾ ഞാൻ ഒരാൾ നോക്കുന്നത് ഈ കമ്പനിയുടെ ഓപ്പറേഷൻസും അതിൻ്റെ അഡ്മിഷൻസ്, മാർക്കറ്റിംഗ്, ട്രെയിനിങ് അങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റാണ്. രതീഷ് നോക്കുന്നത് ഈ കമ്പനിയുടെ ഇൻഫ്രാ ഏരിയ ആണ്. അതായത്
ലൈറ്റ് ആയിക്കോട്ടെ, ഇലക്ട്രിക്കൽ ആയിക്കോട്ടെ, ബിൽഡിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, പെയിന്റ്, അങ്ങനെ ഒരുപാട് കാര്യം. അതൊക്കെ ഒരു ഇത്രയും 4 ബ്രാഞ്ചുള്ളപ്പോൾ അറിയാൻ പറ്റും ദിവസത്തിന് പ്രശ്നങ്ങളുണ്ടാവും. സൂരജ് നോക്കുന്നത് നമ്മുടെ ലൈസൻസിൻ്റെ കാര്യങ്ങൾ, ബാച്ചസിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, സ്കെഡ്യൂളിങ് കുറേ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ നമുക്കുണ്ടായ വിജയത്തിൻ്റെ ഒരു മെയിൻ ആളാണ് എൻ്റെ വൈഫ്. കാരണം 2019 സെപ്റ്റംബറാണ് ടീന ജോയിൻ ചെയ്യുന്നത്. അത് പിന്നെ അവള് അത്യാവശ്യം നല്ലപോലെ കമ്പനിയായിട്ട് കണക്ട് ആയി. ലൈക്ക് അതുപോലെ തന്നെ ഓരോ കമ്പനികൾക്ക് റെസ്യൂമൊക്കെ അതുവരെ ചേച്ചി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനിയിൽ ജസ്റ്റ് ഒരു SEO പോലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ നിന്ന് അവൾ വന്നപ്പോൾ തന്നെ നമുക്കൊരു പ്ലേസ്മെന്റ് ആളെ വേണമെന്ന് പറഞ്ഞപ്പോൾ അവൾ തന്നെ ഇങ്ങോട്ട് തന്നെ പറഞ്ഞു ഞാൻ കയറാമെന്ന് പറഞ്ഞു. അപ്പോൾ പലരും പറയും ഹസ്ബൻഡും വൈഫൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്ത് ശരിയാവുമോ? അങ്ങനെയാണ്. കാരണം എങ്ങനെ കമ്പനി കൂട്ടി പോയി രണ്ടുപേരും ജോലി പോകുമല്ലോ. പക്ഷേ നമ്മുടെ കമ്പനിയിലുണ്ടായ ഭയങ്കര ഒരു ടേണിംഗ് പോയിന്റാണ് ടീനയുടെ ജോയിനിങ്. കാരണം അവളോട് ഞാനൊരു ഒറ്റ കാര്യം പറഞ്ഞു ജോയിൻ ചെയ്തപ്പോൾ ഒരു വളരെ നിസ്സാര ശമ്പളം ആദ്യം പറഞ്ഞു തന്നെ ഷാ പൈസക്കുള്ള അഡ്മിഷനെങ്കിലും നീ കൊണ്ട് ഒപ്പിക്കണം. അതുകൊണ്ടല്ല നമ്മളൊരിക്കലും ഞങ്ങളൊരു 3 പേര് സ്ഥാപനത്തിലേക്ക് 4ാമത് കൊണ്ട് വരാനുള്ളൂ. ഇപ്പോൾ ഷീസ് വൺ ഓഫ് ദ പാർട്ണർ. ഓക്കെ, അപ്പോൾ ഒരിക്കലും അതൊരു നമുക്കൊരു ലയബിലിറ്റി ആയിരുന്നല്ലോ ഒരാൾ വന്നെന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ വന്നിട്ട് അത് ഇപ്പോഴും അത് കീപ്പ് ചെയ്യുന്നുണ്ട്. അവളെന്തായാലും അവളുടെ ശമ്പളത്തിന് പൈസ അവൾ ഉണ്ടാക്കുന്നുണ്ട്. അതിന് പുറമെ പ്ലേസ്മെന്റ് കഴിഞ്ഞ മാസം മാത്രം ഞങ്ങൾ 329 പ്ലേസ്മെന്റ് ചെയ്തത്. അത് പ്ലേസ്മെന്റ് ടീം മൊത്തം ടീനെ ഹെഡ് ചെയ്യുന്നത്, ഈ എൻ്റെ 4 ബ്രാഞ്ചിൻ്റെയും പ്ലേസ്മെന്റ് ഹെഡ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഒരു ടീമുണ്ട്. ഇപ്പോൾ അന്ന് ആദ്യം ടീം ഒറ്റയ്ക്കായിരുന്നു കേട്ടോ. ആദ്യം നമുക്ക് ഇങ്ങോട്ടേ കുറച്ച് കോൾസ് വരുമായിരുന്നു. പിന്നെ നമുക്ക് പല പല മാർഗ്ഗങ്ങളുണ്ട്, അതെല്ലാം നമുക്ക് പറയാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? ലൈക്ക് ഇറ്റ്സ് കൈൻഡ് ഓഫ് കമ്പനി വിസിറ്റ്സ് ഉണ്ട്. പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ള റെഫറൽസ് ഒരുപാട് കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഇമാജിൻ നിങ്ങൾക്ക് ഒരു റിക്വയർമെൻറ്റ് വന്നു നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക്, ഞാൻ നിങ്ങൾക്ക് നല്ല കുറച്ച് കാൻഡിഡേറ്റ്സ് എത്രയാണ് നെക്സ്റ്റ്. ഇപ്പോൾ അറിയാം, നിങ്ങൾക്ക് അറിയില്ല, IT കമ്പനികളെല്ലാം തന്നെ ഭൂരിഭാഗവും കണക്ടറാണ്. നമ്മളെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പേപ്പർ പലരും ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് ടൈപ്പ് ഉണ്ടോ, പേപ്പർ എഗ്രിമെൻ്റ് ഉണ്ടോ. പേപ്പർ എഗ്രിമെൻ്റ് ഒന്നും തരത്തില്ല ഇപ്പോൾ ഇന്നത്തെ കാലത്ത്. കൂടുതലും വാക്കിലും ട്രസ്റ്റിലും മുന്നോട്ട് പോകണേ. കാരണം കണക്ഷൻസ് നമ്മൾ നല്ല നല്ല കണക്ഷൻസ് ബിൽഡ് ചെയ്താൽ തന്നെ നമുക്ക് ഒരുപാട് കിട്ടും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ലോജിക് പ്ലം എന്ന കമ്പനി, അതിൻ്റെ CTO അനൂപ് മുരളീധരൻ അതിൻ്റെ കോഫൗണ്ടർ കൂടിയാണ്. അദ്ദേഹത്തിന് ഞങ്ങൾ ആദ്യമായിട്ട് കാൻഡിഡേറ്റ്സ് കൊടുത്തിരുന്നു. അദ്ദേഹം വളരെ ഹാപ്പി ആയിരുന്നു. ആ കാൻഡിഡേറ്റ്സ് അവിടെ ജൂനിയറെ കയറിയ ആൾ ഇന്ന് വളരെയധികം പ്രൊമോട്ടറായി. ഇപ്പോൾ ലോജിക് പ്ലമിൻ്റെ കൊച്ചി ബ്രാഞ്ച് ഹെഡ് ചെയ്യുന്ന കുട്ടിയാണ് ധനശ്രീ എന്ന് പറയും. അത് ഒന്ന് മനസ്സിലാക്കും, ഞങ്ങളാണ് ആ കുട്ടീനെ അദ്ദേഹത്തിന് കൊടുക്കുന്നത്. അത്രയും ഒരുപാട് കുട്ടികളിൽ നിന്ന് ഫിൽറ്റർ ചെയ്ത് കൊടുക്കുന്ന ഒരു എംപ്ലോയി കയറി ആ കമ്പനി വളർന്നു അദ്ദേഹത്തിൻ്റെ. സോ ഒബ്വിയസ്ലി അവർക്ക് ഞങ്ങളുടെ അടുത്ത് വീണ്ടും ആളുകൾ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ നല്ല സർവീസ് കൊടുക്കാന്ന്, വെറുതെ നമ്മൾ കുറച്ച് റെസ്യൂം അയച്ചു കൊടുത്തിട്ട് നിങ്ങൾ വിളിച്ചോന്ന് പറയല്ല. ഞങ്ങൾ അവർക്ക് റെസ്യൂം കൊടുക്കുന്നു, കൃത്യമായി ഫോളോ അപ്പ് നടത്തുന്നു, ആ കുട്ടികളുടെ ഇൻ്റർവ്യൂ സ്കെഡ്യൂളിംഗ് നടത്തുന്നു, ഇനി അവരെ വിളിച്ച് പറയുന്നു. അങ്ങനെ ഒരുപാട് പ്രോസസ്സ് ഇതിലുണ്ട്. അത് ഫസ്റ്റ് കേസ് വെച്ചൊരു കമ്പനി പോയിട്ട് കൺവിൻസ് ചെയ്യില്ല. നമുക്ക് 2 തരത്തിൽ ഇൻ്റർവ്യൂസ് വരും. ഒന്ന് കമ്പനി ഇങ്ങടെ വിളിച്ച് ആളെ വേണമെന്ന് പറയും, ഒന്ന് നമ്മൾ അങ്ങടേക്ക് വിളിച്ച് ആളെ വേണോ എന്ന് ചോദിക്കും. ഇപ്പം ഞാൻ ആദ്യമായി പ്ലേസ് ചെയ്ത ഫെദർ സോഫ്റ്റ്, അവരുടെ അടുത്ത് ആളെ വേണമെന്ന് പറയും, ഇങ്ങനെ ഒന്നല്ല. ഞാൻ അവിടെ പോയി ചോദിച്ചത് ഇപ്പൊ ഒരു ലേബലായി കഴിഞ്ഞപ്പോൾ ഓക്കെ ആളുകൾ കസ്റ്റമേഴ്സ് വരും നമ്മുടെ അടുത്ത് ചോദിച്ചു വരും. അപ്പോൾ ഈ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ 4 പേര് ഞാൻ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനികളിലേക്ക് ഈ പിള്ളേരുടെ റെസ്യൂമും കൊണ്ടുപോയി സുധീഷ് സാറിനൊക്കെ ഒന്ന് കണ്ട് സംസാരിച്ച് അവരോട് പറഞ്ഞ് ഇറ്റ്സ് കൈൻഡ് ഓഫ് നമ്മളൊരു മാർക്കറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണിത്. ഒരു ഓപ്പർച്യൂണിറ്റി ചോദിച്ച് അന്ന് അവർ ഇന്ത്യൻസ് ആയിട്ട് എടുത്തു. അതിൽ നിന്ന് പിന്നെ കുട്ടികൾ വളർന്നു. ലൈക്ക് എന്താ പറയുക, കുട്ടി അവിടെ ലൈക്ക് ജോലി ചെയ്തു, അവരവരുടെ കരിയറിൽ വളർന്നു. ഇന്നെനിക്കൊന്ന് അന്ന് കയറി 6 പേരൊക്കെ ഇപ്പം പലരും ചിലർ IBM അങ്ങനെ, അഫ്സലൊക്കെ ഇപ്പോൾ ദുബായിലാണ്. പലരും പാക്കേജ് ഒക്കെ ഇട്ടാൽ നമ്മൾ ഞെട്ടു. ഇപ്പം 20 ലക്ഷം അതിന് മുകളിലൊക്കെയാണ്. ആദ്യകാലങ്ങൾ അങ്ങനെ നടക്കത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ സ്കൂളിൽ കൊണ്ട് ചേർക്കുന്ന മാതിരി കൈപിടിച്ച് തന്നെ കൊണ്ടുപോകണം നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ അന്ന് ആദ്യകാലങ്ങൾ അങ്ങനെയായിരുന്നു. കുറേയൊക്കെ നമ്മൾ അങ്ങോട്ടാണോ അന്ന് കണക്ട് ആയിരുന്ന പല കമ്പനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്. 2019 ഞങ്ങൾ കൊണ്ടുപോയത് അഡ്ബർ എന്ന കമ്പനിക്ക് ഇപ്പോഴും സ്റ്റിൽ കണക്റ്റാണ് നമ്മളായിട്ട്. ഇപ്പോൾ ഈ അടുത്ത് നമ്മുടെ ഒരു എൻ്റെ ജിമ്മിൽ തന്നെ പയ്യുണ്ട്, അവന് അടുത്തിവിടെ കോഴ്സ് പഠിക്കാൻ ചേർന്നിരുന്നു, സഞ്ജു. അവനിപ്പോൾ അവിടെ പ്ലേസ് ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ആ പ്ലേസ്മെന്റ് സെക്ഷനിലേക്ക് തന്നെ ഇറങ്ങി നിൽക്കുന്നില്ല കേട്ടോ. പണ്ട് എല്ലാം ഞങ്ങളുടെ വീട്ടിലെന്ന് വെച്ചാൽ പണ്ട് രാത്രി കാലം ഞാനും ടീനിരുന്ന് ഈ അപ്പുറത്ത് ഇരുന്ന് ഫോൺ വിളി തന്നെയാണ്. നമ്മൾ 2 ഡോക്ടർമാരിൽ വരുന്ന പോലെ 2 പേരും. കാരണം ഈ നൈറ്റും നാളെ ഇൻ്റർവ്യൂ ഉണ്ട്. പണ്ടൊക്കെ ഇപ്പോൾ മെക്ഫഡിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ ഞങ്ങൾ തന്നെ സൺഡേ ആയിരുന്നു ഇൻ്റർവ്യൂ. ഞാനാ പിള്ളേരെ കൂടെ പോയത്. നമ്മൾ അങ്ങനെ ഒരു സൺഡേ മൺഡേ നോക്കാറൊന്നുമില്ല. എഫേർട്ട് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എഫേർട്ടിന് നമ്മളീ പറഞ്ഞില്ല, ഇതൊരു നമ്മൾ ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ പിന്നെ ആ ലെവൽ കീപ്പ് ചെയ്യണം. താഴേക്ക് പോകാൻ എളുപ്പമാണ്, പക്ഷെ ആ ലെവൽ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തേ പറ്റൂ. നമുക്കപ്പോൾ ഞങ്ങൾ ഇപ്പോഴും വർക്ക് ചെയ്യുന്നത് പ്ലേസ്മെൻറ്റ്സിലേക്ക് വേണ്ടിയിട്ടാണ്. നല്ലപോലെ കുട്ടികൾ പ്ലേസ് ആയി കഴിഞ്ഞാൽ ആൾക്കാർ വരും, അതെനിക്ക് ഉറപ്പാണ്. കാരണം ഞാൻ 4 പേരെ ബാച്ച് ഓടിച്ചിട്ടുണ്ട്, 40 പേരെ ബാച്ച് ഓടിച്ചിട്ടുണ്ട്. എനിക്കറിയാം 40 പേരെ എങ്ങനെ വരുന്നു അറിയാം. അതുപോലെ തന്നെ 10 ബാച്ച് ചേർന്ന് 400 പേരെ എങ്ങനെയാണെന്ന് അറിയാം, 4000 പേരെ എങ്ങനെ വരുന്നു അറിയാം. പക്ഷേ ഇതിലെല്ലാം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി വരുന്ന ആൾക്കാർ ഹാപ്പി അല്ലെങ്കിൽ നമ്മൾ എത്ര പരസ്യം ചെയ്തിട്ടും കാര്യമില്ല. കാരണം നമ്മളിപ്പോഴും വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ അഡ്മിഷൻസിൻ്റെ ഒരു 50% സോഴ്സ് ഇപ്പോൾ റെഫറലാണ്. അത് നമ്മളോടുള്ള വിശ്വാസം. കാരണം ഞാൻ മുന്നേ വർക്ക് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പോലും എനിക്ക് റെഫറൽ കിട്ടാറുണ്ട്.
ഇപ്പോൾ ജെർസലിൻ്റെ അനിയത്തിയൊക്കെ അവൻ ഇപ്പം നമ്മളോട് ചേർത്താണ്. ഞാൻ പണ്ട് വർക്ക് ചെയ്ത സ്ഥാപനത്തിൽ അന്ന് അവിടെ പഠിച്ച സ്റ്റുഡൻ്റാണ്. അത് നമ്മളോടൊരു കമ്മിറ്റ്മെൻറ്റാണ്. ഞാൻ എത്രയോ കല്യാണങ്ങൾക്ക് പോകാറുണ്ട്. മറ്റേ ആ ഇന്നുന്ന വർക്ക് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുട്ടികൾ വിളിക്കാറുണ്ട്. ഇവിടെ തന്നെ 19ലും 20ലും പഠിച്ച കുട്ടികളുടെ പോകാറുണ്ട്. അതാ ബോണ്ടിങ്ങിൻ്റെ ആണോ? എനിക്കൊരു സ്റ്റുഡൻ്റ് ഉണ്ട്, സാവിയോ. എനിക്ക് 2021 പഠിച്ചത്. അവൻ ഇപ്പോഴും എൻ്റെ ബർത്ത്ഡേക്ക് അവൻ കേക്ക് കൊണ്ട് ഓഫീസിൽ വെച്ചു. ഓ അപ്പം അത് ആൾക്ക് കുറേ അത് അങ്ങനെ വെറുതെ ഒരു ഇല്ല. വേറൊരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു, പ്രണവ് കൃഷ്ണ. വീട് അടുപ്പില്ല, അവൻ പൈത്തൺ പഠിക്കാൻ വന്നാണ്. അത് കഴിഞ്ഞ് ലേറ്റർ അവൻ ഞങ്ങളുടെ അവിടുത്തെ പുറത്തേക്ക് പോകാനുള്ള പ്ലാനായിരുന്നു. ആ ഗ്യാപ്പിൽ അവൻ ഞങ്ങളുടെ അവിടെ തന്നെ അക്കാദമിക്സിൽ കയറി. ഇപ്പോൾ അവൻ സ്കോട്ട്ലൻഡിലാണ്. നിങ്ങളിപ്പോൾ അവൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പ്രൊഫൈൽ എടുത്ത എൻ്റെ ചെയ്യേണ്ട ഫോട്ടോ ആണ്. അവൻ്റെ പ്രൊഫൈൽ ഫോട്ടോ ഞങ്ങൾ മൂന്നാൾ നിൽക്കുന്നതാണ്. ഇപ്പോഴും ലൂമിനാറിൻ്റെ എല്ലാ സ്റ്റോറിയും അവൻ ഷെയർ ചെയ്യും. എങ്ങനെ പോലും ഒരു 3 ദിവസം കൊണ്ട് എന്നെ വിളിച്ചിരിക്കും. ഇവൻ ഞങ്ങളിപ്പോൾ സത്യം പറഞ്ഞാൽ അവനെ കാണാൻ വേണ്ടി UK വിസ അപ്ലൈ ചെയ്തൊക്കെയാണ്. കിട്ടിയാൽ പോകും. അടുത്തൊരു ട്രാവലിംഗ് പ്ലാനിങ് കൂടി. അതെ, കിട്ടിയാൽ പോകും, കിട്ടിയില്ലെങ്കിൽ പോക്കടക്കും. കഴിഞ്ഞ ദിവസം ഞാൻ റീൽസിൽ കണ്ടാണ് നമ്മുടെ ലൂമിനാറിൻ്റെ ഒരു പരസ്യത്തിനായിട്ട് നമ്മുടെ പാലാരിവട്ടം ടൗണിൽ തന്നെ ഉള്ളത് വേറൊരു കോമ്പറ്റേറ്റർ ഒരു പരസ്യം വെക്കുന്നു, വേറൊരാൾ വെക്കുന്നു. അതെങ്ങനെ അതിൻ്റെ ഒരു രസകരമായിരുന്നു. അത് സത്യം പറഞ്ഞാൽ പാലാരിവട്ടത്തൊരു ഹോർഡിംഗ് വയ്ക്കുന്നത് ഭയങ്കര ഒരു ആഗ്രഹം കൊണ്ടോട്ടെ. ഞങ്ങളുടെ ഒരു ഹോർഡിംഗ് അവിടെ കയറിയിട്ട് എനിക്ക് കഴിഞ്ഞൊരു 3 കൊല്ലമായിട്ട് ഞങ്ങളുടെ ഹോർഡിംഗ് അവിടെ ഉണ്ട്. കാരണം ഞങ്ങൾ വേണ്ടി തുടങ്ങിയ കാലത്ത് പോസ്റ്റേഴ്സ് ഒട്ടിച്ചിരുന്നത്. നമ്മൾ പലയിടത്തും ചെറിയ മറ്റേ ഒരു പച്ച കളറൊക്കെ ഫ്ലോറസെൻ്റ് ഒക്കെ ഒട്ടിച്ച് ഞങ്ങൾ ഈ 3 പാർട്ട്നേഴ്സ് തന്നെയാണ്. രതീഷും സൂരജും രാത്രിയാകുമ്പോൾ ജോലിയും കഴിഞ്ഞ് വന്ന് ചൂടുവെള്ളം കൊണ്ട് ഒടിച്ചിരുന്നത്. അങ്ങനെ അപ്പോൾ അടുത്ത ഹോർഡിംഗ് ഞങ്ങൾ വെച്ചു. അങ്ങനെ ആദ്യമൊക്കെ ഞങ്ങളുടെ ഒരു നോർമൽ ഹോർഡിംഗ് ആയിരുന്നു. ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ഞങ്ങളുടെ പരസ്യങ്ങൾ അഭിനയിക്കുന്നത് സാനിയ അയ്യപ്പനാണ്. അപ്പോൾ അത്യാവശ്യം ഞങ്ങൾ അറിയാലോ, നിങ്ങൾക്ക് അറിയാലോ, ഒരു സിനിമ നടി നമ്മുടെ പരസ്യത്തിൽ ഉണ്ടെങ്കിൽ ചില്ലറ പൈസ കൊടുത്താൽ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കൊടുത്ത് നമ്മളവിടെ എടുത്തിരിക്കുന്നത്. അത് ഞങ്ങൾ വളരെ നല്ലൊരു ക്രിയേറ്റീവാണ് അവിടെ വെച്ചത്. പക്ഷേ അതിനെ ചൂട് പിടിച്ച് വേറെ കോമ്പറ്റേറ്റർ പരസ്യം വെച്ചിട്ടുണ്ട്. പക്ഷെ അവരതിൻ്റെ താഴെ എഴുതി വെച്ചിട്ടുണ്ട് ഈ പരസ്യത്തിന് സാനിയുമായി എന്തോ യാതൊരു ബന്ധമില്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അരി ഭക്ഷണം കഴിക്കുന്ന ആർക്കും മനസ്സിലാവില്ല. അത് അതുപോലെ നിങ്ങളുടെ വീട്ടിലോ ഞാൻ ചീത്ത പറഞ്ഞിട്ട് ഞാനായിട്ട് യാതൊരു ബന്ധമില്ലെന്നുകൊണ്ട് കാര്യമില്ലല്ലോ. ഞങ്ങൾ തിരിച്ചു വെച്ചല്ലോ. അപ്പോൾ തന്നെ പലരും കരുതി ലൂമിനാർ ആ പരസ്യം അയക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു ഹെയർ റീറ്റെയിൽസ് എന്ന പേജിലാണ് വന്നത്. അതിന് 1-2 ബ്ലോഗേഴ്സ് അത് എഴുതിയിരുന്നു. ഇനി ലൂമിനാർ എന്താണ് ചെയ്യുക, എന്താ മറുപടി കൊടുക്കാന്ന് ഞങ്ങളൊരു മറുപടി വെച്ചിട്ടുണ്ട് അവിടെ. ഞാനത് പറയുന്നില്ല, നിങ്ങൾ പലവട്ടം പോയി കാണും. ആ ബോർഡ് കാണുമെന്ന് ഞാൻ പറയത്തുള്ളൂ. ആ ബോർഡ് ഞങ്ങൾ അയച്ചില്ല. പലരും കരുതി ലൂമിനാർ വേഗം സാനിയെ മാറ്റുമെന്ന് വിചാരിച്ചു. മാറ്റിയിട്ട് സാനിയ അവിടെ തന്നെ ഉണ്ട്. സാനിയ അവരെന്നെ വിളിച്ചു വെച്ചിട്ടോ എന്താണ് ഇതൊന്നും. ഞാൻ വേറെ ബോർഡ് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ. ഈ പോസ്റ്റർ ഒട്ടിച്ചുവിടുന്ന കാലഘട്ടത്തിൽ, അതായത് നമ്മൾ തന്നെ സ്വന്തമായിട്ട് പോസ്റ്റർ ഒട്ടിച്ചിടുന്ന ഹോൾഡിങ്സിലേക്ക് വരെ എത്തി അല്ലേ? അതൊരു വലിയൊരു ജേണി. അതെ, അതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് സ്വന്തം തുടങ്ങാനുണ്ടല്ലോ, നിങ്ങൾക്ക് എന്തെല്ലാം പണി സ്വന്തമായി ചെയ്യാൻ പറ്റുമോ അതെല്ലാം നിങ്ങൾ ചെയ്യണം. നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ വർക്കുകൾ ഡെലിഗേറ്റ് ചെയ്ത് ഞാൻ മുന്നോട്ട് പോകത്തില്ല. കാരണം നിങ്ങളുടെ ഒരു സ്ഥാപനത്തിനെ നിങ്ങൾ നോക്കുന്ന പോലെ വേറൊരാൾ നോക്കത്തില്ല. അത് സംതിങ് ലൈക്ക് നിങ്ങളുടെ സ്വന്തം കൊച്ചു നോക്കുന്ന പോലെ. നിങ്ങൾക്ക് എന്തൊക്കെ ചിലവുകൾ ചുരുക്കാൻ പറ്റുമോ, ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ, ഞാൻ എപ്പോഴും പറയാറുള്ളത് വെച്ച് കഴിഞ്ഞാൽ പലരും ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ അന്വേഷിച്ച് എൻ്റെ അടുത്ത് വരാറുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആദ്യം ചെറിയ രീതിയിൽ തുടങ്ങുക, അതിൽ നിന്ന് കിട്ടുന്ന പൈസ വെച്ച് വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യുക. ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് വന്നേ. ഞങ്ങൾ അവിടെ നിന്ന് ₹1 ഞങ്ങൾ ആരും ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം ചെറിയ കുറച്ച് ബാങ്കുകളിൽ ലോൺ ഉണ്ടെന്നുള്ളൂ. അതും ഈ ഞങ്ങൾ അങ്ങോട്ട് ചെന്നല്ല, ബാങ്കുകളിൽ ഇങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങൾ എടുത്തു മാത്രമേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾ വളരെ ചെറിയ രീതിയിൽ തുടങ്ങിയാണ്. നമുക്ക് ഇതുപോലെ ആദ്യമേ തന്നെ നമുക്ക് ഒറ്റയടിക്ക് കൊണ്ടായിട്ട് ഇപ്പോൾ ഞാൻ 2018 സാനിയെ പിന്നെ മോഡലാകാൻ പറ്റും, എന്നെ കൊണ്ട് പൈസ ഇല്ല. പക്ഷെ ഇപ്പോൾ ഉണ്ട്. ചിലപ്പോൾ നിങ്ങളിനി ഭാവിയിൽ ചിലപ്പോൾ നമുക്ക് വലിയ സ്റ്റാറുകൾ വരാം. പറഞ്ഞ പോലെ തന്നെ നമ്മൾ പൊതുവേ നമ്മുടെ മൊത്തത്തിലൊരു ചുറ്റുപാടുള്ള ഒരു സംസാരമാണ് എന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ പരിചയമുള്ളവരൊന്നും പാർട്ട്നേഴ്സ് ആക്കരുത് എന്നാണ് പറയാറ്. അതുപോലെ തന്നെ ബന്ധുക്കളെ ആക്കാൻ പാടില്ല. രാവിലെ പറഞ്ഞ ഒരു കേട്ടറിവില്ലേ, എനിക്ക് തോന്നുന്നു നിങ്ങളുടെ നാട്ടിലുള്ള ഭൂരിഭാഗം പേര് നമ്മുടെ സ്ഥാപനത്തിലുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു 10ഓളം പേര് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കൊരു സ്ഥാപനം നടത്തണമെങ്കിൽ ഇപ്പം നമ്മൾ പലരും പറയാറുണ്ട് പാർട്ട്ണർഷിപ്പ് ഫേംസ് തകരാറുണ്ട്, പറ്റിച്ചുകൊണ്ട് പോകാറുണ്ട്. നമുക്ക് ആദ്യം വേണ്ട ഒരു ക്ലിയർ ട്രാൻസ്പെറൻസിയാണ് വേണ്ടത് ഈ ബിസിനസ്സിൽ. ഇപ്പം ഞങ്ങൾ 3 പേര് പാർട്ട്നേഴ്സാണ്. അതിൽ രാഹുൽ എന്ന ആൾ ഈ ഫീൽഡിനായിട്ട് അദ്ദേഹം ലീഡ് ചെയ്യുന്നു, രതീഷ് സപ്പോർട്ട് ചെയ്യുന്നു, സൂരജ് സപ്പോർട്ട് ചെയ്യുന്നു. മിക്കപ്പോഴും അവർ ബാക്കിൽ നമ്മൾ ഒരു സിനിമയുടെ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ അവരാണ് അറിയപ്പെടുന്നത്. പിന്നെ ഞങ്ങളുടെ ഇത്രയും ബ്യൂട്ടിഫുൾ ഓഫീസസാണ്. പലരും ഞങ്ങളുടെ ഓഫീസിനെ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. കാരണം അതെന്തുകൊണ്ട് അത് ഞാനല്ല ചെയ്യുന്നത്, രതീഷാണ് ചെയ്യുന്നത്. കാരണം അതായത് ഡിഫൈൻ ആയിട്ട് ഓരോ റോളുകൾ ഇവർക്ക് കൊടുത്തേക്കാണ്. റോൾ കൊടുത്തിട്ട് മാത്രമല്ല, ഞങ്ങൾ 3 പേരും കൂടി ചേർന്ന പല തീരുമാനങ്ങൾ എടുക്കുന്നത്. അതൊരു ചെറിയ തീരുമാനമായിക്കോട്ടെ വലിയ തീരുമാനം അന്യോന്യം ഞങ്ങൾ റെസ്പെക്ട് ചെയ്യുന്നു. ഇതിൽ നിങ്ങൾ കരുതുന്നോട്ട് എല്ലാ തീരുമാനങ്ങളും സ്വീറ്റ് ആക്കിയിരുന്നില്ല. ചിലപ്പോൾ ഞങ്ങൾ തമ്മിൽ തർക്കങ്ങൾ വരാറുണ്ട്, ആർഗ്യുമെന്റ്സ് വരാറുണ്ട്, ആസ് യൂഷ്വൽ. പക്ഷെ അതെല്ലാം ഒരു
ഒരു പരിധിക്ക് മുകളിൽ പുറത്തേക്ക് പോകത്തില്ല. അതെ അതെ. പിന്നെ ഫിനാൻഷ്യൽ കാര്യമാണെങ്കിൽ പോലും വളരെ ട്രാൻസ്പെറൻ്റ് ആണ്. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കണക്കുകൾ വളരെ കാണാൻ പറ്റുന്നുണ്ട്. ആ രീതിയിൽ ഞങ്ങൾ ചെയ്തിരിക്കുന്നത് കാര്യങ്ങൾ. ഇപ്പോൾ ടീന ചേച്ചിയും കൂടിയും വൈഫും കൂടിയും ഇതിലേക്ക് കയറി. വൈഫും കൂടി ഇപ്പോൾ ലൂനാറിന്റെ പാർട്ണറാണ്. അപ്പൊ എങ്ങനെ എനിക്കിപ്പോഴും ഒരു അത്ഭുതമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഞങ്ങൾ ചെറുപ്പം തൊട്ട് കാണുന്നവരാ. ഇപ്പൊ സൂരജ് എന്ന് വെച്ചാൽ കുട്ടു, എൻ്റെ നേരെ വീടിന്റെ ഓപ്പോസിറ്റ് തന്നെ താമസിക്കുന്നത്, രതീഷും ഞാനൊക്കെ നേഴ്സിലോട്ട് ഒരുമിച്ച് പഠിക്കുന്നവരാ. ഇതിൽ പറഞ്ഞ വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് എന്താ പറയുക, ഞങ്ങൾ മൂന്നുപേരും എന്താ അറിയാവുന്നവരാ. നമ്മൾ അൺനോൺ പാർട്ട്നേഴ്സ് അല്ല, ഞങ്ങൾ നോൺ പാർട്ട്നേഴ്സാണ്. പിന്നെ എൻ്റെ മേൽ, ഈ രാഹുൽ എന്ന വ്യക്തിയുടെ മേൽ ഈ പാർട്ട്നേഴ്സിനുള്ള ട്രസ്റ്റാണ് ഈ കഴിഞ്ഞ 7 കൊല്ലമായിട്ട് കമ്പനി മുന്നോട്ട് പോകണേ. അവിടെ എവിടെയെങ്കിലും ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ ഇത് ചിലപ്പോൾ എവിടെയെങ്കിലും പൊട്ടിപ്പോയേനെ. ഇന്നേ വരെ ഞങ്ങൾ തമ്മിൽ അന്യോന്യം ഒരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ട അവസ്ഥയൊന്നും ഉണ്ടായിട്ടില്ല. ലൈക്ക് അതായത് രാഹുലേണ്ണാണ് ഇവരുടെ ഒരു, അത് നമ്മുടെ, എൻ്റെ വിശ്വാസം അവരുമാണ്, അവരുടെ വിശ്വാസം ഞാനുമാണ്. എല്ലാവരും മ്യൂച്വൽ റെസ്പെക്ട്. അത് ഇതെല്ലാം അങ്ങനെയൊക്കെ ഒരു ബിസിനസ് ആണല്ലോ. ഇപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ ട്രെയിനേഴ്സില്ലേ, സാബറുണ്ട്, സജയ് ഉണ്ട്, രുക്മ, സോണി, അങ്ങനെ ഒരുപാട് പേരില്ലേ. ഇപ്പോൾ പോലെ എന്തോരം പേരുണ്ട്. ഇവരുടെ പേരത്ത് നമുക്കൊരു വിശ്വാസമില്ലേ. ഇപ്പോൾ ഹെൽത്ത് അഡ്മിഷൻ എടുക്കുന്നു, ഇതെല്ലാം ഒരു വിശ്വാസത്തിനോട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. എല്ലാം നമുക്ക് പേപ്പർ ഡിഫൈൻ ചെയ്ത് പറ്റില്ല. അതുപോലെ തന്നെ ഈ നാട്ടുകാരെ കയറ്റുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. നമ്മൾ സ്ഥാപനം വലുതായി നമുക്ക് പറ്റാവുന്ന ഹെൽപ്പ് ചെയ്യാം. ഇപ്പൊ എനിക്ക് വേണ്ടി എന്റെ നാട്ടിലെ 2 പിള്ളേരും ജോലി കയറ്റിയിട്ടുണ്ട്. അതൊക്കെ എനിക്ക് കൊറോണക്കൊക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും മനസ്സിലായില്ലേ. ഇപ്പൊ പറഞ്ഞ നമുക്ക് അവരൊക്കെ എന്തെങ്കിലും ആവശ്യം വേണ്ടെന്നപ്പോ അതിപ്പോ എങ്ങനെ പറയാൻ എനിക്കറിയത്തില്ല. ഇപ്പൊ അഖിലുണ്ട്, ഇപ്പൊ ശരത്തുണ്ട്, സുമേഷ്. ഞാൻ എന്താ അറിയോ, ഇവരൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പൊ നമ്മുടെ ക്ലബിന്റെ കണക്ക്, അമ്പല കണക്കൊക്കെ സുമേഷ് നോക്കണേ. അവനല്ലേ ബെസ്റ്റ് ഫിറ്റ് നമ്മുടെ കണക്ക് നോക്കാനായിട്ട്. അങ്ങനെ ബന്ധപ്പെട്ടാണ്. അപ്പൊ വളരെ പെർഫെക്റ്റ് ആയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. നമുക്ക് വളരെ പേഴ്സണലായിട്ട് അറിയാവുന്ന ആൾക്കാരാണ്. അതായത് ക്ലബിലെ കണക്ക് നോക്കുന്ന ആളാണ് നമ്മുടെ, അങ്ങനെ ബന്ധപ്പെട്ട് ആളെ കണക്ട് ചെയ്ത് കോടിക്കണക്കിന് കണക്ക് നോക്കുന്നവനാണ്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വിശ്വാസമാണ്, ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ട്. അതിലാണ് നമ്മൾ, എനിക്ക് നാട്ടിൽ നിന്ന് ഒരു 10ഓളം പേര് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഇപ്പോൾ പുതിയ ആളുകളൊക്കെ ഈ ബിസിനസ് രംഗത്തേക്ക് കടന്നു വരാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റൊക്കെ ഒരുപാട് അതിൻ്റെ സ്കീമുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബിസിനസ് രംഗത്തേക്ക് വരാൻ. ഇപ്പോൾ പാർട്ണർഷിപ്പ് ഫേം ആയിക്കോട്ടെ, ഒറ്റയ്ക്ക് ആയിക്കോട്ടെ, എല്ലാം വരുമ്പോൾ എന്താ രാഹുലണ്ണ എന്താണ് അതിനൊരു കമന്റ് പറയാനുള്ളത് ഇവരോട്? ഒരു നമ്മുടെ നാട്ടിലെന്ന് വെച്ചപ്പോൾ എനിക്കിപ്പോൾ അറിയാവുന്നൊരു ബിസിനസ് IT മേഖലയാണ്. കേരളത്തിൽ IT മേഖല കുതിച്ചു വരുന്നോണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ ഇൻഫോ പാർക്കിലേക്ക് ഇനിയും phase 3 വരുന്നുണ്ട്. ഇപ്പോൾ IBM പോലത്തെ സ്ഥാപനങ്ങൾ വന്നിട്ടുണ്ട്. കേരളം ഇനിയും മുന്നോട്ടേക്ക് പോകുന്നത് എനിക്ക് പറയാനുള്ളത്. അതായത് നിങ്ങൾ മുന്നോട്ട് വരാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് സെൽഫ് കോൺഫിഡൻസ് ആണ്. ഇപ്പോൾ നമുക്ക് ഒരുപാട് പുതിയ മാറ്റങ്ങൾ വന്നു. ഇപ്പോൾ ലൈസൻസിങ് ആയിക്കോട്ടെ, എല്ലാം വളരെ കുറച്ച് സിംപ്ലിഫൈഡ് ആയിക്കൊണ്ടിരിക്കേണ്ട കാര്യങ്ങൾ. എളുപ്പത്തിൽ നമുക്ക് ഒരുപാട് ഇപ്പോൾ എന്താ പറയുക, നമ്മൾ ഈ പറഞ്ഞാൽ നമ്മളല്ലേ ചുവപ്പ് നാടേ കുറിക്കുന്ന അവസ്ഥകളൊന്നുമില്ല. ഇപ്പോൾ ഞങ്ങളുടെ പല ഓഫീസുകളുടെ ലൈസൻസ് ആയിക്കോട്ടെ എല്ലാം ഞങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മുന്നോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്തരം നല്ല സാഹചര്യം ചെയ്യാനായിട്ട്. പിന്നെ വരുമ്പോൾ തന്നെ എനിക്ക് വലിയ പണക്കാരനാവണം, ആ മോഹം വെച്ചിട്ട് ഇനി നിങ്ങൾക്ക് ഇപ്പോൾ തനിക്കാണെങ്കിലും നിങ്ങളാണെങ്കിലും ഒരു ബിസിനസ് ആണെങ്കിൽ യു ഷുഡ് ഹാവ് എ ക്ലിയർ ഫോക്കസ്. ഞാൻ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് ഈ സമൂഹത്തിന് എന്ത് ഗുണം ഉണ്ടാവും. എൻ്റെ ഗുണമല്ല ആദ്യം ചിന്തിക്കേണ്ടത്, എന്ത് ഗുണം ഉണ്ടാവും. നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു വിഷൻ വേണം, ഫോക്കസ് വേണം, കറക്റ്റായിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ കൂടെ വേണം. അവിടെയാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം അതാണ്. കാരണം ഞാൻ പണ്ട് എൻ്റെ വേറൊരു സ്റ്റുഡൻറ്റ് ഒരു കമ്പനി തുടങ്ങി, ആ ചെറിയ പ്രശ്നം പറ്റി. അവൻ പറഞ്ഞാൽ സാറേ കൂടെ വന്ന ഒരു ചെറിയ പണിയെന്നു. കൃത്യമായി എൻ്റെ കഴിയുമ്പോൾ എൻ്റെ കഥ എന്തു ദൈവം പോലെ എനിക്ക് കൂടെ കിട്ടിയ ആൾക്കാർ വളരെ കറക്റ്റായിട്ടുള്ള സ്റ്റാഫായിരുന്നു. ലൂമിനാറിൻ്റെ വിജയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഞങ്ങളുടെ ബ്രാൻഡ് അംബാസഡേഴ്സ് എന്ന് പറയുന്നത് ഞാൻ പറയാറില്ല, അതിപ്പോൾ സാനിയല്ല ഞങ്ങളുടെ ബ്രാൻഡ് അംബാസഡർ, ഞങ്ങളുടെ സ്റ്റുഡൻസാണ്, നമ്മുടെ പഠിച്ച സ്റ്റുഡൻസാണ്. പിന്നെ ഈ കമ്പനിയുടെ ഒരു ബാക്ക് ബോൺ എന്ന് വെച്ച് കൊടുത്ത സ്റ്റാഫാണ്. നമ്മൾ സ്റ്റാഫിനെ അതുപോലെ തന്നെ കെയർ ചെയ്യുന്നുണ്ട്. അവിടെ നമ്മൾ പോയിട്ട് ബോസ് കളിക്കാനൊന്നുമില്ല. ഞങ്ങൾ പോലെ ഹൈ ലെവൽ എംപ്ലോയി, ലോ ലെവൽ എംപ്ലോയി അങ്ങനെയൊന്നും ലൂമിനാറിലില്ല. നമ്മൾ ആരാണോ ചായ കുടിക്കാനും പോകും, വർത്തമാനം പറയും, അവിടെ അങ്ങനെ വലിയ ഇതൊന്നുമില്ല. ഇതിപ്പോൾ എൻ്റെ അടുത്ത് ഒരാളൊന്നും സാറേ എനിക്ക് ഡിഫൻഡറിക്കാൻ നീ കയറിക്കോളം പറയത്തുള്ളൂ നമ്മൾ, അല്ലാണ്ട് അവിടെ അങ്ങനെയൊന്നുമില്ല ഞങ്ങൾക്ക്. ഈ നമ്മൾ കുറച്ചാൾ മുമ്പ് ഭയങ്കര ഒരു ഫേമസ് ആയിട്ടൊരു റീലാണ്, നിങ്ങൾ ബിസിനസ് എന്ന ലഹരിയിലേക്ക് പോവുക എന്നുള്ളൊരു, ബിസിനസ്സാണ് ലഹരി മക്കളെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ഫിലിം സ്റ്റാർ പറയുന്ന ഒരു ആളുടെ ഒരു റീലുണ്ട്. അപ്പോൾ ശരിക്കും എന്താ രാഹുലണ്ണ എങ്ങനെയാണ് അത് ഫീൽ ചെയ്തിട്ടുള്ളത്? ഒരു ലഹരിയിലൂടെയാണോ പോണേ ഒരു ബിസിനസ്? അതൊരു വേറെ ഫീലാണ്. അതായത് നമുക്ക് ഇറ്റ്സ് കോൾഡ് സാറ്റിസ്ഫാക്ഷൻ. നിങ്ങൾ ലുലു മാളിൽ പോകുമ്പോൾ ഒരാളെ കാണുന്നു, അയാളെന്ന് പറഞ്ഞു സാർ ഞാൻ ലൂമിനാറി പഠിച്ചാണ്, സാറിന് ഓർമ്മയുണ്ടാവും, ചിലപ്പോൾ നമുക്ക് ഓർമ്മയുണ്ടാവാം. ആ സാർ ഞാനിപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നത്. അത് ഞാൻ ഈ അടുത്ത് ഞങ്ങൾ എക്സലൻസി എന്നൊരു പ്രോഗ്രാം നടത്തിയിരുന്നു ചിറ്റൽ പ്ലേ സ്കോറിൽ. ലൂനാറിൽ പ്ലേസായ കുട്ടികളെ നമ്മൾ വിളിച്ചിട്ട് അവർ ഹോൺ ചെയ്യണം. ഏകദേശം 250ഓളം കുട്ടികൾ പങ്കെടുത്തു. ഓൾറെഡി പഠിച്ചിറങ്ങിയിട്ട് ഇപ്പോൾ പല കമ്പനി ജോലി ചെയ്യുന്നവർ, അവർക്കൊരു അവാർഡ് ഉണ്ടായിരുന്നു. ഏകദേശം 10ഓളം സിനിമാക്കാർ വന്നിരുന്നു. നിങ്ങളെ കുട്ടികളുടെ ടെസ്റ്റ് മോണിൽ കണ്ടുനോക്ക്. എല്ലാ അജിതാ ബാലകൃഷ്ണൻ പറയുന്നുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ. ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു
ഒരു കൈൻഡ് ഓഫ് ഒരു വേറൊരു ഹരമാണത്. അത് നിങ്ങൾ ഈ പറഞ്ഞ അത് വേറെ എന്തൊരു ലഹരിക്ക് നമുക്ക് തരാൻ പറ്റില്ല. നമ്മളൊരു സ്ഥാപനം തുടങ്ങി, അതിൽ കുറച്ച് പേര് അവരുടെ ലൈഫ് മാറിയെന്നേ, അത് ലൈഫ് ചേഞ്ച് ആയി, അത് വേറൊരു ലഹരി തന്നെയാണത്. ബിസിനസ് സത്യം പറഞ്ഞ ലഹരിയാണ് അത്. ലെറ്റ് ഇറ്റ് ബി, നിങ്ങൾക്ക് കിട്ടുന്ന പോസിറ്റീവ് റിവ്യൂസ് ആയിക്കോട്ടെ, നെഗറ്റീവ് ഫീഡ്ബാക്സ് ആയിക്കോട്ടെ, നിങ്ങളുടെ ബാങ്ക് ബാലൻസുകളായിക്കോട്ടെ, നിങ്ങളുടെ ലൈഫ് മാറാണ്. അതെ അതെ. പരസ്യം ഭയങ്കര ഒരു അവിഭാജ്യ ഘടകമാണ് ഈ ബിസിനസ് മുന്നോട്ട് പോകാനായിട്ട്. ഞാൻ ഇൻസ്റ്റാഗ്രാം പേജ് നോക്കിയപ്പോഴേ ഭയങ്കര അടിപൊളിയായിട്ടുള്ള രീതിയിലുള്ള ഒരു സോഷ്യൽ റീലുകൾ അല്ലെങ്കിൽ പോസ്റ്ററുകൾ. ഇപ്പോൾ ഫ്രണ്ട്സായി ജോലിക്ക് പോകുന്നു, അതുപോലെ തന്നെ സോണിയ സൂപ്പറാണ്, അങ്ങനെ ഭയങ്കര, അതായത് ക്യാപ്ഷൻസ്, അടിപൊളി ക്യാപ്ഷൻസ്, അതായത് ലൈവ്ലി ആയിട്ടുള്ള ക്യാപ്ഷൻസ് ആണ്. ഇതൊക്കെ ആരതിന്റെ സൃഷ്ടി? ഞങ്ങൾക്കൊരു ഡിസൈൻ ടീം ഉണ്ട്. ഞങ്ങൾക്ക് ഇപ്പൊ പലരും എന്നോട് ചോദിക്കാണ്ട് നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീം ഉണ്ടോ? ഞങ്ങൾക്ക് തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വലിയ ടീമൊന്നുമില്ല. മെയിനായിട്ട് ഇത് ലൈക്ക് ഹെഡ് ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. അപ്പൊ രാവിലെ തന്നെയാണ് അത് ഞാനല്ല എല്ലാ ക്യാപ്ഷൻ ഞാൻ എന്ന് പറയുന്നില്ല. ഞങ്ങൾക്ക് ഒരു ടീം ഉണ്ട്. ഇപ്പൊ നീരജ് ഉണ്ട്, ആനന്ദ് ഉണ്ട്, ഷംജിത്ത് ഉണ്ട്. ദെൻ നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് കുറച്ചാളും ഒരു 1 year ഞങ്ങളൊരു പ്രോപ്പർ സ്റ്റാഫിനെ എടുത്ത് സൂരജ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ടീമും അതുപോലെ ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട്. ഈ ഗ്രൂപ്പിൽ ക്യാപ്ഷൻസ് ഇടുന്നു, അത് ഞങ്ങൾ ചർച്ച ചെയ്യുന്നു, അത് നല്ലൊരു ക്യാപ്ഷൻ തിരഞ്ഞെടുക്കുന്നു, അവർ ഡിസൈൻ ചെയ്യുന്നു. അങ്ങനെ തന്നെ കൂടുതലും അത് ഡിസൈനേഴ്സിന്റെ കഴിവുണ്ടോ ഞങ്ങളുടെ എല്ലാം, അത് അവർ തന്നെയാണ് കണ്ടന്റ്. പക്ഷേ എന്തായാലും എന്താ വെച്ചാൽ ഇതെല്ലാം ശരിക്കും ജീവിതത്തിൽ ഇവർ നേടിയെടുത്ത ഒരു ഇതാണല്ലോ, അതാണ് വളരെ നല്ലതായിട്ട് ഇത് ചെയ്യുന്നത്. അത് നമ്മളൊരാളുടെ അവര് ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അന്വേഷിച്ച് ബന്ധപ്പെട്ടി അല്ലേ. അതിനകത്ത് അങ്ങനെ ഒരു വലിയൊരു കണ്ടന്റ് ക്രിയേഷൻ ടീം ഒന്നുമില്ല. നമ്മൾ ഇവിടെ അങ്ങനെ ഒരു സ്പെസിഫിക് റോൾ അല്ല ഒരാളുടെ. അവര് സ്വയം ഓരോ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നതാണ്, അത്ര തന്നെ. അവരവർ തന്നെ ഇതിൽ പുതിയ ആളുകൾ ഇപ്പോൾ പഠിച്ചിറങ്ങുന്നവരുണ്ട്, ഇപ്പോൾ പുതിയതായിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കാണ്, നടു റോഡിൽ ഇങ്ങനെ നിൽക്കാണ്. അങ്ങനത്തെ പുതിയ യുവാക്കളുടെ അടുത്ത് സാറിന് എന്താണ് ഒരു മോട്ടിവേഷൻ? ബിസിനസ് ആണോ നല്ലത് അതോ ജോലിയാണോ നല്ലത്? എങ്ങനെയാണ്? ഞാൻ അവരോട് പറയുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ ഒരുപാട് കുട്ടികൾ ഇങ്ങനെ ആദ്യമേ സ്ട്രേറ്റ് ബിസിനസ്സിൽ പോയി രക്ഷപ്പെടണം കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ചിലർ അത്ര സക്സസ് ആവാത്ത കണ്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു സംഭവം ചെയ്യാൻ ഇറങ്ങാണ്, കൈൻഡ് ഓഫ് എന്ത് ബിസിനസ് ആയിക്കോട്ടെ, ആദ്യം എൻ്റെ ഉപദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഫീൽഡ് വർക്ക് ചെയ്ത് ആ ഒരു ഫീൽഡിലെ നല്ലതും ചീത്തയും മനസ്സിലാക്കുക. മനസ്സിലായില്ലേ? അതിൽ നിന്നും ഇപ്പോൾ ഓൾറെഡി ഉള്ളൊരു ബിസിനസ്സാണ്, അതിനാണ് നിങ്ങൾ കോമ്പറ്റ് ചെയ്യാൻ ഇറങ്ങുന്നത്. നിങ്ങൾക്ക് അതിൽ എന്ത് മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കും. കാരണം ഓൾറെഡി ഉള്ളൊരു സംഭവത്തെ കൊണ്ട് നമ്മൾ വേണ്ടി നോക്കിക്കൊണ്ട് വലിയ വ്യത്യാസം ഒന്നും സംഭവമുള്ള. ചിലപ്പോൾ എവിടെയും ചിലപ്പോൾ മറ്റേ സ്ഥാപനത്തിൻ്റെ ചിലപ്പോൾ കച്ചവടം വീണ്ടും കൂടുള്ളൂ. സോ നിങ്ങൾ ഒരു ബിസിനസ് ഇറങ്ങുകയാണെങ്കിൽ ആദ്യം ആ ബിസിനസ് പറ്റി കൃത്യമായി മനസ്സിലാക്കുക, പഠിക്കുക. നിങ്ങൾ സ്വന്തമായി ബിസിനസ് തുടങ്ങിയിട്ട് നിങ്ങൾ അതിൻ്റെ കൂടെ പഠിക്കാനും നിന്ന് കഴിഞ്ഞാൽ മിക്കവാറും ബിസിനസ് പൊളിഞ്ഞു എന്നേ പറയത്തുള്ളൂ. കുറച്ചെങ്കിലും അതിനെപ്പറ്റി നന്നായി മനസ്സിലാക്കിയിട്ട് മാത്രം ഇറങ്ങുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആണെങ്കിൽ എൻ്റെ ഫീൽഡ്, നിങ്ങളിപ്പോൾ ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലിക്ക് കയറിയിട്ട് അവിടുത്തെ കാര്യങ്ങളും അവിടെ എങ്ങനെയാണ് ലീഡ്സ് അക്വയർ ചെയ്യുന്നത്, എങ്ങനെയാണ് വിളിക്കുന്നത്, എങ്ങനെയാണ് ക്ലാസ് അലോക്കേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ട്രെയിനേഴ്സ് എടുക്കുന്നത്, എനിക്ക് എന്ത് ചിലവ് വരും, ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് മാത്രം ഇതിലേക്ക് ഇറങ്ങാമെന്നാണ് എനിക്ക് പേഴ്സണലായിട്ട് പറയാനുള്ള ഒരു അഭിപ്രായം. ഈ കാര്യങ്ങൾ ആളുകൾ മനസ്സിലാക്കാത്തതുകൊണ്ടായിരിക്കും ഈ തകർച്ചകൾ കൂടുതൽ വരുന്നതിൻ്റെ. അതായത് ബിസിനസ്സിൽ തകർച്ച എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞേ, ഞാൻ സിമിലറായിട്ട് തുടങ്ങി ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. ചിലർ ഇരിക്കുന്നതിന് മുന്നേ കാലിട്ടാൻ പോകും, ഈ പത്രാസ് കാണിക്കുക, അങ്ങനെ അതൊക്കെ തന്നെ ചിലർക്ക് അങ്ങനെയൊക്കെ പറ്റിയത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഞങ്ങളൊക്കെ ലൈക്ക് എന്താ പറയുക, ബിസിനസ്സിൽ നിന്ന് ഒരു പ്രോപ്പർ ഇൻകം തുടങ്ങി തന്നെ ഒരു 2-3 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ്. അതുവരെ നമ്മളെ പൈസ വന്നു വെച്ചാൽ നമ്മുടെ ചിലവിനുള്ള പൈസ എടുക്കുമായിരുന്നു, ബാക്കി പൈസ കമ്പനി തന്നെ ഇൻവെസ്റ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ ചില ആൾക്ക് പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ലൈക്ക് ഒരിക്കലും ഞാൻ CEO ആണ്, ഞാൻ MD ആണ്, ആ തലയിൽ കയറ്റിക്കഴിഞ്ഞാൽ നടപടിയാവും. അവിടെ ആവില്ല, ഇന്നത്തെ കാലഘട്ടത്തിൽ നടക്കില്ല ഞാൻ പറയത്തുള്ളൂ. കാരണം ആളുകൾക്ക് വേറെ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടാനുണ്ട്. പിന്നെ നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ കൂടെ ആളുകൾ നിൽക്കണമെങ്കിൽ നിങ്ങളും അതുപോലെ ആൾക്കാർക്ക് തിരിച്ചു കൊടുത്തേ പറ്റൂ. ആരും തന്നെ ഞാൻ പറഞ്ഞില്ല, ഇപ്പം എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ അവരുടെ സ്കെയിലപ്പ് ചെയ്യാനാണ് ഞാൻ നോക്കുന്നത് മാക്സിമം. തീർച്ചയായിട്ടും ഇപ്പോൾ റീസെൻ്റ്ലി തൃശ്ശൂർ ബ്രാഞ്ച് ഒരു ഫാക്കൽറ്റിക്ക് വേണ്ടിയായിരുന്നു. ഞങ്ങളുടെ സജയ് എന്ന് പറയും, ഞാനൊരിക്കലും അവനെ സ്റ്റാഫ് എന്നോ ഫാക്കൽറ്റി എന്നൊന്നും പറയത്തില്ല കേട്ടോ, എനിക്ക് അങ്ങനെ വാക്കുകൊണ്ട് പറയാൻ പറ്റത്തില്ല. സജയ് പണ്ട് എൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു. അത് കഴിഞ്ഞാൽ ലൂമിനാർ തുടങ്ങിയ സമയത്ത് ഞാൻ വളരെയധികം ടൈറ്റായ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഒരു ഫാക്കൽറ്റിയുടെ പ്രശ്നം വന്നപ്പോൾ അന്ന് സജയ് IT ഫീൽഡൊക്കെ വിട്ടിട്ട് അച്ഛന് ഒരു ഷോപ്പ് ഉണ്ടാകുന്ന നടത്തായിരുന്നു. കാരണം ആ ഷോപ്പൊന്നും അവർക്ക് ഒരിക്കലും നിർത്താൻ പറ്റില്ല. കാരണം ഇവരൊക്കെ പഠിപ്പിച്ചതുമെല്ലാം ആ തൃശ്ശൂർ ടൗണിലുള്ള ഷോപ്പിൽ നിന്നാണ്. അച്ഛനൊരു ആക്സിഡൻറ്റ് പറ്റി, അദ്ദേഹം തൃശ്ശൂർക്ക് വരുന്നു. സോ ഒരു ക്ലാസ് എടുക്കാൻ, ഒരു ജാവയുടെ ക്ലാസ് എടുക്കാൻ വേണ്ടി മാത്രം 2 മണിക്കൂർ ക്ലാസ്സിന് വേണ്ടി അദ്ദേഹം വന്നുകൊണ്ടിരുന്നത്. തൃശ്ശൂരിൽ നിന്ന് ഡെയിലി ആലുവയിൽ വരും. ആലുവയിൽ നിന്ന് എൻ്റെ പാർട്ണർ രതീഷ് അവനെ പിക്ക് ചെയ്ത് ഓഫീസിൽ കൊണ്ടുവരും, ക്ലാസ് കഴിഞ്ഞ് തിരിച്ച് കൊണ്ടാക്കും, നേരെ ട്രെയിനിന് പോകും. അത് 2 ക്ലാസ്സായി 3 ക്ലാസ്സായി. അദ്ദേഹം രാവിലെ 4-4:30 എഴുന്നേറ്റ് 6 മണിയായിരുന്നു ട്രെയിൻ പിടിച്ച് 8 മണിക്ക് വരുന്നു. അവിടെ നിന്ന് എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മോൻ ഇവിടെ വർക്ക് ചെയ്യുന്നത്, എൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്, ആനന്ദു.
അവൻ പിക്ക് ചെയ്ത് 8 മണിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും, തിരിച്ച് 4 മണിക്ക് ഡ്രോപ്പ് ചെയ്യും, ട്രെയിനിൽ പോകും, വീണ്ടും വീട്ടിൽ പോയി അച്ഛനൊക്കെ കടയിൽ പോയി പിക്ക് ചെയ്തപ്പോൾ അവരൊരു ലൈഫ് ഭയങ്കര ടഫായിക്കൊണ്ടിരിക്കില്ല. ഇത്രയും ഒരാൾ യാത്ര ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ അറിയാം. അപ്പോൾ അങ്ങനെ തൃശ്ശൂർ ഒരു ബ്രാഞ്ച് തുടങ്ങാൻ നമുക്ക് ആഗ്രഹമായിരുന്നു. അങ്ങനെ അത് ഞങ്ങൾ പോസിബിൾ ആക്കിയപ്പോൾ അതെ, നമ്മൾ ഈ പണ്ട് ഈ പഴഞ്ചൊല്ലി വരെ ഈ വാഴ വെക്കുമ്പോൾ സൈഡിൽ മറ്റെന്തെങ്കിലുമൊക്കെ അങ്ങനെയാണോ? അതാണ് ഒരു കോൺസെപ്റ്റ്. വാഴ വയ്ക്കുമ്പോൾ ഒരു അങ്ങനെ ഞാൻ പറയത്തില്ല, വാഴയാണെങ്കിൽ അവരും വാഴ തന്നെയാണെന്ന് പറയത്തുള്ളൂ. ഓക്കെ, അല്ല ഞാൻ പറഞ്ഞത് വാഴ വയ്ക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ചീര നടും, അതായത് വാഴയ്ക്ക് നനയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ വളരും. എൻ്റെ ഒരു പോളിസി വെച്ച് ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഞാൻ വണ്ടി എടുത്തെങ്കിൽ എൻ്റെ പാർട്ട്നേഴ്സ് ഞാൻ വണ്ടി എടുപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ഓഫീസിലുള്ള ഒരുതും മുൻനിര സ്റ്റാഫുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഹെൽത്ത് ആയിക്കോട്ടെ, സാബർ ആയിക്കോട്ടെ, വിനയ് ആയിക്കോട്ടെ, ഇവരൊക്കെ തന്നെ ഞാൻ തന്നെയാണ് ഇവരെ കൊണ്ട് ഇനീഷ്യേറ്റീവ് എടുത്ത് ഒരു വണ്ടി. ഇപ്പോൾ എന്താ അറിയോ, ഞാനൊരു വണ്ടിക്ക് വന്ന് ഇറങ്ങിയിട്ട് എൻ്റെ സ്റ്റാഫ് ഒരു വന്നത് എനിക്കത്ര താല്പര്യമുള്ള കാര്യമില്ല. കൂടെ ഇവരും വളരണം എന്നുള്ള ഇവരും വളരണം. അപ്പോൾ എല്ലാവരും കൊണ്ട് അത്യാവശ്യം അവരുടെ പല പല ആഗ്രഹങ്ങളും നടന്നിട്ടുണ്ട്. ഇപ്പോൾ വീട് വയ്ക്കുന്നതായിക്കോട്ടെ, പല പല കാര്യങ്ങളും അത് എന്നാൽ കഴിയാവുന്ന എല്ലാം തന്നെ ഞാൻ നടത്തി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതുപോലെ ചിലർക്ക് പറഞ്ഞ പോലെ ഒരുത്തൻ പേരൊന്നും പറയുന്നില്ല, ഐഫോൺ വാങ്ങിയാലോ, പക്ഷേ എൻ്റെ പൈസ പഠിച്ചാൽ നീ പറഞ്ഞു നിൻ്റെ എത്രയുണ്ട് ബാക്കി ഞാൻ നോക്കാം. ഞാൻ അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. ഒരാളൊരു ആഗ്രഹം പറഞ്ഞിട്ട് എന്നെ കൂടെ നടത്തിയപ്പോൾ അന്ന് പറഞ്ഞപ്പോൾ നാളെ നടക്കുന്നത് 10 പവൻ സ്വർണ്ണം വേണമെന്നും പറഞ്ഞ് നടക്കില്ല. നടക്കില്ല അല്ലേ? അതെ, കൂടെ നിൽക്കുന്നവർ പോലെ ഞാൻ പണ്ടോട്ട് കേൾക്കുന്ന ഒരു ലൈൻ ഉണ്ട്, യു ടേക്ക് കെയർ ഓഫ് യുവർ എംപ്ലോയീസ്, ദേ വിൽ ടേക്ക് കെയർ ഓഫ് യുവർ കസ്റ്റമേഴ്സ്. അത് ഞങ്ങളൊരിക്കലും സ്റ്റുഡൻസിനെ കസ്റ്റമേഴ്സ് എന്ന് പറയത്തില്ല, അവർ പോളിസിക്ക് തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ ഒരു കർമ്മന്നുണ്ട്, നല്ല ചെയ്താൽ നല്ലത് കിട്ടും. നമ്മൾ ചേട്ടനിപ്പോൾ ആദ്യം കിട്ടിയ ജോലിയിൽ നിന്ന് അവസാന ജോലി വരെ കിട്ടിയ നമ്മുടെ ലൈഫിൽ കിട്ടിയ ഓരോ നെഗറ്റീവ്സ് ഒക്കെ മാറ്റിയിട്ട് അടുത്ത് നമ്മുടെ ഒരു സ്റ്റാഫ് റിസൈൻ ചെയ്ത് പോയിരുന്നേ. റിസൈൻ അങ്ങനെയല്ല, പിന്നെ വേറെ ഒരു സാഹചര്യം കൊണ്ട് മാറിപ്പോണ്ടി വന്നു. ഞാൻ അദ്ദേഹത്തെ കുറേ കഴിഞ്ഞൊരു കമ്പനി ഒരു കല്യാണത്തിന് കണ്ടിരുന്നേ, മാറ്റിയെടുത്തിട്ട് വെച്ചു. അപ്പോൾ അദ്ദേഹം വർക്ക് ചെയ്യുന്ന ഒരു കോർപ്പറേറ്റ് ഫേമിലാണ്. നമ്മളൊരു സാധാ ഫേം. അതൊരു സാറ് ഈ ബാംഗ്ലൂർക്ക് വർക്ക് ചെയ്തിട്ട് അവരുടെ പോസിറ്റീവ് മൊത്തം ഇങ്ങടേക്ക് കൊണ്ടുവന്നു, നെഗറ്റീവ് ഒന്നും ഞങ്ങൾ പഠിപ്പിച്ചില്ലേന്ന്. കാരണം അവിടെ റിവ്യൂ നല്ല ചീത്തയും ചെയ്തിരിക്കുകയാണ്. നമ്മൾ അങ്ങനെയൊന്നും പോകാറില്ല, അതിനൊന്നും ആവശ്യത വരാറില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ടീം നല്ല ശക്തമായിട്ട് പോകുന്നത്. ഓരോരുത്തർക്കും അവരുടെ ജോബ്സ് അറിയാം, റോൾസ് അറിയാം. ഇപ്പം ഞങ്ങൾ അങ്ങനെ വലിയൊരു പ്രഷറൈസ് നമ്മളൊന്നുമില്ല. ഞങ്ങളുടെ ഓഫീസിൽ ഇപ്പോഴും 9 to 6 കൾച്ചറൊന്നുമില്ല. 9:30 വന്നു കഴിഞ്ഞാൽ 5:30 നിങ്ങൾക്ക് പോവാം, അത്യാവശ്യം ബ്രേക്കുകൾ എടുക്കാം, ചായ കുടിക്കാൻ പോവാം. ഇതെല്ലാം എന്താ പറയുക, ആളുകൾ അവരെ കംഫർട്ടിൽ ജോലി ചെയ്യട്ടെ. കാരണം അതുകൊണ്ട് എനിക്ക് ഇന്നേ ഞാൻ ചെയ്ത തെറ്റാന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അല്ലെങ്കിൽ പിന്നെ ഒരു ക്ലാസ് റൂമിൽ നിന്ന് ഞാൻ ഇന്ന് പറഞ്ഞ പോലെ ഇന്നിപ്പോൾ എത്ര ക്ലാസ് റൂം ഉണ്ടെന്ന് എനിക്ക് ചോദിച്ചാൽ അറിയത്തില്ല, അത് സൂര്യനെ അറിയത്തുള്ളൂ കേട്ടോ. കാരണം അവരെ നോക്കുന്നത് ഇവ കൊച്ചിയിൽ തന്നെ എങ്ങാണ്ട് ഇപ്പോൾ 20-24 ക്ലാസ് റൂം ഉണ്ട്, മൊത്തത്തിൽ 30-40 ക്ലാസ് റൂം ഉണ്ട്. അതിന് എത്തിയത് ഈ സ്റ്റാഫ് ഉള്ളതുകൊണ്ടല്ലേ. തീർച്ചയായിട്ടും. അപ്പോൾ ആ തീരുമാനിക്കുന്നത് തെറ്റാന്ന് തോന്നിയിട്ടില്ല. പിന്നെ ഞങ്ങൾ കുറച്ചാൾ പിന്നെ ഒരു സ്റ്റാഫിന് ഫ്രീ ലഞ്ചൊക്കെ കൊടുത്തിരുന്നു. പക്ഷെ അതിപ്പോൾ തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്യണമെന്ന് ക്യാൻറ്റീനൊക്കെ ഒരു ചെറിയ പ്രശ്നം നടച്ചുകൊണ്ടും. കോഴിക്കോടും ട്രിവാൻഡ്രമൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെ പോകണം. ഇവിടെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും ഉറപ്പായിട്ടും. പിന്നെ ടീം ഔട്ടിങ്ങൾ, ടീം ലഞ്ച്, കോർപ്പറേറ്റ് ആയിട്ടുള്ള എല്ലാ ഓണപ്പരിപാടി. ഞങ്ങളുടെ ഓണപ്പരിപാടി ഭയങ്കര ഗംഭീരമാണ്. ഞാൻ റീൽ കണ്ടായിരുന്നു, നല്ല അടിപൊളി പരിപാടിയായിരുന്നു. ഇപ്പോൾ ഏകദേശം ഞാൻ റീസെൻ്റ്ലി കണ്ട രാഹുലേട്ടൻ തന്നെ ഒരു ഇതിൽ കണ്ടതാണ്. ഇപ്പോൾ ഡെയിലി എന്തോ ഏകദേശം 8 പേരെയോ ഏകദേശം പ്ലേസ്മെന്റ് കൊടുക്കുന്നുണ്ടെന്നുള്ള ഞാൻ കുറച്ചാളുടെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. ഞങ്ങളുടെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ടാർഗറ്റ് ഉണ്ട്. രാഹുൽ ഞാൻ പല കാലം ചെയ്യുന്ന ഒരു ടാർഗറ്റ് ഓറിയൻറ്റഡ്. ഇപ്പോൾ നിങ്ങൾ എൻ്റെ ലിങ്ക്ഡിൻ നോക്കിയാലും പണ്ടോട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന ഈസ് എ ടാർഗറ്റ് ഓറിയൻറ്റഡ് എന്ന് പറയും. എനിക്കൊരു ടാർഗറ്റ് ഉണ്ട്. ആ ടാർഗറ്റ് എങ്ങനെ പലരിലേക്ക് സ്പ്ലിറ്റ് ചെയ്ത് ഞാൻ കൊടുക്കാറുള്ളത്. നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ഡെയിലി ഒരു 10 പേരെ പ്ലേസ് ആക്കണം. ഡെയിലി 10 പേരെ. അപ്പോൾ ഞങ്ങൾക്ക് ഏകദേശം 20 HR-മാരുണ്ട്. അതിൽ 10 പേര് ഒരാൾ പ്ലേസ് ആക്കിയാൽ മതി. അതെ. അപ്പോൾ ഒരു 300 പ്ലേസ്മെന്റ് നമുക്ക് കിട്ടും. സോ 300 പ്ലേസ്മെന്റ് മീൻസ് വിൽ ഗെറ്റ് 3600 ഓഫ് പ്ലേസ്മെന്റ്. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. അതുമാത്രമല്ല ഞങ്ങളുടെ ഒരു ഫ്യൂച്ചർ പ്ലാൻസ് ചോദിക്കുകയാണെങ്കിൽ ഒന്ന് ഒബ്വിയസ്ലി ഈ പ്ലേസ്മെന്റ്സ് ഇസ് വൺ ഓഫ് ദ ടാർഗറ്റ്. ഞങ്ങൾ എക്സ്പാൻഷൻ നോക്കുന്നുണ്ട്. ഞങ്ങൾ നെക്സ്റ്റ് നോക്കുന്ന കോട്ടയം നോക്കുന്നുണ്ട്. ദെൻ അല്ലെങ്കിൽ കോട്ടയം, അതുപോലെ തന്നെ നമുക്ക് ആഗ്രഹമുള്ള നെക്സ്റ്റ് ഒരു ബ്രാഞ്ചാണ് ദുബായ്. ദുബായ് ഞങ്ങൾ നോക്കി തുടങ്ങിയിട്ടുണ്ട് കാര്യങ്ങൾ. പക്ഷെ അറിയാലോ, വേറൊരു രാജ്യമാണ്. അതെ. ഇപ്പോൾ കേരളത്തിൽ നിങ്ങൾ ബ്രാഞ്ച് തുടങ്ങാൻ പറഞ്ഞാൽ എനിക്കൊരു ഒന്നുമില്ല, സിമ്പിളാണ്. ഞങ്ങൾക്കിപ്പോൾ ഞങ്ങളുടെ ആർക്കിടെക്റ്റുകളുണ്ട്, ബിൽഡേഴ്സ് ഉണ്ട്, എല്ലാവരും ഓൾറെഡി ബിൽഡഡ് ആണ്. സ്ഥലം ഇപ്പോൾ തൃശ്ശൂർ ബ്രാഞ്ച് തന്നെ ഇല്ലേ. ഞങ്ങളെങ്ങനെയാണെന്നറിയോ, തൃശ്ശൂർ ബ്രാഞ്ച് തുടങ്ങാൻ പ്ലാൻ ചെയ്തു. തൃശ്ശൂർ പോയി, ഞങ്ങൾ കാലിക്കറ്റ് ആനിവേഴ്സറി തിരിച്ചു വരുന്നു. തൃശ്ശൂരിൽ നിന്ന് സ്ഥലം കണ്ടുപിടിച്ചിട്ട് അവിടെ നിന്ന് വരുള്ളൂ. നമ്മളങ്ങനെ ഞങ്ങൾ പല ബ്രാഞ്ച് ഇങ്ങനെ തിരുവനന്തപുരം ആയിക്കോട്ടെ, ഞങ്ങൾ സ്ഥലം കണ്ടു, അവിടെ സ്റ്റേ ചെയ്തു, അതിൻ്റെ ഓണറെ വിളിച്ചു, റെൻറ്റ് സംസാരിച്ചു. ഒബ്വിയസ്ലി ബാർഗെയിൻ വരും. സംഭവം ഡീലാക്കി അഡ്വാൻസ് ട്രാൻസ്ഫർ ചെയ്തു. നെക്സ്റ്റ് ഡേ അദ്ദേഹം ചെന്നൈയിലായിരുന്നു. ചെന്നൈ പോയി എഗ്രിമെന്റ് ഒപ്പിട്ട് തിരിച്ചു വന്നു. നെക്സ്റ്റ് 2 ദിവസം തന്നെ പണി ആരംഭിച്ചു. അതുപോലെ തന്നെ ഈ ഇപ്പോൾ കൊച്ചിയിൽ 3rd ഫ്ലോറിൽ എന്തല്ലേ ആരംഭിച്ചതല്ലേ, അവിടെ നിന്ന് വോൾ ബിൽഡിങ്ങിലേക്ക് മാറി. എല്ലാ ബിൽഡിങ്ങും ഞങ്ങൾക്ക് കിട്ടുന്ന കറക്റ്റായിട്ട് 3rd ഫ്ലോർ. അപ്പോൾ തൃശ്ശൂരും 3rd ഫ്ലോർ കിട്ടിയ, കാലിക്കറ്റും മാത്രം വ്യത്യാസമുണ്ട്, 2nd ഫ്ലോർ കിട്ടിയ. പക്ഷെ ഇപ്പോൾ അതിന് 3rd ഫ്ലോർ ഞങ്ങൾ എടുത്തു. അതായത് ആ മൊത്തം തിരുവനന്തപുരം 3rd ഫ്ലോറാണ്. ഫ്യൂച്ചർ പ്ലാൻസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട്
നല്ല നല്ല ഓപ്പർച്യൂണിറ്റി പ്ലേസ്മെൻറ്റ്സിൻ്റെ എണ്ണം കൂട്ടണം, പിന്നെ ബ്രാഞ്ചസിൻ്റെ എണ്ണം കൂട്ടണം, പിന്നെ നമ്മുടെ സ്റ്റാഫുകൾ തന്നെ ലൈക്ക് നമ്മളെ കുറച്ചും കൂടി ഒരു പ്രീമിയം ലെവൽ കമ്പനിയിലേക്ക് എത്തിക്കണം. അതായത് ലൂമിനാറിൽ ജോലി കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഇറ്റ് ഷുഡ് ബി പുറത്ത് പറയുമ്പോൾ ഒരു പ്രൈഡ് ആയിരിക്കണം. അപ്പോൾ അല്ലാണ്ട് ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊല്ലം ഒരു 3600 പേരെങ്കിലും 3600+ ജീവിതം, അതായത് ലൂമിനാറിന്റെ പേര് പോലെ തന്നെ ജീവിതം പ്രകാശിപ്പിക്കണം അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാഫുകൾക്കാണെങ്കിലും പറയണമെന്ന് ഒരു മിനിമം ലൂമിനാറിൽ കയറുമ്പോൾ എൻ്റെ ഫ്യൂച്ചർ എൻ്റെ ഒരു അംബീഷൻ ആണ് പറയുന്നത്. സ്റ്റാർട്ടിങ് സാലറി തന്നെ ഒരു 45,000 രൂപ എന്ന് പറയാൻ പറ്റണം. അടിപൊളി. ആ രീതിയിൽ അല്ല അങ്ങനെയൊക്കെ അത് വലിയൊരു ഇതാണ്. ഞാൻ അങ്ങനെ വെറുതെ പറയാറില്ല, ഞാൻ നടത്താറുണ്ട്. എന്തായാലും ആ ഒരു കാര്യം നടക്കട്ടെ. പിന്നെ അതുപോലെ നമ്മൾ ഈ പഠിച്ചത് ഹാർഡ്വെയർ അല്ലേ, പോളിടെക്നിക് ആണല്ലേ. അപ്പോൾ ആദ്യത്തെ സാലറി എത്രയായിരിക്കും ഏകദേശം? ഞാൻ ജോലി കയറുമ്പോൾ ഞങ്ങളുടെ ശമ്പളം 3500 രൂപയാണ്. 3500 രൂപയാണ് ജോലി. അത് ഇന്നത്തെ അക്കൗണ്ടിലൊന്നും വരില്ല കേട്ടോ. നമ്മൾ തിരുവനന്തപുരത്ത് ഹെഡ് ഓഫീസിൽ പോയി നമുക്ക് ക്യൂ നിന്ന് ലെഡ്ജർ ഒപ്പിട്ട് വാങ്ങിയാൽ തന്നെ. അതായത് അവിടെ നിന്ന് മേടിക്കണം. അതിന് പുറമെ ഞങ്ങൾക്ക് അലവൻസ് കിട്ടും ഈ ട്രാവലിൻ്റെ ഒക്കെ. പക്ഷേ അറിയാലോ, നമ്മൾ ആദ്യം പോയി കണ്ണൂർക്ക് പോയി താമസിച്ച് 70 രൂപ 80 രൂപ റൂമിന് കിട്ടണം. പിന്നെ 70 രൂപ ഫുഡിന് കിട്ടും. ഈ 80 രൂപ റൂം കിട്ടൂല. ഈ 2-3 പേര് കയറുന്ന ഏതെങ്കിലും ലോഡ്ജിലും കണ്ണൂർ എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ടാവും, പഴയ ബസ് സ്റ്റാൻഡിനുള്ള റെയിൻബോ ലോഡ്ജൊക്കെ താമസിക്കാൻ. അന്നാ 3500 തുടങ്ങിയതാണ്. അപ്പോൾ 3500 ഇപ്പോൾ എവിടേക്ക് എത്തിച്ചേർന്നു? ഇപ്പം മേ ബി പറയാണെങ്കിൽ ചിലപ്പോൾ ഒരു ആസ്തിയാണ് ചോദിക്കുന്നത്. ആസ്തിയല്ല, ഒരു എങ്ങനെയാണ് അതിന്റെ പ്രോസസ്സ്, എങ്ങനെയാണ് എവിടെ വരെ എത്തി? 3500 നിന്ന് ആ ജീവിതം എവിടെ വരെ? പേഴ്സണലി നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 3-3.5 കോടിക്ക് മുകളിൽ ഉണ്ടാവേക്കാം. ആ ഒരു ലെവലിലേക്ക് വണ്ടിക്കൊക്കെ ഒരു 1.5 കോടി വരെ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞ ഞാനൊരു അങ്ങനെ ഒരു പക്ക ബിസിനസ് മാനൊന്നുമല്ല, സാധാരണക്കാരൻ മനുഷ്യനാണ്. ടോട്ടൽ ഹോൾ കമ്പനി ഏകദേശം എങ്ങനെ? കമ്പനി നമുക്ക് എങ്ങനെ ഒരു 20 CR+ വാല്യൂഷൻ വരും. അതിന് മുകളിൽ വരത്തുള്ളൂ. ഞങ്ങൾ ഇതൊരു പ്രോപ്പർ വാല്യൂഷൻ ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞാൽ ഞാൻ കൊച്ചി മാത്രം ഓരോ ഫ്ലോറിനും സ്പെൻഡ് ചെയ്തതിന് ശേഷം 1.5 കോടിയോളം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം ഞങ്ങൾക്ക് ഒരു പ്ലെയിൻ ബിൽഡിംഗ് ആണ് കിട്ടണേ, അഡ്വാൻസ് കൊടുക്കണം. എനിക്കൊരു CAയുടെ ലോ ബുക്ക്, ആ ബുക്കും ഓഡിറ്റ് ബുക്ക് എന്ന് വെച്ച് പറയുന്നില്ല, ഞാൻ ചിലവായ കാശാണ് പറയുന്നത്. നമുക്കിപ്പോൾ ഒരു ടേൺ ഓവർ ഉണ്ട്, 20 CR+ ടേൺ ഓവർ വരുന്നുണ്ട് നമുക്ക്. 3500 നിന്ന് ഒരു 3.5 കോടി അല്ലേ? അതൊരു ജേണി തന്നെയാണ്. ഭയങ്കര തടസ്സങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവണല്ലോ അല്ലേ? ഇഷ്ടംപോലെ. ഞാൻ ചോദിക്കാറുണ്ട്, തോറ്റിട്ടുണ്ടോ? അതോ കംപ്ലീറ്റ്ലി ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്? ഇഷ്ടംപോലെ തോറ്റിട്ടുണ്ട്. തോക്കാണ്ടൊന്നും ജയിക്കാൻ പറ്റില്ല. ഇല്ല, തോൽവി എന്താ പറയുക, അത് എപ്പോഴും ഉണ്ടാവും. പല രീതിയിലും തോറ്റിട്ടുണ്ട്. പക്ഷെ തോറ്റു എന്ന് പറഞ്ഞാൽ വിഷമിച്ചിരിക്കൊന്നുമില്ല. ഞാൻ നേരത്തെ സദർലാൻഡ് ഇന്റർവ്യൂവിന് പോകും, പൊട്ടും, വീണ്ടും പോകും. അത് നമുക്കൊരു കാര്യം നടത്തണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിപ്പോൾ നമുക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങളുടെ വീടിനടുത്ത് എയർപോർട്ട്, ഞങ്ങളൊക്കെ പണ്ട് ജംബോ ജെറ്റൊക്കെ വരുമ്പോൾ കാണാൻ പോകും സൈക്കിൾ ചവിട്ടി. മേ ബി നിങ്ങൾ അംഗവലിക്കാരനായിട്ട് നിങ്ങൾ പോയിട്ടുണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും. പക്ഷെ ഭയങ്കര ആഗ്രഹമായിരുന്നു വിമാനത്തിൽ കയറുന്നു. അങ്ങനെ വിമാനത്തിൽ കയറിയപ്പോൾ പിന്നെ എക്കണോമി പോയി ആഗ്രഹം ഒന്ന് ബിസിനസ് ക്ലാസ് കയറുന്നു. പക്ഷെ ഇപ്പം നമ്മൾ ബിസിനസ് ക്ലാസ്സിൽ പോകാറുള്ളൂ. അതൊക്കെ ഒരു ആഗ്രഹങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു. ആഗ്രഹങ്ങൾ വേണോ? ഞാൻ ഈ പുതിയ ബിസിനസ്സുകാരോടായാലും ഈ പറഞ്ഞ പുതിയ പിള്ളേരോടായാലും ഓറിയന്റേഷൻ ബന്ധം, നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ വേണം. അത് നമുക്കൊരു 25,000 ശമ്പളം കിട്ടി, അതും പോക്കലിട്ട് ചിലവ് നോക്കി മണക്കം നോക്കി ചിട്ടിയും പിടിച്ചാൽ ചെയ്യിക്കണ്ടേ? എനിക്ക് അടുത്തത് എന്ത് വേണം? ഇപ്പോൾ ഈ നമുക്ക് സ്വപ്നങ്ങൾ വേണം. നെക്സ്റ്റ് ഇപ്പം നമ്മളിപ്പോൾ ഇന്ന് ഞാൻ പറയും, ഇപ്പോൾ ഞാൻ ഡിഫൻഡർ വാങ്ങി, എൻ്റെ ആഗ്രഹം തീർന്നിട്ടൊന്നുമില്ല. എനിക്ക് അതിലും മുകളിൽ വണ്ടി വേണമെന്ന് ആഗ്രഹം. അപ്പോൾ അതാണ് പോർഷയിലേക്കല്ലേ? പോർഷ ആവാൻ ചിലപ്പോൾ അറിയാൻ പറ്റില്ല. ഇനിയിപ്പോൾ മോനൊക്കെ വലുത് അറിയില്ല, അപ്പോൾ അവരെയും കൂടി ആഗ്രഹം നോക്കി പറ്റും. ഇനി അപ്പം നമുക്ക് ആഗ്രഹങ്ങൾ വേണം. ആഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്താ പറയുക, ലൂമിനാർ 4 ബ്രാഞ്ചായി, ഞാൻ സ്വസ്ഥമായിട്ട് വീട്ടിലേക്ക്. അങ്ങനെയല്ല, അടുത്ത പണി എന്താണ് അത് ചിന്തിക്കണം. നമ്മുടെ ഒരു അതിലാണ് നേരത്തോടെ ലഹരി. ഒരു ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്ത് നല്ലോണം നിൽക്കുമ്പോൾ കണ്ടില്ല, അതൊരു വേറെ ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ പണ്ടൊക്കെ ഞായറാഴ്ചകളൊന്നും എന്നെ ഒന്നും കാണാനും വരില്ല. ഇപ്പം ഞാൻ ഞായറാഴ്ച അമ്മയത്തോട് അമ്മ ഉച്ചയ്ക്ക് ആരും വരാണ്, ഞാൻ അവിടെ ഇല്ലെന്ന് പറഞ്ഞിട്ട് ഉറങ്ങുന്ന നേരം ഒരുപാട് ആൾക്കാർ അങ്ങനെ അഹങ്കാരം പറഞ്ഞ രീതിയിൽ ആൾക്കാർ സഹായങ്ങളാവാം, പിരിവുകളാവാം, സ്പോൺസർഷിപ്പ് ആവാം. ഞാൻ കേൾക്കാതും കാണാത്ത സ്ഥലങ്ങളിൽ നിന്ന് തന്നെ ആൾക്കാർ വിളിക്കാറുണ്ട്. ചിലപ്പോൾ ചില പിള്ളേർ പണ്ട് വളരെ ഒരു കൊച്ചു പിള്ളേർക്ക് വെച്ചിട്ട് ഫുട്ബോളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ വാങ്ങി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഞങ്ങളുടെ നാട്ടിലൊന്നാളുണ്ടല്ലോ, എവിടെ നോക്കിയാലും നിങ്ങൾ ലൂമിനാറിന് ജേഴ്സിയാണ് സ്പോൺസർ. അതുകൊണ്ടല്ല ഇഷ്ടംപോലെ ജേഴ്സി അടിച്ചിട്ടുണ്ട് പല പല ക്ലബുകൾക്കായിട്ട്. അത് ഞാനൊന്നും ഇതൊരു ജേഴ്സി ആയിട്ട് കളിച്ചിട്ടില്ല. ഇപ്പം ലൂമിനാറിൻ്റെ നിങ്ങൾ അവിടെ വന്നാൽ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിരിക്കും. അല്ല, അത് ഈ ചെയ്യുന്ന വലിയൊരു കാര്യം. സ്പോർട്സ് പേഴ്സൺ എന്ന നിലയിൽ ഒരു വലിയ നമ്മൾ കോതമംഗലത്ത് ഒരു സ്കൂൾ ഞങ്ങൾ ചെയ്യണേ, മാർബേസിൽ സ്കൂളിൽ. അവർ കഴിഞ്ഞ അതന്നെ ഞങ്ങളാണ് അവരുടെ ആണല്ലേ സ്പോൺസർ ചെയ്യുന്നത്. 3500 രൂപയിൽ നിന്ന് സാലറി ആരംഭിച്ച് ഇപ്പോൾ ഏകദേശം 3.5 കോടി രൂപയിൽ എത്തിച്ചേർന്നിരിക്കുന്ന രാഹുലേട്ടൻ ഇനിയും അദ്ദേഹത്തിൻ്റെ ആ ലഹരിയിലൂടെ തന്നെ കടന്നുപോയി. ഇനിയും ഒരുപാട് കാര്യങ്ങൾ കരസ്ഥമാക്കട്ടെ. അല്ല, ജേണിയിലേക്ക് പുതിയ പുതിയ ആശയങ്ങൾ വരട്ടെ, പുതിയ പുതിയ രീതിയിലേക്ക് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു ഫോർ യുവർ ടൈം.